മലയാള ഗവേഷണത്തിൻ്റെ നെല്ലും പതിരും എന്ന ഒരു വിഷയം മുൻനിർത്തിയുള്ള ഒരു സെഷനാണ്. ഈ സെഷനിൽ പ്രധാനമായിട്ട് രണ്ടുപേരാണ് നമ്മളോട് സംവദിക്കുന്നത്. ഒന്ന്, കേരള സർവകലാശാലയുടെ അരിവട്ടം ക്യാമ്പസിലെ മലയാള വിഭാഗം പ്രൊഫസറും ശ്രീനാരായണ ഗുരു പഠന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറുമായിട്ടുള്ള പ്രിയപ്പെട്ട പ്രൊഫസർ ഡോക്ടർ എം.എ. സിദ്ദിഖ് മാഷാണ്. മാഷ് ഇവിടെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം നിരവധി ഗവേഷണ രീതിശാസ്ത്ര പഠന ഗ്രന്ഥങ്ങളിലൂടെ ശ്രദ്ധേയനായ ഡോക്ടർ കെ.എസ്. മിഥുനാണ്. രണ്ടുപേരെയും ഈ സെഷനിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ സെഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒരു ആമുഖം എന്ന മട്ടിൽ ഞാനൊരു കാര്യം ഒന്ന് സൂചിപ്പിച്ചിട്ട് നമുക്ക് ഇവരെ കേൾക്കാമെന്ന് കരുതുകയാണ്. ഗവേഷണം സംബന്ധിച്ച് സാധാരണഗതിയിൽ നമ്മൾ പല മട്ടിൽ പലതരത്തിൽ പലതരം വായനകളിലൂടെയും പലതരം നിരീക്ഷണങ്ങളിലൂടെയും ഒക്കെ കടന്നു പോവുകയും അതിൻ്റെ എല്ലാവിധ സാധ്യതകളെയും ഈ നിർമ്മിത ബുദ്ധിയുടെ കാലത്ത് നിർമ്മിത ബുദ്ധിയെ അതിലംഘിക്കാനാവാത്ത വിധത്തിൽ സ്വീകരിക്കുകയും തമസ്കരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. കാൾ സാഗന്റെ വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകമുണ്ട്, ഡീമൺ ഹോണ്ടഡ് വേൾഡ്, സയൻസ് ആസ് എ കാൻഡിൽ ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞൊരു പുസ്തകം. ഈ പുസ്തകത്തിൽ കാൾ സാഗൻ പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. ഈ ഉദാഹരണം പറഞ്ഞിട്ട് ഈ സെഷന്റെ ഒരു ആമുഖം പറയാമെന്ന് കരുതുകയാണ്. കാൾ സാഗൻ പറയുന്ന ഉദാഹരണം ഇതാണ്: എൻ്റെ മുറിയിൽ അദൃശ്യനായ തണുത്ത തീ തുപ്പുന്ന ഒരു ഡ്രാഗൺ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ അത് നിങ്ങൾ വിശ്വസിക്കേണ്ടി വരും. കാരണം ആ ഡ്രാഗണിനെ എനിക്ക് മാത്രമേ കാണാൻ കഴിയൂ. എൻ്റെ മുറിയിൽ തണുത്ത തീ തുപ്പുന്ന അദൃശ്യനായ ഒരു ഡ്രാഗൺ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ അത് നിങ്ങൾ വിശ്വസിക്കേണ്ടി വരും. കാരണം അത് എനിക്ക് മാത്രമേ ഡ്രാഗണിനെ കാണാൻ കഴിയൂ. നമ്മുടെ പല ഗവേഷണ പ്രബന്ധങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഈ കാൾ സാഗന്റെ ഈ നിരീക്ഷണം, കാൾ സാഗന്റെ ഈ ഒരു വാചകം. എനിക്ക് മാത്രമേ ഇത് കാണാൻ പറ്റൂ, നിങ്ങൾക്ക് ഇത് കാണാൻ വേണ്ടി ഒരുപക്ഷെ നിങ്ങളായിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും പാകതയായിട്ടില്ല എന്നൊക്കെ പറയുന്ന നമ്മളോട് സംവദിക്കുന്ന ഗവേഷണ പ്രബന്ധങ്ങളോ ഗവേഷണ കൃതികളോ ഒക്കെ ചിലപ്പോൾ നമ്മുടെ മുന്നിലൂടെ കടന്നു പോയിട്ടുണ്ടായിരിക്കാം. അപ്പൊ അത്തരത്തിലൊരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു നിർമ്മിത ബുദ്ധി ടൂളിനോട് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു ഗവേഷണ പ്രബന്ധം തയ്യാറാക്കി തരാൻ പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തയ്യാറാക്കി തരാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ജെന്നി എന്ന് പറയുന്ന ഒരു AI ടൂളിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാവും. Jenny.ai. ജെന്നിയോട് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു ഗവേഷണ പ്രബന്ധം വേണമെന്ന് പറഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് ജെന്നി ഗവേഷണ പ്രബന്ധം തയ്യാറാക്കി തരും. അത്തരം ഒരു കാലഘട്ടത്തിൽ ഇരുന്നു കൊണ്ടാണ് നമ്മൾ മലയാള ഗവേഷണത്തിലെ നെല്ലും പതിരും എന്ന വിഷയത്തിൽ ഇങ്ങനെ ഒരു സെഷനിൽ നമ്മളൊരു സംവാദത്തിലേക്ക് കടക്കുന്നത്. ഈ സംവാദത്തെ ഒരു സൗകര്യത്തിന് വേണ്ടി ക്രമീകരിക്കുന്നത് ആദ്യം സിദ്ദിഖ് മാഷ് സംസാരിക്കും, അതിനുശേഷം മിഥുൻ സംസാരിക്കും, അതിനുശേഷം നിങ്ങൾക്ക് ഇവരോട് രണ്ടുപേരോടും ഇവർ സംസാരിച്ചതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഭാഷാ ഗവേഷണവുമായി ബന്ധപ്പെട്ടോ പൊതുവിൽ ചോദ്യങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ പങ്കുവയ്ക്കാവുന്നതാണ്. നിങ്ങളുടെ ചോദ്യങ്ങൾക്കോ അഭിപ്രായങ്ങൾക്കൊക്കെ ഒടുവിലായിട്ട് അവരുടെ നിരീക്ഷണങ്ങൾ അഭിപ്രായങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും. ആദ്യം സംസാരിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട സിദ്ദിഖ് മാഷിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഭാഷാ ഗവേഷണത്തെ കുറിച്ചിട്ടുള്ള ശിവമാഷിന്റെ നിരീക്ഷണം
കേൾക്കുന്നുണ്ട്. മാഷിന്റെ നിരീക്ഷണം വളരെ കൗതുകകരമായൊരു പോയിന്റിൽ നിന്നാണ് ആരംഭിച്ചത്. ഞാൻ പക്ഷേ ഇതിനെ പല ഡയമെൻഷനിൽ നോക്കിക്കാണാൻ പറ്റുന്ന ഒരു പ്രക്രിയയായിട്ടാണ് കാണുന്നത്. കാരണം ഒരു ജെന്യുവിൻ സ്കോളറായിട്ടൊന്നുമല്ല ഞാൻ PhD കടന്നു വരുന്നത്. പക്ഷെ ഇപ്പം എൻ്റെ കയ്യിലൊരു ഡോക്ടറേറ്റ് ഉണ്ട്. അതിൻ്റെ ബലത്തിലാണ് ഞാൻ സർവകലാശാലയിൽ അധ്യാപകനായി പ്രവർത്തിക്കുന്നത്. ഞാൻ പക്ഷേ ഒരു കോളേജിൽ പഠിപ്പിക്കാൻ വരുമ്പോൾ എനിക്കൊരു പ്രൊഫഷണൽ ഡിഗ്രി എന്നുള്ള നിലയിൽ PhD ആവശ്യമുണ്ടായിരുന്നില്ല. അതൊരു PSC ടെസ്റ്റ് മാത്രം മതിയായിരുന്നു ഒരു ഗവൺമെന്റ് കോളേജിലെ അധ്യാപകനായി തീരാൻ. പക്ഷെ ആ പ്രോസസ്സാണ് ഗവേഷണം എന്നത് എന്താണ്, അതിന് നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ എന്ത് മൂല്യമാണുള്ളത്, അത് നമ്മുടെ സൈദ്ധാന്തിക ജീവിതത്തിന്റെ തുടക്കമായി മാറുന്നത് എങ്ങനെയാണ് എന്നൊക്കെ എന്നെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഇന്ന് ഗവേഷണത്തെ കുറിച്ചിട്ടുള്ള ഒരു ചിന്ത അവതരിപ്പിക്കാൻ എന്നോട് പറഞ്ഞാൽ ഞാനത് ഒരിക്കലും ഒരു തിയററ്റിക്കലായിട്ട് ആയിരിക്കില്ല അവതരിപ്പിക്കുക. കുറേ നാളുകൾക്ക് മുൻപ് കേരള യൂണിവേഴ്സിറ്റിയിലെ തന്നെ ഒരു ഡിസ്കഷനിടയിൽ ഗവേഷണ സിദ്ധാന്തം, ലിറ്റററി തിയറി, റിസർച്ച് തിയറി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അവതരിപ്പിക്കുമ്പോൾ ഞാൻ ബോർഹസിന്റെ ഒരു കഥ ഉപയോഗിച്ചിട്ടാണ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചത്. ഗവേഷണ സിദ്ധാന്തം എന്നത് 2 ലെയറായി നമുക്ക് തിരിക്കാൻ പറ്റും. ഒന്ന് അതിൻ്റെ മെത്തഡോളജിയുടെ ലെയറാണ്, എങ്ങനെ ഗവേഷണം ചെയ്യാം, എങ്ങനെയാണ് ഗവേഷണത്തിൻ്റെ ഒരു ടൈറ്റിൽ ഫ്രെയിം ചെയ്തെടുക്കേണ്ടത് എന്ന് തുടങ്ങി മാഷ് ഇപ്പോൾ പറഞ്ഞതുപോലെ ഒരു ഫാബ്രിക്കേറ്റഡ് PhD തീസിസ് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മുടേതായ ഒരു കോൺട്രിബ്യൂഷനും ഇല്ലാത്ത റിസർച്ച് ക്വസ്റ്റ്യൻ മുതൽ അതിൻ്റെ എഡിറ്റിങ്ങിൻ്റെ ഏറ്റവും പരമാനന്ദ നിർവൃതിയിൽ വരെ നമ്മുടേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷനും ഇല്ലാത്ത ഒരു വസ്തു എങ്ങനെയാണ് നമ്മുടെ ആർട്ടിഫാക്റ്റായി മാറുന്നത് എന്നതിനെ ഗവേഷണത്തിൻ്റെ നൈതികതയുമായി ബന്ധപ്പെടുത്തി ചർച്ച ചെയ്യുന്ന മെത്രോളജിയുടെ അനന്തമായ ചർച്ചകളിലേക്ക് കൊണ്ടുപോകുന്ന തിയറീസ് ലഭ്യമാണ്. ഒരുപക്ഷെ കേരളത്തിൽ ആ മേഖലയിൽ വളരെയേറെ മുന്നോട്ട് പോയിട്ടുള്ള ഒരാളാണ് പ്രിയപ്പെട്ട ആശംസ. രണ്ടാമത്തേത് റിസർച്ച് തിയറി എന്നുള്ള നിലയിൽ നമ്മുടെ ഗവേഷണ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന തിയറിയാണ്. അതിന് നമ്മുടെ പെർസ്പെക്റ്റീവ് എന്നോ അല്ലെങ്കിൽ ഞാൻ ഏത് സൈദ്ധാന്തിക നിലപാടിൻ്റെ ഒപ്പം നിൽക്കുന്നയാളാണ്, ഞാനൊരു ഫെമിനിസ്റ്റ് ആണ് എങ്കിൽ ഫെമിനിസത്തിൽ തന്നെ ഏത് റൂട്ടിലാണ് എൻ്റെ താല്പര്യം. കുറച്ച് മുൻപത്തെ സെഷനിൽ വിജയരാജ മല്ലിക പറഞ്ഞതുപോലെ വിജയരാജ മല്ലികയുടെ മല്ലിക വസന്തം ഒരു ഗവേഷണ പ്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന ഒരാൾ എന്ത് നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഒരു ടെക്നോ ഫ്യൂഡലിസ്റ്റ് നിലപാടിൽ വേണമെങ്കിലും അതിനെ വായിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ഹെട്രോസെക്ഷൽ നോർമേറ്റീവായിട്ടുള്ള ഒരു തലത്തിൽ അതിനെ വായിക്കാൻ പറ്റും, അത് ഒരു ഇന്റർസെക്ഷണൽ പെർസ്പെക്റ്റീവിൽ വായിക്കാൻ പറ്റും. ഈ നിലപാടെന്ന് പറയുന്നതും റിസർച്ചിന്റെ സിദ്ധാന്തവുമായി എങ്ങനെ സിൻക്രണൈസ് ചെയ്യുന്നു, അത് അഭേദമായി എങ്ങനെ അതിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് പറയാൻ ഞാൻ ഉപയോഗിച്ച ഒരു ടൂൾ ബോർഹസിന്റെ ഒരു കഥയാണ്. ഇപ്പൊ മാഷ് എന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ ദീർഘമായി പറയുന്നില്ല, കുറച്ച് പോയിന്റ്സ് വളരെ സ്പെസിഫിക് ആയി തന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഞാൻ പറയുന്നത് ബോർഹസിനെ കുറിച്ചായിരിക്കും, ജോസഫ് റോത്തിനെ കുറിച്ചായിരിക്കും. അദ്ദേഹത്തിന്റെ ലെജൻഡ് ഓഫ് ദ ഹോളി ഡ്രിങ്കർ എന്ന് പറയുന്ന ഒരു ചെറിയ നോവലുണ്ട്, ഒരു വിശുദ്ധ മദ്യപന്റെ ഇതിഹാസം എന്ന്. ഈ കൃതി പറയുമ്പോൾ മറ്റൊരു പുസ്തകം മനസ്സിൽ വരുന്ന നരേന്ദ്രപ്രസാദ് സാറ് അദ്ദേഹത്തിന്റെ മരണത്തിന്റെ തൊട്ടു മുമ്പ് പറഞ്ഞൊരു കൃതിയെ കുറിച്ചിട്ടാണ്, ടുട്ടുവോളയുടെ ഒരു കള്ളുകുടിയന്റെ ഇതിഹാസം എന്ന് പറയുന്നത്. പുള്ളി പറയണത്, ഈ നോവൽ ഞാൻ ആദ്യം എന്തുകൊണ്ട് വായിച്ചില്ല, ഒരു അഖില ലോക കള്ളുകുടിയനായി ജീവിച്ചിട്ടും കള്ളുകുടി കാരണം മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഡോക്ടർമാർ പറയുന്ന സന്ദർഭത്തിലാണ് ഞാൻ ഈ ടുട്ടുവോളയുടെ നോവൽ വായിച്ചത് എന്ന് നരേന്ദ്രപ്രസാദ് സാർ പറയുന്നുണ്ട്. ആ നിലയിലുള്ളൊരു പുസ്തകമല്ല ജോസഫ് റോത്ത്. ഇതിലൊരു മദ്യപനാണ്. ഇതിലെ ആൻഡ്രിയാസ് എന്ന് പറയുന്നയാള് രാവിലെ താൻ സ്ഥിരമായി ഉറങ്ങുന്ന പാരീസിലെ പാലത്തിനടിയിലേക്ക് നടക്കുമ്പോൾ ഒരാൾ വന്നിട്ട് നിങ്ങൾക്കൊരു 200 ഫ്രാങ്ക് വെറുതെ തരാം എന്ന് പറയുന്നു.
ഈ ഫ്രാങ്കിനെ അയാൾ മദ്യപിക്കുന്നു. കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ അയാൾക്ക് 1000 ഫ്രാങ്ക് അയാളുടെ ബാഗിൽ നിന്ന് കിട്ടുന്നു. ഇങ്ങനെ കഥ അവസാനിക്കുന്നിടം വരെ നിങ്ങൾ ഈ 200 ഫ്രാങ്ക് എനിക്ക് കടം തിരിച്ചു തരേണ്ടതില്ല, നിങ്ങൾ ഇതിന് മരിയയുടെ പള്ളിയിൽ ദാനം കൊടുത്താൽ മതി, അമ്മയ്ക്ക് സമർപ്പിച്ചാൽ മതി എന്നിടത്താണ് ഈ കഥ അവസാനിക്കേണ്ടത്. ഇങ്ങനെ ഈ ചാക്രികമായി അവസാനിക്കുന്നിടത്ത് 200 ഫ്രാങ്ക് കൊടുക്കാൻ ചെല്ലുന്ന ഇയാൾക്ക് അവിടെ ഇരിക്കുന്ന മറിയ എന്ന് പറയുന്ന പെൺകുട്ടി 100 ഫ്രാങ്ക് കൊടുക്കുന്നിടത്താണ് ഈ കഥ അവസാനിക്കുന്നത്. ഓരോ പേജിലും മദ്യത്തിന്റെ ആഘോഷമാണ്. പക്ഷെ ഈ മദ്യപിക്കുന്നയാൾ കുടിച്ച് ടുട്ടുവോളയുടെ കഥാപാത്രത്തെ പോലെ നശിച്ചു പോകുന്നതിനെ കുറിച്ചിട്ടല്ല, മറിച്ച് മദ്യപിക്കുന്നയാൾ എങ്ങനെ വിശുദ്ധനായി തീരുന്നു എന്ന് പറയുന്ന ഒരു 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 കഥാർസിസ് സത്യത്തിൽ അത് ആ പ്രക്രിയയിൽ പ്രവർത്തിക്കുന്നു. ഇങ്ങനെ ഒരു പ്രോസസ് PhD തീസിസിന്റെ പ്രവർത്തനത്തിലും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കാരണം 5 പൈസ ഇല്ലാതെയാണ് ഞാൻ ഗവേഷണം ആരംഭിച്ചത്. ദരിദ്രനായി, ആ ദരിദ്രനായി ഞാൻ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് കിട്ടിയിട്ട് ആദ്യത്തെ തവണ എനിക്ക് കിട്ടിയത് 10 മാസത്തെ ശമ്പളം ഒരുമിച്ച് കിട്ടുക. അതായത് എൻ്റെ വാപ്പാക്കും ഉമ്മാക്കും കിട്ടുന്ന ആകെ ശമ്പളത്തിന്റെ ഇരട്ടി പണം അവിടെ വിദ്യാഭ്യാസം നടത്തുന്ന എൻ്റെ കയ്യിലേക്ക് വന്ന സമയത്ത് സത്യത്തിൽ അന്ന് ഞാൻ ഈ നോവൽ വായിച്ചിട്ടില്ല. ഈ കൃതി വായിച്ചിരുന്നെങ്കിൽ ഞാൻ പറയുമായിരുന്നു ജോസഫ് റോത്തിനെ പോലെ ഞാനൊരു വിശുദ്ധ JRFകാരനായി മാറിയിരിക്കും. ഈ വിശുദ്ധിയുടെ ഒരു 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 പുനിതമാനത് എന്ന് പറയുമല്ലോ നമ്മൾ ഈ ആ സിനിമ ജഗത്ത്. മനിതർ ഉണർന്നു കൊണ്ട് ഇത് മനിത കാതലല്ലേ, അതിന് മേറെ പുനിതമാനത് എന്ന് പറയുന്ന മാതിരി അത്രമേൽ വിശുദ്ധമായ ഒരു പ്രക്രിയ സത്യത്തിൽ അബോധമായി ഏത് ഗവേഷണ പ്രവർത്തനത്തിന്റെ ഉള്ളിലും പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഞാൻ പഠിച്ച ആദ്യത്തെ പാഠം അത് പറയാനായിരിക്കും എനിക്കിഷ്ടം. ഞാൻ പഠിച്ചത് എൻ്റെ തിയോററ്റിക്കൽ ഫ്രെയിംവർക്ക് ഇങ്ങനെ ഞാൻ അതിനകത്ത് എൻ്റെ എന്ത് കപ്പാസിറ്റർ ഉപയോഗിച്ചിട്ട് അതിനെ ഫ്രെയിം ചെയ്യുമെന്നുള്ളതായിരുന്നു എന്നെ ഗവേഷകനാക്കി എൻ്റെ ആദ്യത്തെ പ്രതിസന്ധി. ഞാൻ ഗ്ലോബലൈസേഷനെ കുറിച്ചിട്ടാണ് പഠിച്ചത്. ആ സമയത്ത് എൻ്റെ തിയറി ഞാൻ എങ്ങനെ ഫ്രെയിം ചെയ്യും. ഒരാൾ എന്നോട് പറഞ്ഞത് ഇതൊന്നും ഫ്രെയിം ചെയ്യാൻ പറ്റില്ല, ഗ്ലോബലൈസേഷനെ കുറിച്ച് ലക്ഷക്കണക്കിന് പുസ്തകങ്ങളുണ്ട്, നിങ്ങൾ ഇത് എങ്ങനെ ക്യാച്ച് ചെയ്യും എന്ന് പറഞ്ഞ സമയത്ത് നിരുത്സാഹപ്പെട്ട് തിരിച്ചു നടക്കുന്ന ഒരു ഘട്ടമുണ്ട്. അപ്പോൾ ഈ സേൽ പാലത്തിലേക്ക് നടന്നു പോകുന്ന ഈ ആൻഡ്രിയാസിനെ മാതിരി ഞാനങ്ങ് നടന്നുപോയി. എന്നിട്ട് കുറച്ച് മാത്രം ഞാൻ അതിൽ നിന്ന് പിക്ക് ചെയ്തു. അതിലൊന്നും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അത് ലോകപ്രശസ്ത ഗ്ലോബലൈസേഷന്റെ തിയറിയെ കുറിച്ച് പറഞ്ഞ റൊളാൻഡ് റോബർട്ട്സിന്റെ സിദ്ധാന്തം. പക്ഷെ അത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഇന്ത്യയുടെ ഒരു സാഹചര്യത്തിൽ റോബർട്ട്സ് നിർമ്മിച്ചെടുത്ത സാധനമല്ല. ഇതൊരു ആഗോള മുതലാളി പരിപ്രേക്ഷ്യത്തിന്റെ ഉള്ളിൽ നിന്ന് ഗ്ലോബലൈസേഷനെ കുറിച്ച് ജീവനില്ലാത്ത ഒരു സിദ്ധാന്തമായി പറയുന്ന ഒരു സംഗതിയാണ്. ഈ ജീവൻ നമ്മുടെ റിസർച്ച് തിയറിയുടെ ഉള്ളിലേക്ക് കൊടുക്കാൻ എങ്ങനെ കഴിയും എന്ന ചോദ്യം എൻ്റെ ജീവിതത്തിൽ ചോദിച്ച സന്ദർഭമാണ് സത്യത്തിൽ ഗവേഷകൻ എന്നുള്ള നിലയിൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മൂല്യമുള്ള സന്ദർഭമായി ഞാൻ കാണുന്നത്. ഇപ്പോൾ പല തീസിസും ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, തിയററ്റിക്കൽ ഫ്രെയിംവർക്ക് അതിനകത്തില്ല. അത് കൺസ്ട്രക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന, ഒന്നുകിൽ പുറമേ നിന്ന് അകത്തേക്ക് ഒരു സ്ക്രൂ വെച്ച് നട്ടും ബോൾട്ട് ചെയ്തിരിക്കുന്ന ഒരു സാധനം മാതിരി ഇങ്ങനെ ഇരിക്കുന്നു. അതല്ലെങ്കിൽ അകത്തു നിന്ന് യാന്ത്രികമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ റോബർട്ട്സിനെ ഉപയോഗിച്ച് നിർമ്മിച്ചിരുന്നെങ്കിലും എനിക്ക് പ്രശ്നം വരുമായിരുന്നു. അവിടെ എന്നെ സഹായിച്ചത് മറ്റു 2 സൈദ്ധാന്തികരാണ്. അതിലൊന്ന് സ്റ്റിഗ്ലിറ്റ്സ് ആണ്. സ്റ്റിഗ്ലിറ്റ്സ് 1-ാം ലോക രാജ്യങ്ങളുടെ ഗ്ലോബലൈസേഷൻ അപ്പുറത്ത് 3-ാം ലോക രാജ്യങ്ങളുടെ ഉള്ളിലെ ഗ്ലോബലൈസേഷനെ കുറിച്ച് പറഞ്ഞു. സ്റ്റിഗ്ലിറ്റ്സിലൂടെ ഞാൻ ചെന്നുപെട്ടത് ഫാദർ തോമസ് കോച്ചേരി എന്ന് പറയുന്ന തിരുവനന്തപുരം ജില്ല മുതൽ അങ്ങോട്ട് മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ പ്രവർത്തിച്ച ആഗോളീകരണത്തിനെതിരെ കടലിനെ എങ്ങനെ ഒരു പ്രൊട്ടസ്റ്റാക്കി മാറ്റാം എന്ന് പറയുന്ന കോച്ചേരിയുടെ ചെറിയ പുസ്തകം ഞാൻ ഇവിടെ വരുമ്പോൾ അത് കയ്യിൽ കരുതിയില്ല. ഈ കോച്ചേരിയിൽ നിന്നാണ്, ജീവിതത്തിൽ ഒരു PhD എടുത്തിട്ടില്ലാത്ത ഫാദർ തോമസ് കോച്ചേരിയുടെ മത്സ്യത്തൊഴിലാളികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രൊട്ടസ്റ്റിൽ നിന്നാണ്. ഈ പ്രൊട്ടസ്റ്റാണ് സാംസ്കാരിക വിമർശനത്തെ സാധൂകരിക്കുന്ന ഒരു പ്രക്രിയ എന്ന് ഒരു 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 ആധികാരികമായ ഐഡിയോളജി എന്ന് സത്യത്തിൽ തിരിച്ചറിയാത്ത പ്രബന്ധങ്ങളാണ് മലയാളത്തിൽ കൂടുതൽ ഉണ്ടാകുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രഖ്യാപനം തീസിസിലൂടെ നടത്തുകയും ആ പ്രഖ്യാപനത്തിന്റെ നേരെ ഓപ്പോസിറ്റ് നിൽക്കുകയും ചെയ്യുന്ന ഒരു പൊസിഷനാണ് ഗവേഷകർ പിന്തുടരുന്നത്. ഐ ആം എ ഫെമിനിസ്റ്റ് എന്നുള്ള റോൾ എടുത്തിട്ട് ഒരു ഫെമിനിസ്റ്റ് അപ്രോച്ച് നടത്തും. പക്ഷെ വീട്ടിനുള്ളിൽ ഇവർ കടുത്ത സ്ത്രീ വിരുദ്ധരായിരിക്കും. ഇന്റർസെക്ഷൽ അപ്രോച്ച് നടത്തും. നേരെ മറിച്ച് ഈ ഇപ്പോ വിജയരാജ മല്ലിക ഇവിടെ പറഞ്ഞ തെറി മൊത്തം വിജയരാജ മല്ലികയെ വിളിക്കും. ഞാൻ വളരെ സെക്യുലർ ആണ് എന്ന് പറയും. അപ്പൊ നമ്മുടെ മുദ്രാവാക്യത്തിൽ ഒന്നിനെ പോസ്റ്റ് സെക്യുലർ ആണ്.
നേരെ മറിച്ച് സെക്യുലർ എന്ന് പറയുകയും സെക്യുലറിസത്തെ ഏതൊക്കെ തരത്തിൽ ജീവിതത്തിൽ തകർക്കുമോ ആ പറയുന്നതിനൊക്കെ തകർക്കുമെന്ന് പറയുന്ന നിലപാടിനുള്ളിലെ വൈരുദ്ധ്യം സത്യത്തിൽ എല്ലാ തീസിസിലും എന്ന് ഞാൻ പറയുന്നില്ല, നമ്മുടെ തീസിസുകൾ റിഫ്ലക്ട് ചെയ്യുന്നു എന്നുള്ളത് സത്യത്തിൽ നമ്മൾ അതിജീവിക്കേണ്ട. മാഷ് എഴുതിയ പുസ്തകത്തില് ചില സൂചനകൾ ഈ നൈതികതയെ കുറിച്ച് പറയുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ ഇൻഡിവിജ്വാലിറ്റിയുടെ പൊസിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രക്രിയയാണ്. അത് സത്യത്തിൽ മലയാളത്തിലെ ഭാഷാ ഗവേഷണ തീസിസുകളിൽ നിന്ന് ഉണ്ടാകണമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. ആ അർത്ഥത്തിൽ ഇന്നിപ്പോ എന്നോട് ഞാൻ ചെയ്ത ഗവേഷണം വീണ്ടും ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ അതിനകത്ത് ഈ പരിമിതി കണ്ടെത്തുകയും ഞാൻ അതിന്റെ പ്രശ്നത്തെ, നിലപാടിന്റെ പ്രശ്നത്തെ പരിഹരിച്ച് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുമെന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തേത്, ഈ ഭാഷാ സാഹിത്യ ഗവേഷണം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി, നിങ്ങൾക്ക് എന്തിനാണ് ഗവേഷണം ചെയ്യുന്നുള്ള ചോദ്യം. സഞ്ജയൊക്കെ തൂക്കിയിട്ട് PhD എവിടെ പോകണം, സർവകലാശാല. എന്നോടൊരാൾ ചോദിച്ചിട്ടുണ്ട്, എന്താ ചെയ്യുന്നത്? മലയാളത്തിൽ ഗവേഷണം ചെയ്യുന്നു. മലയാളത്തിൽ ഗവേഷണം, അത് ഭാഗ്യവശാൽ കേരളത്തിൽ ഇത് നല്ല ചോദിച്ചത്. കളിക്കാവള എന്ന് പറയുന്ന കേരളത്തിന്റെ പുറത്ത് തമിഴ്നാടിന്റെ തുടങ്ങുന്ന ഒരു സ്ഥലത്തിരുന്നാണ് പുള്ളി ചോദിച്ചത്, മലയാളത്തിൽ ഗവേഷണം ചെയ്യാൻ പറ്റും, നിങ്ങൾ എന്താ മലയാളത്തിൽ ഗവേഷണം ചെയ്യുന്നത്? ഞാൻ അദ്ദേഹത്തോട് ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. അങ്ങനെ മറുപടി പറഞ്ഞാൽ എന്റെ മറുപടി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളുമല്ല. പക്ഷെ അവിടെ ഭാഷാ സാഹിത്യകാരർ എന്ന് പറയുന്നവർ ഈ പ്രശ്നം നേരിടുന്നില്ല. നിങ്ങൾ എന്നാ അതിനെ എഴുതുന്നതെന്ന് MTയോട് ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല. തകഴി എന്തിനെഴുതുന്നു എന്ന് ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല. സാറാ ജോസഫിനെ തടഞ്ഞു നിർത്തിയിട്ട് ഇനി മേലാൽ നോവൽ എഴുതരുതെന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നെയോ അശോക് സാറിനെയൊക്കെ തടഞ്ഞു നിർത്തിയിട്ട് ഇനി മേലാൽ ഗവേഷണം ചെയ്യരുത് എന്ന് പറയുന്ന പിന്തിരിപ്പർ നമ്മളെല്ലാവരെയും ക്വസ്റ്റ്യൻ ചെയ്യുന്നവരുണ്ട്. അവരോട് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട മറുപടി, നാം ഇടപെടുന്ന മേഖല ഈ ഭാഷാ സാഹിത്യ രചയിതാക്കൾ ചെയ്യുന്നതിന്റെ പരിപൂരണമാണ്. ഒരു ഭാഷയിൽ ഗവേഷണം ഇല്ലാതിരിക്കുക എന്നതും ഒരു ഭാഷയിൽ ഗവേഷണം ഉണ്ടാവുക എന്നുള്ളതും ആ ഭാഷയുടെ സർഗാത്മകതയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഗവേഷകർ ഇത്തരത്തിലുള്ള ചോദ്യത്തിൽ മടുത്ത് പുറകിലേക്ക് പിന്മാറിയാൽ, നാം സാധാരണ മെത്രോളജിയുടെ ഹിസ്റ്ററി പറയുന്ന ഘട്ടത്തിനകത്ത് പറയും, കേരളത്തിന്റെ ഭാഷാ സാഹിത്യ ഗവേഷണത്തിന്റെ ചരിത്രം എടുക്കുമ്പോൾ നമ്മൾ അതിന്റെ ആദ്യത്തെ ഔപചാരികമായ മുദ്ര എന്ന് പറയുന്നത് ഗോദവർമ്മ സാറാണ്. ഗോദവർമ്മ സാറ് പോലും ഒരു സിമ്പിൾ ഗവേഷണമായിരുന്നില്ല. ആ ഗവേഷണത്തെ ഇന്ത്യ ലോൺ വേർഡ്സിനെ ഇന്ന് പരിശോധിക്കുമ്പോൾ സത്യത്തിൽ അതിന്റെ ഫ്രെയിംവർക്ക് എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. 4 ലെയർ ഉപയോഗിച്ചിട്ടുണ്ടാണ് അദ്ദേഹം അത് ചെയ്യുന്നത്. ഈ ലോൺ വേർഡ്സിനെ വെറുതെ പറക്കി വെച്ചിട്ട് ഇത് സംസ്കൃതത്തിൽ നിന്ന് എടുത്ത്, ഇത് തമിഴിൽ നിന്ന് എടുത്ത്, ഇത് ഉറുദു, അങ്ങനല്ല അദ്ദേഹം അത് പഠിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്കിപ്പോൾ വായനയ്ക്ക് ലഭ്യമായ ആ തീസിസിന്റെ പുസ്തക രൂപത്തിൽ നിന്ന് മനസ്സിലാവും. ആ ഫ്രെയിംവർക്കിനെ ഒരു വശത്ത് നമ്മുടെ ഔപചാരിക ഗവേഷണത്തിന്റെ ചരിത്രമായി പറയുമ്പോൾ തന്നെ അനൗപചാരിക ഗവേഷണത്തിന്റെ ഭാഗമായി ഉള്ളൂരും ശൂരനാട് കുഞ്ഞമ്പിള്ള സാറും ഇളംകുളവും ഒക്കെ ചെയ്ത പ്രവർത്തനങ്ങൾ ഏത് തരത്തിലാണ് നമ്മുടെ സാഹിത്യ ചരിത്രത്തെ ഗഹനമായി സ്വാധീനിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് രണ്ടാമത് എനിക്ക് മുന്നോട്ട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. മൂന്നാമത്തെ ഒരു സംഗതി, നമ്മൾ ഒരിക്കലും ഗവേഷണത്തെ ഒരു അക്കാഡമിക് പ്രക്രിയയായിട്ടോ അതല്ലെങ്കിൽ അത് മെത്തഡോളജിയുടെ മുകളിലുള്ള ഒരു സർക്കസ് ആയിട്ടോ കാണാറില്ലല്ലോ, നമ്മൾ ആരും കാണാറില്ല. പക്ഷെ KPF ഒരിക്കലും അതിനെങ്ങനെ വിമർശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ PhD എടുക്കുന്നില്ല? അദ്ദേഹം പറഞ്ഞു, എനിക്ക് PhDയിൽ വിശ്വാസമൊന്നുമില്ല, ഇത് ഒരു അക്കാദമിക് സർക്കസ് ആണെന്ന് അദ്ദേഹം പറഞ്ഞു. അതിന് മറുപടി ബെഞ്ചമിൻ സാർ എഴുതിയിട്ടുണ്ട്. ആ വാദത്തെ അതുപോലെ തന്നെ ഇന്നും പിന്തുടരുന്ന ബുദ്ധിജീവികൾ മലയാളത്തിലുണ്ട്. അപ്പൻ സാറ് പറഞ്ഞതാണ് വളരെ കറക്റ്റ്. കാരണം നമുക്ക് അക്കാദമിക് ഗവേഷണത്തിന്റെ ആവശ്യമില്ല, അക്കാദമിക് വിമർശനത്തിന്റെ ആവശ്യമില്ല, നമുക്ക് അക്കാദമിക് അന്വേഷണങ്ങളുടെ ആവശ്യമില്ല. ആരെങ്കിലും ഒരാൾ വളരെ ഗഹനമായ കുറെ പര്യാലോചനകളുടെ ഒരു സംഘടിത രൂപം എന്നുള്ള നിലയിൽ ഒരു ആർട്ടിക്കിൾ എഴുതിയാൽ ഉടൻ തന്നെ അവരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു പ്രതിഭാസം മലയാളത്തിലുണ്ട്. ആ വിമർശിക്കുന്നവർ കാണാത്തൊരു പ്രധാനപ്പെട്ട സംഗതി, അപ്പൻ സാർ അടക്കമുള്ളവർ ഈ അക്കാദമിക ഗവേഷണ പ്രക്രിയയെ വിമർശിച്ചത് ഏത് പെർസ്പെക്റ്റീവിൽ നിന്നുള്ളതാണെന്നുള്ളത് പരിശോധിക്കേണ്ട ഒരു സംഗതി. അവരൊരു മോഡേണിസ്റ്റ് പെർസ്പെക്റ്റീവിൽ നിന്നിട്ടാണ് വിമർശിക്കുന്നത്. മോഡേണിസത്തിന്റെ ഒരു പ്രശ്നം അത് ഫിലോസോഫിക്കാണ്, അത് ഒരു പരിധിവരെ അത് തിയോററ്റിക്കലാണ്, അതൊരു പരിധിവരെ അബ്സ്ട്രാക്റ്റ് ആണ്. നമ്മൾ ആധുനിക ചിന്തകർ എന്ന് പറയുന്ന ആരെ എടുത്താലും അവരൊരു അബ്സ്ട്രാക്റ്റ് ഫിലോസഫി ഉപയോഗിച്ചുകൊണ്ട് അക്കാദമിക് സർക്കിളിന് പുറത്തേക്ക് പറക്കാൻ ശ്രമിച്ചവരാണ് എങ്കിൽ അതിനുശേഷമുള്ള പോസ്റ്റ് മോഡേൺ കാലഘട്ടത്തെ, ഞാൻ ആ കാലത്താണ് ഇപ്പോഴും നമ്മൾ നിൽക്കുന്നത് എന്നല്ല പറഞ്ഞു വരുന്നത്, ആ കാലത്തെ പരിശോധിച്ചാൽ ഈവൻ ആധുനികതയെക്കുറിച്ച് ഉത്തരാധുനിക പരിപ്രേക്ഷ്യത്തിൽ പഠിച്ച ആന്റണി ഗിബൻസിന്റെ സിദ്ധാന്തം പോലും ഒരു അക്കാദമിക് സമീപനം ഉപയോഗിച്ചിട്ടാണ്. നാം ഇവിടെ ഉദ്ധരിക്കുന്ന ഫ്രെഡറിക് ജെയിംസണോ ലിയോത്താഡോ അതല്ലെങ്കിൽ
കൾച്ചറൽ സ്റ്റഡീസിലോ ഫെമിനിസ്റ്റിലോ പോസ്റ്റ് സ്ട്രക്ചറലിസത്തിലോ ഒക്കെ ഉള്ളവർ ഗവേഷണം എന്ന് പറയുന്ന പ്രക്രിയയ്ക്ക് കൊടുക്കുന്ന വാല്യൂ, അത് സാംസ്കാരിക ചരിത്രത്തിൽ നിർമ്മിക്കുന്ന ബ്രേക്ക് ത്രൂവിനെ മറന്നുകൊണ്ട് ഇപ്പോഴും ഒരു അപ്പൻ സ്റ്റാൻഡിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഗവേഷണത്തെ സമീപിക്കുന്നതെങ്കിൽ നമുക്ക് ഗവേഷണത്തെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഗവേഷണത്തെ മാഷ പറഞ്ഞതുപോലെ ഈ നിർമ്മിച്ചു വെക്കാം. അത് ഒരിക്കലും സാധ്യമാകാത്ത മിഥുനത്തിലെ മോഹൻലാലിന്റെ ദാക്ഷായണി ബിസ്ക്കറ്റ് പോലെ ഉണ്ടാകും, എന്നെങ്കിലും ഉണ്ടാകുമെന്ന് പറയുകയും മറിച്ച് ഈ അക്കാഡമിക് ധീരത കാണിക്കുന്നവർ തീസിസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സർഗാത്മക കാലം ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ളതാണ് കാര്യം. ഞാനൊരു കുറെ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ആ സംഗതി നമ്മള് അല്ല, അത് തുടർന്നേ ഈ സിദ്ദീഖ് മാഷ് ഇത് പറഞ്ഞപ്പോൾ വളരെ യാദൃച്ഛികമായിട്ട് ഒരു സംഭവം എനിക്ക് അനുഭവിക്കേണ്ടി വന്നു. ഇന്ന് ഉച്ചയ്ക്ക് അവരല്പം മുമ്പ് പ്രിയപ്പെട്ട ടി പത്മനാഭനോടൊപ്പം അല്പസമയം ചെലവഴിക്കേണ്ടി വന്നു. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു കഥ, ഒരു യുവ ഗവേഷണം നടത്തിയ ഒരു അനുഭവം പറഞ്ഞു. അത് ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കാവുന്ന ദേശ് ഒരു ഹിന്ദുസ്ഥാനി രാഗം എന്ന് പറയുന്ന ഒരു കഥയുണ്ടല്ലോ, പുള്ളിയുടെ ഫേമസ് ആയിട്ടുള്ള ഒരു കഥയാണ്. ഈ കഥ ഗവേഷണത്തിന് തിരഞ്ഞെടുക്കുകയും ഈ കഥയുമായി ബന്ധപ്പെട്ട ഒരു പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഗവേഷകയോട് ഞാനൊരു ഗൈഡാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളിയുടെ പ്രതികരണമാണ് കേട്ടോ. അങ്ങനെ ഗൈഡ് പറഞ്ഞു, ഇതിനകത്തിപ്പോ എന്താ പഠിക്കാനുള്ളത്? നേരത്തെ മാഷോട് ചോദിച്ചോളൂ, ഇതിനകത്തിപ്പോ എന്താ പഠിക്കാനുള്ളത്? അല്ല, അത് ഈ ദേശം എന്തോന്ന് അറിയാമോ, ദേശ് എങ്ങനെയാണ് എന്നൊക്കെ അറിയാമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോ ഈ നിങ്ങൾ അധ്യാപകരെ സംബന്ധിച്ചോളം ഈ കഥ എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ കീറി മുറിച്ച് പഠിക്കാനുള്ള എന്തോ വസ്തുവാണെന്നാണ് നിങ്ങൾ വിചാരിച്ചേക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി തുടങ്ങിയത്. അങ്ങനെ ഈ കുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് ഈ ദേശ് ഹിന്ദുസ്ഥാനി രാഗം എന്ന് പറയുന്ന ഈ കഥയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ വേറൊന്നും ചെയ്തില്ല, ആ ഹിന്ദുസ്ഥാനി രാഗത്തിലുള്ള ഒരു മ്യൂസിക് പ്ലേ ചെയ്ത് കൊടുത്തു. പുള്ളി ബീത്തോവനെ കോട്ട് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അത് സമയക്കുറവുകൊണ്ട് ഞാൻ എഡിറ്റ് ചെയ്യാണ്. ദേശ് കേൾപ്പിച്ചു കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, എന്ത് തോന്നുന്നു? ആ കുട്ടിക്ക് എന്ത് തോന്നുന്നു എന്ന് പറയാൻ പറ്റുന്നില്ല, കാരണം അത് എക്സ്പീരിയൻസ് ചെയ്യുമായിരുന്നു. ഇത് തന്നെയാണ് ആ കഥയുടെ പ്രശ്നം. നിങ്ങൾ അധ്യാപകരെല്ലാം കൂടെ ചേർന്ന് വെറുതെ അതിനെ കീറി മുറിച്ച് വഷളാക്കുകയാണ്. കഥകൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചാടാ, ഇതിപ്പോ നമുക്ക് ഒരു ഡിഫൻസ് പോലും ഇല്ലാതായിപ്പോയില്ല. തിരിച്ചെന്തെങ്കിലും പറഞ്ഞാൽ പപ്പേട്ടനാണ് ഹാൻഡിലിട്ട് കയറാൻ, ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞാലോ എന്ന് വിചാരിച്ചായിരിക്കുമ്പം ഇല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല, പക്ഷെ നിങ്ങൾക്കിത് പറ്റില്ലല്ലോ, നിങ്ങൾക്കിത് പഠിച്ചല്ലേ പറ്റൂ, പഠിപ്പിച്ചല്ലേ പറ്റൂ, അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി അത് അവസാനിപ്പിച്ചത്, ആ സംഭാഷണം അവസാനിപ്പിച്ചത്. അപ്പൊ ഈ പഠനങ്ങളുടെ എല്ലാം പിന്നിലുള്ള വേറൊരു പ്രത്യേകത ഈ അടുത്ത കാലത്ത് ഞാനൊരു പ്രഭാഷണം കേട്ടപ്പോൾ മനസ്സിലായതാണ്. ഈ ഹിമാചൽ പ്രദേശിൽ പഹാഡി എന്ന് പറഞ്ഞൊരു ഭാഷയുണ്ട്. ആ ഭാഷ സംസാരിക്കുന്ന ലക്ഷക്കണക്കിന് പേരുണ്ടെന്നാണ് നമ്മുടെ സർവേ റിപ്പോർട്ട്. പിന്നെ സ്മിത ടീച്ചറിനൊക്കെ അറിയാമായിരിക്കും അതിനെക്കുറിച്ച്. വാസ്തവത്തിൽ ഈ ഗണേഷ് നാരായൺ രവി, ജി എൻ രവി ഒരിക്കൽ സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞതാണ്. ജി എൻ രവി 10-20 വർഷക്കാലമായിട്ട് ഹിമാചൽ പ്രദേശിൽ ജോലി സംബന്ധമായിട്ട് കഴിഞ്ഞ മനുഷ്യനാണ്. ആ പുള്ളി പറയുന്ന അവിടുത്തെ ഒട്ടുമിക്ക സാംസ്കാരിക പരിപാടികളിലൊക്കെ പുള്ളി പോയിട്ടുണ്ടെങ്കിലും ഈ പഹാഡി മാതൃഭാഷയെ സംസാരിക്കുന്ന ഒരാൾ പോലും അയാൾ പരിചയപ്പെട്ടിട്ടില്ലെന്നാണ്. ഹിമാചൽ പ്രദേശ് എന്ന് പറഞ്ഞ ആ സംസ്ഥാനത്തിൽ ഏതാണ്ട് 20-20-നടുത്ത് ജില്ലകളുണ്ട്. ആ ജില്ലകളിൽ ഒരിടത്തും സംസാരിക്കുന്ന കേട്ടിട്ടില്ലെന്നാണ് പറയുന്നത്. പക്ഷേ ഇന്ത്യയുടെ സെൻസസ് റിപ്പോർട്ട് അനുസരിച്ച്, ലാംഗ്വേജ് സെൻസസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ലക്ഷക്കണക്കിന് പേരാണ് പഹാഡി മാതൃഭാഷയായിട്ടുള്ളവര്. അതിന് പഹാഡി ഭാഷയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സെൻസസ് എടുക്കുന്ന ആള് വീട്ടിൽ ചെന്നിട്ട് മാതൃഭാഷ എന്താണെന്ന് ചോദിക്കുന്നു. അവിടുന്ന് ആ പറയുന്ന ആള് പറയുന്നത് കുറിച്ചെടുത്തോണ്ട് വരും. അതിനപ്പുറത്തേക്കൊന്നും പോകുന്നില്ല. ഇതിന്റെ പറയാതെ പറഞ്ഞ കുറെ ഉദാഹരണങ്ങളും കുറെ അനുഭവങ്ങളുമാണ് സിദ്ദീഖ് മാഷ് ഈ പത്മനാഭനെ അദ്ദേഹം തൊട്ടത് കൊണ്ട് എനിക്കുള്ള ഒരു കൗതുകം ഞാൻ പറഞ്ഞു. ഞാനത് കുറച്ച് നാളായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പത്മനാഭന്റെ മഖൻ സിംഗിന്റെ മരണം എന്ന് പറയുന്ന കഥ ആക്ച്വലി അതൊരു നിർമ്മിത ബുദ്ധിയുടെ ഒരുപക്ഷെ ഇന്ത്യൻ ലിറ്ററേച്ചറിലെ തന്നെ ആദ്യത്തെ പ്രഡിക്ഷനാണ് സാധാരണ.
എന്നാണ് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു സംഗതി. അത് ഞാൻ സാന്ദർഭികമായി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതായത് അത് ഞാൻ ഒരിക്കൽ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ വൈഫ് എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഉറങ്ങത്തില്ലല്ലേ? എന്നിട്ട് അയാൾ പറഞ്ഞു, ഉറങ്ങിയാലും ഒരു AI ഉണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാമെന്ന് പുള്ളി പറഞ്ഞപ്പോഴാണ് ഞാനിത് ആലോചിക്കുന്നത് ഈ സംഗതി. അതായത് ഈ കഥയുടെ പേര് മഖൻ സിംഗിന്റെ മരണമെന്ന്. പക്ഷെ അതിൽ മഖൻ സിംഗ് മരിക്കുന്നില്ല. അതിലൊരു സെന്റൻസ് ഉണ്ട്, മഖൻ സിംഗിന്റെ ഓർമ്മകൾ നശിച്ചു, എന്നിട്ട് അയാൾ എവിടെ ഒരു പ്രവാഹത്തിലൂടെ ആ തുരങ്കത്തിലൂടെ കടന്നുപോയി. കുറച്ച് കഴിഞ്ഞ് വണ്ടി നിൽക്കുകയാണ്. ആക്ച്വലി ഇത് വണ്ടിയുടെ തുടക്കം മുതൽ ഈ മഖൻ സിംഗിനോടൊപ്പം ഒരു ന്യൂറൽ നെറ്റ്വർക്ക് പ്രവർത്തിക്കുന്നുണ്ടെന്നും ഈ ന്യൂറൽ നെറ്റ്വർക്ക് ഒരു ഓട്ടോമേറ്റഡ് വെഹിക്കിളിന്റെ ഒരു പ്രൊസീജിയറൽ കോഡായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്നും ആ പ്രവർത്തിക്കുന്ന ഒരു യന്ത്ര മനസ്സ് ഈ മഖൻ സിംഗ് പറയുന്നതിനൊക്കെ അബോധമായി മെമ്മറൈസ് ചെയ്യുന്നുണ്ടെന്നും ഇത് അതിൻ്റെ ഒരു ഡേറ്റ അനാലിസിസ് ആയി പ്രവർത്തിക്കുന്നുണ്ടെന്നും അത് ഈ യന്ത്രത്തിന് ഒരു റോഡ് സെൻസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെന്നും മഖൻ സിംഗ് നിശബ്ദമായ സന്ദർഭത്തിൽ ആ യന്ത്രം പ്രവർത്തിച്ചു എന്ന് വായിക്കാൻ പറ്റുന്ന ഇന്ത്യൻ ചെറുകഥയിലെ തന്നെ അപൂർവമായ കഥകളിൽ ഒരു സാധനമാണ്. ഞാനിപ്പോൾ അത് എഴുതി പൂർത്തിയാക്കിയതേ ഉള്ളൂ. മാഷ പറഞ്ഞപ്പം എനിക്കിങ്ങനെ കൗതുകം തോന്നി. ഓക്കെ, താങ്ക് യു. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു പൂർത്തിയാക്കിയാണ്. പിന്നെ പ്രിയപ്പെട്ട മിഥുനിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഗവേഷണങ്ങൾ, പ്രത്യേകിച്ച് ഭാഷാ ഗവേഷണമായിക്കോട്ടെ, സാഹിത്യ ഗവേഷണമായിക്കോട്ടെ, ഇത്തരത്തിൽ കിട്ടുന്ന ചില നൊട്ടേഷൻസ്, ചില അറിവുകൾ, ചില രേഖകൾ ഒക്കെ കേവല കൗതുകത്തിനപ്പുറത്തേക്ക് ചരിത്രത്തിന്റെ ഒരു വളർച്ചയാണെന്നൊക്കെ നമ്മൾ പ്രഖ്യാപിക്കുകയും അതൊരു തീസിസ് ആയിട്ട്, അതൊരു സിദ്ധാന്തമായി അവതരിപ്പിക്കുകയും ചെയ്യുന്നിടത്താണ് വാസ്തവത്തിൽ നമ്മളൊക്കെ പരാജയപ്പെടുകയോ അവമതിക്കപ്പെടുകയോ ഒക്കെ ചെയ്യുന്നത്. ആ അർത്ഥത്തിൽ നമ്മുടെ ഗവേഷണം കുറച്ചുകൂടി ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്നത് തന്നെയാണ് നമുക്ക് അത്തരം നിരീക്ഷണങ്ങളിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്. ഏതായാലും ഈ സംവാദം തുടരുകയാണ്. നമുക്ക് പ്രിയപ്പെട്ട KS സ്മിത്തിന്റെ വാക്കുകൾ ശ്രദ്ധിക്കാം. നമസ്കാരം. അശോക് സാർ പറഞ്ഞ് തുടങ്ങാം. ഗവേഷണം ജാഗ്രതയോടുകൂടി ചെയ്യേണ്ട ഒന്നാണ്. അക്കാദമിക ഗവേഷണത്തിൽ അല്ലെങ്കിൽ അക്കാദമിക ഗവേഷണത്തിന് കൃത്യമായൊരു ലക്ഷ്യം നമ്മുടെ രാജ്യത്തുണ്ട്. അത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കൃത്യമായി നിർവചിച്ചു വെച്ചിട്ടുണ്ട്. സമൂഹത്തിനും നാടിനും രാജ്യത്തിനെല്ലാം ഗുണപരമായി അല്ലെങ്കിൽ ഗുണമുണ്ടാക്കുന്ന ഒന്നാണ് ഗവേഷണം. സാഹിത്യ ഭാഷാ ഗവേഷണങ്ങൾ എങ്ങനെയാണ് നമുക്ക് ഒരു സയൻസിലെ ഒരു റിസർച്ച് എങ്ങനെയാണോ സമൂഹത്തിന് ഇത്ര പെട്ടെന്ന് ഗുണമുണ്ടാക്കുന്നത്, അതേപോലെ നമ്മുടെ ഗവേഷണങ്ങൾ എങ്ങനെയാണ് ഗുണമുണ്ടാക്കുന്നത്. നമ്മുടെ ഗവേഷണത്തിനും അതിന് സാധിക്കും. പക്ഷേ പലപ്പോഴും നമ്മുടെ ഗവേഷണ പദ്ധതികൾ അല്ലെങ്കിൽ ഗവേഷകന്റെയോ ഗവേഷകയുടെയോ എല്ലാം ചിന്തകൾ ചിലപ്പോഴെങ്കിലും അതിൽ നിന്ന് തെന്നി മാറാറുണ്ട്. അതെനിക്ക് തോന്നുന്നത്, എൻ്റെ ചില അനുഭവങ്ങളിൽ നിന്ന് പറയാണ്, എനിക്ക് പലപ്പോഴായിട്ട് തോന്നുന്ന ഒരു കാര്യം, ഗവേഷണത്തിലേക്ക് ഇറങ്ങി അതിൻ്റെ വഴിക്ക് ഇങ്ങനെ നീന്തുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പ്രധാന വെല്ലുവിളി, അല്ലെങ്കിൽ ഗവേഷണത്തിന് മുന്നേ തന്നെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, വിഷയത്തിന്റെ അല്ലെങ്കിൽ തലക്കെട്ട് എങ്ങനെ സ്വീകരിക്കണം എന്നതിനെ മുൻനിർത്തിയിട്ടാണ്. ഇതിനോടനുബന്ധിച്ചൊരു ചെറിയൊരു അനുഭവം കൂടി പറയാം. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ചരിത്രത്തിൽ PhD നേടുന്ന ആ ഓപ്പൺ ഡിഫൻസിൽ വെച്ച് അവിടെയുള്ള സ്കോളർ പറഞ്ഞൊരു കാര്യം, അവരുടെ വിഷയം ഇതായിരുന്നു: ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ബൊട്ടാണിക്കൽ ഗാർഡന്റെ അതുമായി ബന്ധപ്പെട്ടൊരു വിഷയമായിരുന്നു. തലക്കെട്ട് കൃത്യം ഓർക്കുന്നില്ല. പക്ഷേ വിഷയമെടുത്ത് നിരന്തരം അതിനുവേണ്ടി പോകേണ്ടി വരുന്ന സമയത്താണ് അതിന്റെ ആ വിഷയത്തിന്റെ ചെറിയൊരു പ്രശ്നം മനസ്സിലാക്കിയത്. കാരണം ബ്രിട്ടീഷുകാർ എത്രയോ സ്ഥലങ്ങളിൽ അവര് കോളനി ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ എല്ലാം അവരുടെ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ടെല്ലാം ബൊട്ടാണിക്കൽ ഗാർഡനും മറ്റു ഗാർഡനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ എല്ലാം പോകേണ്ട ഒരു സ്ഥിതിവിശേഷം ആ കുട്ടിക്ക് ഉണ്ടാവുകയും ഒരുപാട് എക്സ്പെൻസ് ആവുകയും അതേപോലെ തന്നെ ഗവേഷണ കാലയളവ് കുറച്ച് നീളുകയും ചെയ്യുകയുണ്ടായി. ഇത് പക്ഷെ അവർക്ക് സാമ്പത്തിക നിലയും സാമ്പത്തിക ഭദ്രതയുള്ളത് കൊണ്ട് അവരത് പൂർത്തീകരിച്ചു. നമ്മുടെ ഗവേഷണവും പലപ്പോഴെങ്കിലും
തലക്കെട്ട് ഇന്നതെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് വിഷയത്തിൽ നിന്ന് പലപ്പോഴായി നമ്മൾ ഒന്ന് വ്യതിചലിച്ച് പുറത്തേക്ക് പോവുകയോ അല്ലെങ്കിൽ ഇത്ര മതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഗവേഷണ ലക്ഷ്യം നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ കയ്യിലേക്ക് ഒതുക്കുകയോ ചെയ്യാറുണ്ട്. അപ്പൊ ഗവേഷണത്തിന്റെ ലക്ഷ്യം നേടണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ഗവേഷണ വിഷയത്തിലേക്ക് നമ്മൾ കടക്കേണ്ടതുണ്ട്. ആ വിഷയത്തിലേക്ക് എത്തിച്ചേരുന്നത് അത് ഇതുവരെയും നമ്മൾ ആർജിച്ച സാമൂഹ്യ സാഹിത്യ അല്ലെങ്കിൽ സാംസ്കാരിക ജ്ഞാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിവിന്റെ പ്രോഡക്റ്റ് എന്ന രീതിയിലാണ് ആ വിഷയത്തിലേക്ക് നമ്മൾ എത്തുക. പക്ഷേ പലപ്പോഴും നമ്മുടെ ഗവേഷകരുടെ വിഷയനിർണ്ണയവും ചിലപ്പോൾ തലക്കെട്ട് നിർണ്ണയമൊക്കെ 1 മണിക്കൂർ കൊണ്ടോ 2-3 ദിവസം കൊണ്ടോ ഉണ്ടാക്കുന്നത് കൊണ്ടായിരിക്കാം ആ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാകുന്നത്. ഇത് അതേപോലെ തന്നെ ഒരു കാര്യം കൂടി പറയുന്നു. ഗവേഷണത്തിലേക്ക് വന്നതിന് ശേഷം ഈ സൈദ്ധാന്തിക ചർച്ച സിദ്ദിഖ് സാദ് പറയണ്ടായി. സൈദ്ധാന്തിക ചർച്ചയുമായി ബന്ധം ഏത് സിദ്ധാന്തം എടുക്കണം, എങ്ങനെ ഉണ്ടാക്കണം, എങ്ങനെയാണ് അത് ചെയ്യുക എന്ന് നമ്മളുടെ ഗവേഷകർക്കിടയിൽ പലപ്പോഴും പല ചിന്തകൾ ഉണ്ടാകാറുണ്ട്. പല അധ്യാപകരും അതിന്റെ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ടാവും, കുട്ടികളുമായുള്ള സംവാദത്തിന്റെ ഭാഗമായിട്ടല്ല. പക്ഷേ നമ്മുടെ ഗവേഷകർക്ക് താനൊരു ഗവേഷകനാണെന്നും അല്ലെങ്കിൽ ഗവേഷകയാണെന്നും തനിക്കൊരു പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ഒരു സിദ്ധാന്തത്തെ സ്വീകരിക്കാനും അതിൽ നിന്ന് ഒരു പുതിയൊരു സിദ്ധാന്തത്തെ ഉണ്ടാക്കാനും ഒരു പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ള ഒരു ശക്തി തിരിച്ചറിയാനുള്ള ശേഷി പലപ്പോഴും ഇല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇപ്പോ ഗോത്ര വിഭാഗങ്ങളെ കുറിച്ചുള്ള ഒരു പഠനത്തിൽ ഇപ്പൊ ഗോത്ര വിഭാഗക്കാർ എഴുതി അവരുടെ ഭാഷയിൽ എഴുതിയ സാഹിത്യകൃതികളെ നമ്മൾ പഠിക്കുകയാണെന്ന് കരുതുക. അതിപ്പോ പലപ്പോഴും ചില ആളുകളൊക്കെ ഫെമിനിസ്റ്റ് നിരീക്ഷണങ്ങൾ വെച്ചിട്ടൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലെ കുറിച്ചരുടെയും പണിയരുടെയും എല്ലാം സാഹിത്യകൃതികൾ പരിശോധിക്കുമ്പോൾ അത് നമ്മുടെ നാടിൻ്റെതായിട്ടുള്ള സാംസ്കാരിക പാരമ്പര്യത്തെ സസൂക്ഷ്മം വിശകലനം ചെയ്താൽ മാത്രമേ നമുക്ക് അതിലേക്ക് എത്തിച്ചേരാനായിട്ട് കഴിയുള്ളൂ. അല്ലാതെ വേറൊരു പുറമേ നിന്നുള്ള ഒരു സൈദ്ധാന്തിക അടിത്തറ ഉപയോഗിച്ചുകൊണ്ട് അതിനെ സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും ആ ഗവേഷണ ലക്ഷ്യം നമുക്ക് കൈവരിക്കാൻ കഴിയാതെ വരും. അത് പറയാൻ കാരണം മെയിൻലാൻഡിലെ സ്ത്രീയുടെ അവസ്ഥയല്ല ഗോത്ര വിഭാഗങ്ങളിലെ സ്ത്രീയുടെ അവസ്ഥ. അവരുടെ കാഴ്ചപ്പാട് വേറെയാണ്, അവരുടെ സാംസ്കാരിക ചിന്തകൾ വേറെയാണ്. നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഒരു സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് അവരെയും അളക്കാനായി ശ്രമിക്കുന്നു. ഇവിടെ ആ സിദ്ധാന്തത്തിന്റെ പോരായ്മയല്ല പറഞ്ഞു വരുന്നത്. സിദ്ധാന്തം ഒരു വഴികാട്ടിയാണ്. അതിൽ നിന്നുകൊണ്ട് നമുക്കൊരു പുതിയൊരു സിദ്ധാന്തത്തെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെങ്കിൽ അവിടെ നമുക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെയാണ് ഗവേഷണം മുന്നോട്ട് പോകേണ്ടത്. ഞാനിത് പറയാൻ കാരണം ഇപ്പോ PG വിദ്യാർത്ഥികളെല്ലാം പുതിയ വിഷയമായി വരുമ്പോൾ അവര് പലപ്പോഴും ഇങ്ങനെയൊരു സംശയം, ഞങ്ങൾ ഇത് എടുക്കട്ടെ അല്ലെങ്കിൽ ഇതെടുത്താൽ കുറച്ചുകൂടി നന്നാവുമല്ലോ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഒരു പൂർണ്ണ സ്വതന്ത്രരാണ് എന്ന് പറയുമ്പോൾ അതിനൊരു കെൽപ്പ്, എനിക്കതിന് ശക്തിയുണ്ടോ എന്നൊരു തോന്നൽ PG വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല ഗവേഷക വിദ്യാർത്ഥികൾക്ക് പോലും ഉണ്ട്. അതെവിടെയാണ് എവിടെയാണ് പാളിച്ച? നമ്മുടെ PGയുടെ സിലബസ് ആണോ, ഡിഗ്രിയുടെ സിലബസ് ആണോ, നമ്മൾ പഠിപ്പിക്കുന്നതിന്റെ പ്രശ്നമാണോ? എവിടെയാണ് ആ ഗവേഷണത്തില് ഒരു ചോദ്യചിഹ്നം കുട്ടികളുടെ മുന്നിൽ ഉണ്ടാകുന്നത്? നേരെ മറിച്ച് സയൻസിലായൊരു പ്രശ്നമില്ല, അത് വേറെ ഒരു സ്ട്രീമാണ്. എങ്കിൽ പോലും നമുക്ക് കുറച്ചുകൂടി സ്വാതന്ത്ര്യമുണ്ട് ഇതിലേക്ക് പോകാനുള്ളത്. അപ്പൊ നമ്മൾ എന്തുകൊണ്ട് അവിടെ അത് ചെയ്യുന്നില്ല എന്നൊരു കാര്യം. പിന്നെ നമ്മുടെ ഗവേഷണ പദ്ധതികളെല്ലാം അല്ലെങ്കിൽ സാഹിത്യ ഗവേഷണങ്ങളെല്ലാം പുതിയ നവീന സാഹിത്യകൃതികളെ മുൻനിർത്തി ചെയ്യുമ്പോൾ സംസ്കാര പഠനത്തിന്റെയും പുതിയ സിദ്ധാന്തങ്ങളൊക്കെ നമ്മൾ വെച്ച് ചെയ്യുന്നു. ഇതെല്ലാം എങ്ങനെയാണ് സമൂഹത്തിന് ഗുണമുണ്ടാകുന്നത്? സമൂഹത്തിന് നേരൊരു ഗുണമുണ്ടാക്കാൻ പെട്ടെന്ന് പറ്റുന്നില്ല. പക്ഷേ അതിനുള്ള സർക്കാർ സംവിധാനങ്ങൾ നമുക്കിപ്പോ ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഒരു ഭാഷാ നയമോ സാഹിത്യ നയങ്ങളോ ഒന്നും നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്ക് ഒന്നുമില്ല. നമ്മൾ ഗവേഷണം ചെയ്യുന്നു, അതിന്റെ ഓപ്പൺ ഡിഫൻസ് മറ്റും കഴിഞ്ഞാൽ തീസിസ് ശോധകങ്കയിലോ അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി ലൈബ്രറിയിലോ ഇരിക്കുന്നതല്ലാതെ വേറെ അതിന്റെ അറിവിനെ വിനിമയം ചെയ്യുന്ന പല പോരായ്മകൾ നമുക്കുണ്ട്. അപ്പോ ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് പുതിയ സിദ്ധാന്തങ്ങൾ എന്തുമായിക്കോട്ടെ, സാഹിത്യകൃതികളെ പാഠവിശകലനം ചെയ്യുകയോ ഏത് ഗവേഷണ രീതിയിലൂടെ ചെയ്യുമ്പോൾ അവിടെ
ആ കാലഘട്ടം, ആ സാഹിത്യം എഴുതപ്പെട്ട കാലഘട്ടം, അതിന്റെ ചരിത്രം, സംസ്കാരം, കേരളത്തിൽ മാത്രമല്ല അത് ചുറ്റും വരുന്ന ഏതൊക്കെ സാംസ്കാരിക പരിസരങ്ങൾ വരുന്നുണ്ടോ അതിനെല്ലാം പഠിക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി ഗവേഷകന് അല്ലെങ്കിൽ ഗവേഷകയ്ക്കുണ്ട്. അത് നമ്മൾ മീൻസ് പൊതുവെ പലരും അത് ചെയ്യാറില്ല. ആ ടെക്സ്റ്റിൽ അല്ലെങ്കിൽ ടെക്സ്റ്റലായിട്ട് അല്ലെങ്കിൽ ടെക്സ്റ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ഗവേഷണ പദ്ധതിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭാസ്കരൻ സാറിന്റെ 19ാം നൂറ്റാണ്ട് കേരളം എന്ന് പറയുന്ന, എല്ലാവരും വായിച്ചിട്ടുണ്ടാവും പുസ്തകം. ആ പുസ്തകത്തില് അതിന്റെ ആമുഖമായിട്ട് ലീലാവതിച്ചർ പറയുന്നുണ്ട്, ഇതിൽ ഓരോ അധ്യായങ്ങളും ഒരു PhD ഗവേഷണത്തിന് തുല്യമായി വെക്കാവുന്ന ഒന്നാണ്. അത്രമാത്രം സമൂഹത്തെയും സംസ്കാരത്തെയും പാരമ്പര്യത്തെയും എല്ലാം നമുക്ക് വേർതിരിച്ചെടുക്കാൻ കഴിയാത്ത രീതിയിൽ അതിൽ വിശകലനം ചെയ്തിരിക്കുന്നത്. ഇതേപോലെ തന്നെയുള്ള ഒന്ന് തന്നെയാണ് സാഹിത്യം എന്നുകൂടി മനസ്സിലാക്കുക. പക്ഷെ നമ്മുടെ സാഹിത്യ ഗവേഷണങ്ങൾ ഒരിക്കലും ഈ പറയുന്ന ചരിത്രത്തെയോ സംസ്കാരത്തെയോ മറ്റൊന്നും അധികം ഉപയോഗിക്കാതെ, അതിന് തൊടാതെ വേറൊരു രീതിയിൽ നമ്മുടേതായിട്ടുള്ള ഒരു വാസസ്ഥലത്തിലൂടെ പോകുന്നതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അത് മാത്രമല്ല, ഭാഷാശാസ്ത്രത്തിന്റെ ഗവേഷണങ്ങൾ ഇവിടെ സ്മിത ടീച്ചറെല്ലാം ഉണ്ട്. ഒരു ഭാഷാശാസ്ത്രജ്ഞന്റെ അല്ലെങ്കിൽ ഭാഷാശാസ്ത്രം പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ മാത്രം ഉത്തരവാദിത്തമാണോ ഭാഷാ ഗവേഷണം ചെയ്യാന്നുള്ളത്? നമ്മൾ MA മലയാളം ആൻഡ് ലിറ്ററേച്ചർ പഠിക്കുന്ന അല്ലെങ്കിൽ ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ പഠിക്കുന്ന വിദ്യാർത്ഥികൾ കൂടി അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതുണ്ട്. ഭാഷാശാസ്ത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കുറച്ചുകൂടി ടെക്നോളജിയും മറ്റ് നൈപുണ്യത കൂടുതൽ ഉണ്ടായിരിക്കാം. പക്ഷെ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഒരു പക്ഷേ സാഹിത്യം പഠിച്ച, ചരിത്രം പഠിച്ച, സംസ്കാരം കൂടുതലായിട്ട് പഠിച്ച കുട്ടികൾക്ക് കൂടി സാധിക്കും. അവിടെയും നമ്മുടെ സിലബസിന്റെ ഒരു അപര്യാപ്തത വരുന്നു. പക്ഷെ നമ്മുടെ ഗവേഷക വിദ്യാർത്ഥികൾ കൂടുതലും സാഹിത്യത്തിലേക്ക് മാത്രം ചുരുങ്ങുന്നു. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം, ഭാഷാ ഗവേഷണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഭാഷാശാസ്ത്ര വിദ്യാർത്ഥികളിലേക്ക് മാത്രം നമ്മൾ ഒതുക്കി വെക്കുന്ന ഒരു സംഗതി കൂടിയുണ്ട്. അത് നമ്മുടെ ഭാഷാ നയത്തിന്റെ പ്രശ്നമാണ്. ഞാനത് പറയാൻ കാരണം, ബാസ്ക് ലാംഗ്വേജ് നമുക്കെല്ലാം അറിയാവുന്നതാണ്. ബാസ്ക് ലാംഗ്വേജ് ഒരു ഐസൊലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ്. മറ്റ് യൂറോപ്യൻ ലാംഗ്വേജിനായി ബന്ധമൊന്നുമില്ലാത്ത ഒറ്റപ്പെട്ടു നിൽക്കുന്ന ബാസ്ക് ലാംഗ്വേജ്. ഇപ്പോൾ വാട്സപ്പ് തുടങ്ങിയ നവീന മാധ്യമങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയെല്ലാം വരുന്ന സമയത്ത് ബാസ്കിലെ ആളുകൾക്കിടയിൽ വാട്സപ്പിലൂടെ ഇംഗ്ലീഷ് കടന്നു വന്നു. അപ്പൊ അവിടെ നടത്തിയ ഒരു പദ്ധതിയാണ് ലാംഗ്വേജ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അതൊരു ഈ പറയുന്ന ഗവേഷണത്തിന്റെ ഭാഗമായിട്ട് ചെയ്ത ഒരു സംഗതിയാണ് ലാംഗ്വേജ് ഒബ്സർവേഷൻ. അവർ ചെയ്തത് ഈ ഭാഷ സംസാരിക്കുന്നവരുടെ ഇടയിലേക്ക് വിദ്യാർത്ഥികളെ വിടുകയും സ്വാഭാവികമായുള്ള വ്യവഹാരത്തിൽ ബാസ്കിന് പകരം എത്രമാത്രം ഇംഗ്ലീഷിന്റെ ഇൻഫ്ലുവൻസ് വന്നു, അതിലൂടെ വാട്സപ്പിലൂടെ ഇംഗ്ലീഷിന്റെ ഒരു ഡിഫ്യൂഷൻ അവിടെ നടക്കുകയും അത് അവരുടെ സംസ്കാരത്തെ ചിലപ്പോ ഒരു റീകൺസ്ട്രക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്യുകയുണ്ടായി. അതിനുശേഷം ബാസ്ക് ലാംഗ്വേജ് വാട്സപ്പിൽ കൊണ്ടുവരികയും ചെയ്തു. ഇത് നമ്മുടെ നാട്ടിലും നമ്മൾ പക്ഷേ ആ ഒരു കാര്യം പറഞ്ഞാൽ തന്നെ ഭാഷാ മൗലികവാദികളായി മുദ്രകുത്തപ്പെടും. നമ്മൾ കുറച്ചുകൂടി തുറന്ന മനസ്സുള്ളവരാണ്, എല്ലാ ഭാഷകളെയും സ്വീകരിക്കണം, ഒക്കെ ശരി തന്നെയാണ്. ഞാനിത് ഇപ്പോ കുറച്ചുകൂടി ഉറപ്പിച്ച് പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് മലയാളത്തിലല്ല സൗത്ത് ഇന്ത്യയിലെ ട്രൈ ജംഗ്ഷൻ, അതായത് 3 സംസ്ഥാനങ്ങൾ കൂടിച്ചേരുന്ന വയനാട്, നീലഗിരി ജില്ല, ചാമരാജനഗർ ജില്ല, ഈ 3 ജില്ലകളിലെയും ആളുകളുടെ വ്യക്തിനാമങ്ങളെ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പേഴ്സണൽ നൗൺസ് അതിനെക്കുറിച്ച് പഠിക്കുന്നതിന്റെ ഭാഗമായി ഈ കഴിഞ്ഞൊരു വർഷക്കാലം അവരുടെ ഇടയിലേക്ക്, ആദിവാസികളുടെ ഇടയിലേക്കും മെയിൻലാൻഡിലെ ആളുകളുടെ ഇടയിലേക്കൊക്കെ പോകുമ്പോൾ മനസ്സിലാക്കാൻ പറ്റിയ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു 60 വയസ്സിന് മുകളിലുള്ള ഗോത്ര വിഭാഗത്തിലെ ആളുകളുടെ പേരുകൾ ദ്രാവിഡ പേരുകളും ബാക്കി കാലക്രമേണ അവരുടെ പേരുകൾ സംസ്കൃതീകരിക്കുന്ന ഒരു രീതി നമുക്ക് കാണാൻ പറ്റും. അത് എനിക്ക് പണിയ ഭാഷയിൽ എനിക്ക് രസകരമായ ഒരു അനുഭവം ഉണ്ടായി. ഒരു 60 വയസ്സായ അതിനുമേലെ ആ വയസ്സുണ്ട്. അവരുടെ വീട്ടിലേക്ക് നമ്മൾ ക്രിസ്ത്യറായിട്ട് ചെല്ലുമ്പോൾ അവരുടെ പേര് ചോദിച്ചു. പക്ഷെ അവിടുത്തെ പേരക്കുട്ടികളാണ് പേര് പറയാനൊരു മടിയോടുകൂടി എൻ്റെ അമ്മമ്മയുടെ പേര്
പാറ്റ എന്നാണ്, പാറ്റ. അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ പേര് പറയുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഭയങ്കര ഒരു ഹെസിറ്റേഷൻ ഉണ്ട്. അപ്പൊ അമ്മൂമ്മയ്ക്ക് കുഴപ്പമില്ല, എന്റെ പേര് പാറ്റ. അപ്പൊ എനിക്കൊരു പാറ്റ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു എന്താ തോന്നി, ഞാൻ ചോദിച്ചു എന്താ ഇതിന്റെ അർത്ഥം എന്താണ്? പാറ്റ. പാറ്റ എന്ന് പറഞ്ഞാൽ ശലഭം, അത്രയേ ഉള്ളൂ. അവരുടെ ഭാഷയിൽ പാറ്റ എന്ന് പറഞ്ഞാൽ പൂമ്പാറ്റയിലെ പാറ്റയാണ്. പക്ഷേ നമുക്ക് അത് കോക്രോച്ച് എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുക. ഓക്കെ, നമ്മളത് ശലഭ എന്നൊക്കെ പേരിലൊക്കെ സംസ്കൃതീകരിച്ച് പറയുമ്പോൾ കുറച്ചുകൂടി ഗരിമയോട് കൂടി ഇത് ഉപയോഗിക്കുകയും ചെയ്യും. ഈ ഡിഫ്യൂഷൻ ദ്രാവിഡമായിട്ടുള്ള പല ആളുകളുടെയും പേരുകൾ, ഇപ്പൊ ഇവിടുത്തെ പല ആളുകളുടെയും പേര്, ഉദാഹരണമായിട്ട് ഞാൻ ഒരു ഈഴവ കുടുംബത്തിലെ പേരുകൾ പരിശോധിക്കുകയുണ്ടായി. അപ്പോ ഒരു 70-80 വയസ്സിന് മേലുള്ള ഒരാളുടെ പേര് ചാത്തൻ, അവരുടെ അമ്മയുടെ പേര് കാളി, അവരുടെ അമ്മയുടെ പേര് പച്ചക്കാളി, അംബുജാക്ഷി. ഏറ്റവും ലാസ്റ്റ് ചാത്തന്റെ മകളുടെ പേര് അംബുജാക്ഷി, അംബുജാക്ഷിയുടെ മകളുടെ പേര് പ്രമീള. ഓക്കെ, ആ ട്രാൻസ്ഫോർമേഷൻ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഇങ്ങനെയുള്ള ഈ ഭാഷാപരമായ മാറ്റങ്ങൾ കൂടി നമ്മൾ പഠിക്കേണ്ടതല്ലേ? നമ്മൾ സാഹിത്യ അല്ലെങ്കിൽ ഭാഷാ ഗവേഷണത്തില് പതിരെന്ന് പറയാൻ കഴിയുന്ന പല കാര്യങ്ങളും മലയാള സാഹിത്യവും ഭാഷയും പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഭാഷയ്ക്ക് കൂടി കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. കൂടാതെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സംഘം ലിറ്ററേച്ചർ നമ്മുടേതാണെന്ന് നമ്മൾ പറയുന്നു, തമിഴർ പറയുന്നു അവരുടേതാണെന്ന് പറയുന്നു. നമുക്കറിയാം, നമ്മുടേതാണെന്ന് പറഞ്ഞിട്ടും കേരള യൂണിവേഴ്സിറ്റി തോന്നുന്നു കുറച്ച് പാഠ്യഭാഗങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ പല യൂണിവേഴ്സിറ്റിയും കുറച്ച് ഭാഗങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ എവിടെയെങ്കിലും ഒരു സംഘകാല കൃതി അതിന്റെ യഥാർത്ഥ ടെക്സ്റ്റിൽ ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്ത് നമ്മൾ പഠിക്കുകയോ അതിനു മുൻനിർത്തി മലയാളികളായിട്ടുള്ള ആളുകൾ ഗവേഷണം ചെയ്യുകയോ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയമാണ്. നമ്മളുടെ ഗവേഷണത്തിന്റെ ഒരു പരിമിതിയായിട്ട് പലപ്പോഴും എനിക്കത് നമ്മൾ പുതിയ വിഷയങ്ങളിലേക്ക് മാത്രം പോകുന്നു എന്നെനിക്ക് തോന്നുന്നു. കാരണം പുറനാനൂറുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയൊരു പഠനം ചെയ്യുന്ന സമയത്ത് പുറനാനൂറിലുള്ള ഭാഷാ വൈവിധ്യങ്ങൾ, മലയാള ഭാഷയുടെ വൈവിധ്യങ്ങൾ, കേരള സംസ്കാരത്തിന്റെ സൂചനകൾ, സ്ത്രീകളുടെ പ്രശ്നങ്ങൾ, നമ്മൾ വിചാരിക്കും സംഘകാലഘട്ടത്തിലും സ്ത്രീകൾക്ക് എന്താണ് വലിയ സ്വാതന്ത്ര്യമൊന്നും ഉണ്ടായിരുന്നില്ല. മുരുകൻ കോവിലിൽ അവർക്ക് ആർത്തവമാണെന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പുറനാനൂറിലും പരാമർശമുണ്ട്. നമ്മൾ കേരള ചരിത്രം പഠിപ്പിക്കുമ്പോഴൊക്കെ സംഘകാല ചരിത്രം കേരള ചരിത്രത്തിന്റെ ഭാഗമാണെന്ന് പഠിക്കുന്നു, പക്ഷെ അത് ഗവേഷണം ചെയ്യുന്നില്ല. അതേപോലെ തന്നെ ഭാഷ നമ്മൾ പഠിക്കുന്നു, ഭാഷാശാസ്ത്രം പഠിക്കുന്നു, പക്ഷെ ഭാഷാ ഗവേഷണത്തിലേക്ക് നമ്മൾ വളരെ തിരിയുകയാണെന്ന് തന്നെ വളരെ കുറച്ച് പേർ മാത്രമേ അങ്ങോട്ട് പോകുന്നുള്ളൂ. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മുടെ സിലബസിന്റെ പ്രശ്നമാണോ, ഇനി നമ്മുടെ പഠിപ്പിക്കുന്നതിന്റെ പ്രശ്നമാണോ, നമ്മൾക്ക് മേൽ സൈദ്ധാന്തിക ലോകം അല്ലെങ്കിൽ ഗവേഷണത്തിന്റെ വേറൊരു ലോകം ആധിപത്യം ഉറപ്പിച്ചതിൻ്റെതാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. സാഹിത്യ ഗവേഷണവും ഭാഷാ ഗവേഷണവും പരസ്പരം പൂരകമാണെന്നോ പരസ്പര ബന്ധമാണെന്നുള്ള ചിന്തയാണ് നമുക്ക് വേണ്ടത്. ഭാഷാശാസ്ത്രവും ഒഴിവാക്കേണ്ട ഒന്നല്ല. നമ്മുടെ സിലബസുകൾ ആ രീതിയിൽ പരിഷ്കരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ ഈ സാഹിത്യ ഭാഷാ ഗവേഷണങ്ങൾക്ക് ഒരു ലക്ഷ്യം, ഗുണപരമായ ലക്ഷ്യം നമുക്ക് കൈവരിക്കാനായിട്ട് കഴിയുകയുള്ളൂ. ഒരു ആദ്യ ഘട്ടം എന്ന നിലയ്ക്ക് രണ്ടുപേരും സംസാരിച്ചു കഴിഞ്ഞു. വാസ്തവത്തിൽ മിഥുൻ മാഷ് മുന്നോട്ട് വെച്ച ഒരു ആശങ്ക, നമ്മുടെ ക്ലാസ് മുറികളിൽ അറിവ് നിർമ്മാണം നടക്കുന്നത് അല്ലെങ്കിൽ അറിവ് നിർമ്മാണം നേരായ വിധത്തിലേക്കാണോ നടക്കുന്നത്, അല്ലെങ്കിൽ അറിവ് നിർമ്മാണത്തിനപ്പുറത്തേക്ക് ഒരു വിജ്ഞാന നിർമ്മിതിയിലേക്ക് നമ്മൾ പോകേണ്ടതില്ലേ? വിജ്ഞാന നിർമ്മിതിയല്ലേ വാസ്തവത്തിൽ ഒരു സൈദ്ധാന്തിക തലത്തിലേക്കൊക്കെ അല്ലെങ്കിൽ ഗവേഷണ പന്ഥാവിലേക്കൊക്കെ വിദ്യാർത്ഥികൾ നയിക്കുന്നത് എന്നൊരു ആശങ്ക, ഒരു ആലോചനയാണ് മുന്നോട്ട് വെച്ചത്. വാസ്തവത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് എനിക്കൊരു ചെറിയ കാര്യം പറയാനുള്ളത്, ഈ അറിവും ജ്ഞാനവും തമ്മിലുള്ള ഒരു വ്യത്യാസമുണ്ട്. അതായത് നോളജ്, വിസ്ഡം, ഈ രണ്ട് ടേമുകൾ നമ്മൾ സാധാരണഗതിയിൽ
ഇത് രണ്ടിനെയും അറിവെന്ന് അല്ലെങ്കിൽ ജ്ഞാനം എന്നൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പര്യായപദങ്ങളൊക്കെ പോലെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഈ അറിവ് നിർമ്മിതിയും ജ്ഞാന നിർമ്മിതിയും അത് രണ്ടും രണ്ട് തരത്തിലാണ്. വാസ്തവത്തിൽ ഈ ക്ലാസ് മുറികളിലൊക്കെ അറിവ് നിർമ്മാണം തന്നെ റിപ്പീറ്റ് അടിച്ച് നടക്കുന്നത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ നമ്മൾ യഥാർത്ഥത്തിലുള്ള ഒരു ജ്ഞാന നിർമ്മിതിയിലേക്ക്, വിശുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടിലേക്ക്, അങ്ങനെ ഒരു നോട്ടം എത്താതെ പോകുന്നത് ഒരു വിഷയം അതുകൊണ്ടായിരിക്കാമെന്ന് എനിക്ക് തോന്നുകയാണ്. ഇത് രണ്ടും വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം, അപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. അതായത് അറിവ് എന്ന് പറയുന്നത് നമുക്കൊരു കടലാസിൽ അച്ചടിച്ച് വെച്ചിരിക്കുന്ന മാപ്പിനെ പോലെയാണെന്ന് കരുതാം. അറിവെന്ന് പറയുന്ന ഒരു വേൾഡ് മാപ്പ് അല്ലെങ്കിൽ ഇന്ത്യയുടെ മാപ്പ് അല്ലെങ്കിൽ കേരളത്തിന്റെ മാപ്പ്, ഒരു മാപ്പ്. ആ മാപ്പ് കണ്ടാൽ അതിനകത്ത് കുറെ അതിരുകളുണ്ട്, അടയാളങ്ങളുണ്ട്, അതിനകത്ത് നദികൾ, റോഡ്, റെയില് ഒക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഉള്ള ഇൻഫർമേഷനുകൾ, അറിവുകളെല്ലാം നിറച്ചു വെച്ചേക്കുന്ന ഒരു രൂപരേഖയെ നമുക്ക് വേണമെങ്കിൽ അറിവ്, നോളജ് എന്ന് പറയാം. പക്ഷെ ഇതിന്റെ ഒരു ജോഗ്രഫിക്കൽ ആയിട്ടുള്ള ശരിക്കുള്ള സ്ഥലമാണ് അല്ലെങ്കിൽ ശരിക്കുള്ള ഒരു അവസ്ഥയാണ് വാസ്തവത്തിൽ വിജ്ഞാനം എന്ന് പറയാൻ പറ്റുന്നത്, അല്ലെങ്കിൽ വിസ്ഡം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്നത്. അപ്പൊ ആ അർത്ഥത്തിലേക്ക് ഈ അറിവ് തന്നെ ഇങ്ങനെ നിർമ്മിച്ചു കൊണ്ടിരിക്കുകയും അറിവിനെ പുനർനിർമ്മിക്കാൻ പോലും മെനക്കെടാതിരിക്കുകയും ചെയ്യുന്ന ക്ലാസ് മുറികളെ സംബന്ധിച്ചിടത്തോളം ഒരു വിസ്ഡത്തിലേക്ക്, വിജ്ഞാനത്തിലേക്ക് ഉള്ള ഒരു നോട്ടം വായിക്കാൻ ഒരു പക്ഷേ ആ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു താല്പര്യത്തിലേക്ക്, ഒരു ഗവേഷണത്തിന്റെ വേറൊരു തരം താല്പര്യത്തിലേക്ക് എത്തിച്ചേരാൻ ഒരുപക്ഷെ ഗവേഷകർക്ക് സാധിക്കാതെ പോകുന്നത് അതുകൊണ്ടായിരിക്കാമെന്ന് തോന്നുന്നു. അത് മാത്രമല്ല, ഇപ്പൊ ഗവേഷകർ തന്നെ, PhD ചെയ്യുന്നവർ തന്നെ അല്ലെങ്കിൽ PhD ചെയ്തവർ തന്നെ എന്താണ് തീസിസ്, എന്താണ് നിങ്ങളുടെ തീസിസ് എന്ന് ചോദിച്ചാൽ തീസിസിന്റെ ടൈറ്റിൽ പറയുന്ന എത്രയോ പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. കുറെ ഇന്റർവ്യൂവിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് എന്താ തീസിസ് എന്ന് ചോദിച്ചാൽ തീസിസിന്റെ ടൈറ്റിലാണ് പറയുന്നത്. എന്താണ് നിങ്ങളുടെ സിദ്ധാന്തം, നിങ്ങൾ എന്ത് സിദ്ധാന്തമാണ് കണ്ടെത്തിയത്, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് സിദ്ധാന്തമാണ് അവതരിപ്പിച്ചതെന്നാണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്തു വെച്ചത് ഒരു സിദ്ധാന്തമാണ് എന്ന് പോലും PhDക്ക് ശേഷവും മനസ്സിലാവാത്ത PhD സ്കോളേഴ്സ് ജീവിച്ചിരിക്കുന്ന ഒരു കാലത്താണ് ഞാൻ നിങ്ങളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്ത് തീസിസ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ആ ഒരു ജ്ഞാനത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഇത് അറിവിൽ നിന്നുള്ള ഒരു കെട്ട് പൊട്ടിച്ചിട്ട് അതിന്റെ അപ്പുറത്തേക്ക് പോകണം. ഞാൻ ആമുഖമായി പറഞ്ഞ കുറെ സാങ്കേതികത്തിലേക്ക് കൂടെ ചെന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ നിഷ്പ്രയാസം, ഞാൻ ചില സ്ഥലങ്ങളിൽ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ പറയുന്നത് ഹൗ ടു സബ്മിറ്റ് എ PhD thesis in 48 hours എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ തുടങ്ങുന്നത്. ഹൗ ടു സബ്മിറ്റ് എ PhD thesis in 48 hours. സത്യം പറഞ്ഞ ഒരു 1-2 മണിക്കൂർ ഉണ്ടെങ്കിൽ നല്ല വൃത്തിയുള്ള ഒരു PhD thesis ആർക്ക് വേണമെങ്കിലും, ഒരു കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും, ഫോൺ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചെയ്യാൻ പറ്റുമായിരിക്കും. ഇംഗ്ലീഷിലല്ല, മലയാളത്തിൽ തന്നെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷെ ഈ 48 മണിക്കൂർ എന്ന് പറയുന്നത് ഒരു ദിവസം ഈ ബൈൻഡ് ചെയ്ത പുസ്തകം ഉണങ്ങാൻ വേണ്ടിയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലത്തിരുന്നുകൊണ്ടാണ്. അപ്പൊ ഈ ഒരു ജ്ഞാന നിർമ്മിതി അല്ലെങ്കിൽ ഞാനൊരു തീസിസ് അവതരിപ്പിക്കുന്നു, എന്റെ തീസിസ് ഇതാണ്, എന്റെ സിദ്ധാന്തം ഇതാണ്, അല്ലെങ്കിൽ എന്റെ പഠനത്തിന്റെ ആകെ തുക ഇതാണ് എന്ന് നമുക്ക് ഒരിടത്ത് പ്രസ്താവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, മിഥുൻ മാഷ് നേരത്തെ ആശങ്കപ്പെട്ടതുപോലെ, നമ്മുടെ ഈ പോക്കിൽ, ഈ പ്രോസസ്സിൽ എന്തോ ഒരു കുഴപ്പമുണ്ട്. ഈ പ്രോസസ്സിനെ കുറിച്ച് തന്നെയാണ് ആദ്യ ഭാഗത്ത് സിദ്ദിഖ് മാഷ് പറഞ്ഞു തുടങ്ങിയത്. ഈ പ്രോസസ്സിൽ ഇപ്പോ നമ്മൾ സാഹിത്യം പഠിക്കുന്നവർ, സാഹിത്യം വായിക്കുന്നവരാണെന്നുണ്ടറിയാം. നമ്മളിപ്പം പിന്നെ നോവലിസ്റ്റിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ മിക്കവാറും എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ഞാനിപ്പോ ഒരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, പ്രോസസ്സിലാണെന്ന് പറയും. ഒരു കഥാകൃത്തിനോട് ചോദിച്ചാൽ ഞാനിപ്പോ ഒരു കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയും. പക്ഷെ കവികളോട് അങ്ങനെ ചോദിക്കാൻ പറ്റില്ല കേട്ടോ. ഞാനിപ്പം ഇന്നലെ ഒരു 15 കവിത എഴുതി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തെന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞു കളയും. അങ്ങനെയുള്ള കവികളുണ്ട്, എന്നോട് ക്ഷമിക്കുക, ഞാൻ അവരെ കുറിച്ചല്ല പറഞ്ഞത്. തൊട്ടടുത്തൊരു കവി സമ്മേളനം ഉടനെ നടക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു പ്രോസസ്സിലൂടെ ശരിക്കും കടന്നു പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തോ നഷ്ടപ്പെട്ടു എന്നല്ല, നിങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ടു, ഗവേഷണ സംബന്ധിയെ എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഈ ആദ്യ ഭാഗത്ത് ഇവര് രണ്ടുപേരും പറഞ്ഞു വെച്ചത്, പറയാൻ ശ്രമിച്ചത്. നമുക്ക് ഇതിന്റെ അപ്പുറത്തേക്ക് ഈ മലയാള ഗവേഷണത്തിന് എന്തുകൊണ്ട് ശാസ്ത്ര ഗവേഷണത്തോളം ഒരു സാങ്കത്യം കിട്ടുന്നില്ല, അല്ലെങ്കിൽ അത്രയും ഒരു ശ്രദ്ധയിലേക്ക് എത്താൻ കഴിയുന്നില്ല? ശാസ്ത്ര ഗവേഷണം എന്ന് പറയുന്നതാണ് എന്തോ വരേണ്യമായ ഒരു ഗവേഷണ പദ്ധതി, അതിന് മാത്രമേ ഉള്ള പ്രൊസീജിയർ. ഈ ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ
റിസർച്ചിന് അത്തരം ഒരു പദവി, ഒരു ക്രെഡിറ്റ് കിട്ടാതെ പോകുന്നത്, അല്ലെങ്കിൽ അതൊരു സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഗവേഷണമാണ് എന്നൊരു ആശങ്ക. ഈ ആശങ്കയും ആമുഖത്തിൽ പിന്നെ സിദ്ദിഖ് മാഷ് മുന്നോട്ട് വെച്ചിരുന്നു. എനിക്ക് തോന്നുന്നത് ഈ രണ്ടാമത്തെ ഭാഗത്ത്, ഈ ചർച്ചയുടെ ഈ സംവാദത്തിന്റെ രണ്ടാമത്തെ ഭാഗത്ത് ഇത്തരം ഒരു ആലോചനയിലേക്ക് കൂടി നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ നോട്ടം വായിക്കണമെന്നാണ് എനിക്കൊരു അഭ്യർത്ഥന. കാരണം ഈ ഒരിടത്ത് ശാസ്ത്ര ഗവേഷണം അത് പ്രഖ്യാപിച്ചു കഴിയുകയാണ്. ശാസ്ത്ര ഗവേഷകർ നിർബന്ധമായും ഒരു ജ്ഞാന മേഖല സ്ഥാപിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരു വിജ്ഞാന മേഖല സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്താ അവിടെ ചെയ്യുന്നത്? നിങ്ങൾ പുഴകളെയും മലകളെയും പൂമ്പാറ്റകളെയൊക്കെ നോക്കി സ്വപ്നം കണ്ടിരിക്കുന്നവരെ കുറിച്ച് എന്തൊക്കെയോ എഴുതി വെക്കുകയാണ് എന്ന തരത്തിലേക്ക് ഒരു ആക്ഷേപം, ഒരു അവമതിപ്പ് പലപ്പോഴും ഉണ്ടായിത്തീരുന്നതിന്റെ പ്രധാന പ്രശ്നമാണ് അത്തരം ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരാത്തത്. അത്തരം ചില ആലോചനകൾ കൂടി നമുക്ക് മുന്നോട്ട് വെക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് രണ്ടാമത്തെ ഭാഗത്ത് നമുക്ക് ആലോചിക്കേണ്ടത്. നമുക്കിനി ഒരു 10 മിനിറ്റ് കൂടി വീതം അത്തരം ഒരു ആലോചന, അതായത് ഭാഷാ സാഹിത്യ ഗവേഷണത്തിന് ഇങ്ങനെയൊക്കെ തന്നെ ഇരുന്നാൽ മതിയോ? ഇങ്ങനെ ദണ്ണം ബാധിച്ചും വ്രണപ്പെട്ടും സർവരാലും ആക്ഷേപിക്കപ്പെട്ടും ഒക്കെ ഇരുന്നാൽ മതി? ഇതിനപ്പുറത്തേക്ക് നമുക്ക് ഒന്നാമത് നമ്മുടെ മുന്നിൽ നിർമ്മിത ബുദ്ധിയൊക്കെ ഇങ്ങനെ പച്ചവെള്ളം പോലെ ഇങ്ങനെ ഒഴുകി നടക്കുന്ന കാലത്ത് നമുക്ക് ഇങ്ങനെയൊക്കെ ഇരുന്നാൽ മതിയോ? നമുക്ക് ഇതിനപ്പുറത്തേക്ക് ശാസ്ത്ര ഗവേഷണത്തിനോട് തോളോട് തോള് ഒപ്പം പിടിക്കാനെങ്കിലും നമുക്ക് കഴിയുമില്ലേ? നമുക്ക് അങ്ങനെ കഴിയുമല്ലോ. നമുക്ക് അത്തരത്തിലൊരു എൻഹാൻസ്മെന്റിലേക്ക് നമുക്ക് കടക്കാൻ കഴിയില്ലേ എന്നൊരു ചോദ്യമാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് ഉന്നയിക്കാനുള്ളത്. സിദ്ദിഖ് മാഷ് തുടങ്ങുമെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ശാസ്ത്ര ഗവേഷണം പൊതുവിൽ മാനവിക വിദ്യാഭ്യാസത്തിന്റെ മുകളിൽ കാല് ചവിട്ടിയിരിക്കുന്ന ഒരു സങ്കല്പത്തിലാണ് സർവകലാശാലകളിൽ പോലും പ്രവർത്തിക്കുന്നത്. ശാസ്ത്ര അധ്യാപകർക്ക് ഭാഷാ അധ്യാപകരെക്കാൾ പദവി ഉണ്ട് എന്ന ഒരു തെറ്റിദ്ധാരണ പൊതുവിൽ നമ്മുടെ ആളുകളുടെ ഇടയിലും ഉണ്ട്. ഇതൊരു വാസ്തവമാണ്. പക്ഷെ അത് ആ നിലയിൽ തന്നെയാണോ തുടരുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഞാനതിന് ക്രിട്ടിക്കലായും ക്രിയേറ്റീവായും കാണാൻ ആഗ്രഹിക്കുകയാണ്. ക്രിട്ടിക്കലായി എങ്ങനെയെന്ന് വെച്ചാൽ, കഴിഞ്ഞ 50 കൊല്ലത്തിനകം കേരളത്തിൽ നിന്ന് നോബൽ സമ്മാനം കിട്ടിയ ഏതെങ്കിലും ഒരു ശാസ്ത്ര അധ്യാപകനെ കേരളത്തിൽ വളർന്ന നമ്മൾ കണ്ടിരുന്നു? ഞാൻ കണ്ടിട്ടില്ല. ഏതെങ്കിലും ഒരു ഇന്റർനാഷണൽ ജേണലിൽ, ശാസ്ത്ര ജേണലിൽ ആർട്ടിക്കിൾ പ്രസിദ്ധീകരിച്ച് ലോകത്തിലെ കുട്ടികൾ മുഴുവൻ പഠിക്കുന്ന ഏതെങ്കിലും ഒരു ലേഖനം നമ്മുടെ നാട്ടിലെ ശാസ്ത്ര അധ്യാപകരിൽ നിന്ന് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വിമർശനാത്മകമായി ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. നിങ്ങളൊക്കെ എന്തിന് മലയാളം പഠിക്കുന്നു, എന്ത് മലയാള ഭാഷയാണ് നിങ്ങൾ പഠിക്കുന്നതെന്ന് വിമർശിക്കുന്നതിന് ഇതര ഭാഷാ പണ്ഡിതരുണ്ട്. സത്യത്തിൽ അവരുടെയൊക്കെ ആർട്ടിക്കിളുകൾ പോലും ആ ഭാഷകൾ സംസാരിക്കുന്ന നാട്ടിലെ ആളുകൾ തിരിഞ്ഞു പോലും നോക്കാറില്ല എന്നുള്ളതാണ് സത്യം. ഇതൊക്കെ വാസ്തവമാണ്. നമ്മൾ ഇതാരെയും കളിയാക്കാനോ വിമർശിക്കാനോ പറയുകയല്ല, ഇതൊക്കെയാണ് വാസ്തവം. ആ കാലത്താണ് നമ്മൾ ശാസ്ത്ര ഗവേഷണവും സാഹിത്യ ഗവേഷണവും സാംസ്കാരിക ഗവേഷണവും തമ്മിലുള്ള ഒരു താരതമ്യത്തിന് തീർച്ചയായിട്ടും മാഷ് ഒരു സ്പേസ് നമുക്ക് തരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ കോവിഡിന്റെ ഒരു ഘട്ടത്തിൽ, കോവിഡ് മനുഷ്യരെ കൊന്നുകൊണ്ടിരുന്ന ഘട്ടത്തിൽ, ഇതിന് മരുന്നില്ല എന്ന് എല്ലാ ശാസ്ത്രവും പറഞ്ഞുകൊണ്ടിരുന്ന ഘട്ടത്തിൽ, ഇച്ചിരി നാരങ്ങ നീര്, ലോളം തേയില വെള്ളം, കുറച്ച് ഉപ്പിട്ട വെള്ളം, ആവി പിടിക്കുക, ഇതൊക്കെ ഉള്ളൂ എന്ന് ശാസ്ത്രം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ വളരെ ഔഷധ തുല്യമായി കണ്ട ഒരു വാർത്ത ഉണ്ടായിരുന്നു. അത് നിങ്ങളും കേട്ടിട്ടുണ്ടാകും. മസാച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ കുറച്ച് ഗവേഷകർ, ശാസ്ത്ര അധ്യാപകർ മ്യൂസിക്കോളജിയുടെ അടിസ്ഥാനത്തിൽ ഈ കോവിഡിന്റെ വൈറസിന്റെ സഞ്ചാരപാതയെ 1 മണിക്കൂർ 41 മിനിറ്റ് നേരം ഇത് ചെയ്തു. സത്യത്തിൽ ഈ സജിതാ മഠത്തിലിന്റെ കാളി നാടകം പോലൊരു പെർഫോമൻസ് ആണ് ആ സാധനം. ഒരു കോവിഡിന്റെ വൈറസിന്റെ മൂവ്മെന്റിന്റെ പാത്വേ ഉപയോഗിച്ചുകൊണ്ട് മ്യൂസിക്കിൽ നിന്ന് ഇത് പിൽക്കാലത്ത് കോവിഡ് വാക്സിൻ വികസിപ്പിച്ചെടുക്കുന്ന പ്രക്രിയയിൽ വാക്സിൻ വികസിപ്പിച്ചവർക്ക് സഹായകമായി തീർന്നു എന്നുള്ളതിനെ കുറിച്ച് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഞാൻ ആ 1 മണിക്കൂർ 41 മിനിറ്റ് നേരവും കോവിഡിന്റെ ലോക്ക്ഡൌൺ സമയത്ത് ഈ സാധനം കേട്ടയാളാണ്. ഞാനിരുന്ന് പതിയെ വാക്സിനെ എങ്ങനെ നമുക്ക് ഈ വൈറസിനെ ഇഷ്ടപ്പെടാം എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ തരത്തിലൊരു സമന്വയം സാധ്യമാകുന്ന തരത്തിലേക്ക് ആണ് ഇനിയുള്ള ഗവേഷണകാലം വികസിക്കേണ്ടത് എന്നുള്ളതാണ്
പ്രധാനപ്പെട്ട കാര്യം. ഇനി ഒരു കെമിസ്ട്രി ഗവേഷകനോ ഫിസിക്സ് ഗവേഷകനോ മാഷി പറഞ്ഞതുപോലെ ഭാഷാശാസ്ത്ര ഗവേഷകർ എന്ന ഒരു പ്രത്യേക കള്ളിയിലൊന്നും ഇനി നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ സൈബർ ലിറ്ററേച്ചറിനെ കുറിച്ച് ടീച്ചർ മലയാളത്തിൽ ആധികാരികമായി എത്രയോ ഇത് ഇപ്പൊ സൈബർ ഒരു സാമാന്യ സങ്കല്പമായി തീർന്നിരിക്കുന്നു. അത് കുട്ടികൾ പോലും അതിനെപ്പറ്റി പറയുന്ന തരത്തിൽ ഈ രീതിയിലുള്ള ഇന്റർ ഡിസിപ്ലിനറി പെർസ്പെക്റ്റീവിൽ ഗവേഷണത്തെ കൊണ്ടുപോകുന്ന ഇപ്പൊ വാൻഡിയാഗോയുടെ ഒരു പുസ്തകം തന്നെ സാഹിത്യം, ഭാഷ, ഭാഷാശാസ്ത്രം, ഭാഷാ മരണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അങ്ങനെയുള്ള അനിവാര്യമായ ഒരു സാംസ്കാരിക സാഹചര്യത്തിലേക്ക് നമ്മൾ വികസിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെയുള്ളൊരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ കൂടി എൻ്റെ ചില ഡിസബിലിറ്റീസ് ഞാൻ പറയാം. ഞാൻ ക്ലൈമറ്റ് ഡിസോർഡറും ക്ലൈമറ്റ് ലിറ്ററേച്ചറും കൂടി കണക്ട് ചെയ്ത് കഴിഞ്ഞ കുറേ കാലമായി ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. കുറേ ലേഖനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് എഴുതിയിട്ടുണ്ട്. ഒരു കോഴ്സ് തന്നെ കേരള സർവകലാശാലയിൽ ഓഫർ ചെയ്യുന്നുണ്ട്. ഇവിടെ ക്ലൈമറ്റ് ജസ്റ്റിസിലേക്ക് നമ്മൾ എത്തിച്ചേരുക. ക്ലൈമറ്റ് ഡിസോർഡറിന്റെ കാരണമായ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ കാരണങ്ങൾ, അതിന്റെ ഫിസിക്സിനെ കുറിച്ചൊക്കെ നമ്മൾ എത്തിച്ചേരുക. പലപ്പോഴും നമ്മൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധി നമ്മുടെ ആശയ പരിസരത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ശാസ്ത്ര സുഹൃത്തുക്കളെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇത് അവരും നേരിടുന്നുണ്ടാവാം. ഇപ്പൊ സുക്കുറോ മനാബെ എന്ന് പറയുന്ന അഖിലലോക ഫിസിസിസ്റ്റ്, അദ്ദേഹത്തിന് 2021 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം കൊടുത്തത് അദ്ദേഹം കാലാവസ്ഥാ ദുരിതങ്ങളുടെ വർദ്ധിച്ച താപത്തിന്റെ ന്യൂമറിക്കൽ മോഡൽസ് ഡെവലപ്പ് ചെയ്തതായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ തീസിസ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ എൻ്റെ ഒരു സൈദ്ധാന്തിക പരിപ്രേക്ഷ്യം വികസിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ ഇന്നും ഞാൻ നേരിടുന്ന ഒരു പ്രശ്നം, ഇതേ വേവ് ലെങ്തിൽ ഞാൻ ചിന്തിക്കുന്ന തരത്തിൽ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ എനിക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഈവൻ സുക്കുറോ മനാബെ പോലും ഞാൻ ആ നിലയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ട് ഞാൻ കാണുന്നില്ല. അത് അദ്ദേഹത്തിന്റെ പരിമിതിയോ ഇത് എന്റെ മേന്മയല്ല. തിരിച്ചും ഒരു ശാസ്ത്ര ഗവേഷകൻ, ഇപ്പൊ ഉദാഹരണമായിട്ട് പീറ്റർ ഒഹ്ലെബനെ പോലെ ഒരാൾ, ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്, സൂസന്നെ സിമാഡിനെ പോലെയുള്ളവർ ശാസ്ത്രം പഠിച്ചെടുത്ത് ഈ ജീവജാലങ്ങളുടെയും നോൺ ഹ്യൂമൻ ജീവികളുടെ മാന്തര മനസ്സിനെ കുറിച്ചൊക്കെ പറയുന്ന സന്ദർഭത്തിൽ അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സാംസ്കാരിക പഠിതാക്കൾ അവർക്കും കിട്ടുന്നില്ല. ഈ പരിമിതി അവസാനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഇന്റർ ഡിസിപ്ലിനറി പെർസ്പെക്റ്റീവിലേക്ക് വികസിക്കലായിരിക്കണം സത്യത്തിൽ നമ്മുടെ ഗവേഷണ സ്ഥാപനങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ് സാർ പറഞ്ഞതിന്റെ ഒരു പരിധി. എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ നമ്മളും ശാസ്ത്രജ്ഞരാണ്, സാറും ശാസ്ത്രജ്ഞനാണ്, ടീച്ചർ ശാസ്ത്രജ്ഞനാണ്, മിഥുൻ ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം ഭാഷാശാസ്ത്രത്തെ കുറിച്ച് നടത്തിയ അന്വേഷണം അദ്ദേഹത്തെ ഒരു ശാസ്ത്രജ്ഞനാക്കി മാറ്റുന്നു. പക്ഷെ അവിടെ ഒരു സാംസ്കാരിക ശാസ്ത്രജ്ഞന്റെ ഉദാഹരണമായിട്ട് ശ്രീനാരായണ ഗുരുദേവൻ അവസാന കാലത്ത് വലിയ വേദന അനുഭവിച്ചാണ് മരിക്കുന്നത്. വേദന അനുഭവിച്ച് മരിക്കുന്ന സമയത്ത് അദ്ദേഹം ഈ വഴിയൊക്കെ പോയിട്ടുണ്ട്. പാലക്കാട് വഴിയാണ് പട്ടാലയുടെ ചികിത്സയ്ക്ക് മദ്രാശിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നു. ചികിത്സിച്ച് തിരിച്ചു കൊണ്ടുപോകുന്നു. തിരിച്ച് ശിവഗിരിയിൽ താമസിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന് അവസാനം 1 മാസക്കാലം തിരുവനന്തപുരം പട്ടണത്തിൽ പേട്ടയിൽ ഒരു ബംഗ്ലാവിൽ താമസിച്ച് ചികിത്സ കൊടുക്കുകയുണ്ടായി. ഡോക്ടർ സോമർവെൽ, ഡോക്ടർ നോബിൾ ഒക്കെയാണ് അക്കാലത്ത് ചികിത്സിച്ച്. സോമർവെൽ മ്യൂസിക് തെറാപ്പിയുടെ ആളാണ്. നമ്മുടെ ഈ കാരക്കോണം മെഡിക്കൽ കോളേജിന്റെ ഉപജ്ഞാതാവായ ഡോക്ടർ സോമർവെൽ. ഞാൻ പറഞ്ഞു വരുന്നതല്ല, അന്ന് അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടി വീട് വിട്ടുകൊടുത്ത, പുളിമൂട്ടിൽ ഭവനം തുറന്നു കൊടുത്ത മാധു പുസ്തകക്കാരൻ, അദ്ദേഹത്തിന്റെ പേര് ആക്ച്വലി മാർത്താണ്ഡ മുതലാളിയാണ്. പക്ഷെ മാർത്താണ്ഡൻ എന്ന് വിളിച്ചാൽ അടികൊള്ളുമായിരുന്നു. അയ്യ വൈകുണ്ഠസ്വാമി എന്ന് നമ്മൾ പറയുന്ന വൈകുണ്ഠസ്വാമിയുടെ യഥാർത്ഥ പേര് മുത്തുത്തി എന്നാണ്. വൈകുണ്ഠർ എന്ന് അദ്ദേഹം പിന്നീട് പേര് സ്വീകരിച്ചു. അമ്മയും അച്ഛനും വിട്ട പേര് വേറൊരു പേരാണ്. ആ പേര് സ്വീകരിക്കാൻ പാടുണ്ടായിരുന്നില്ല. ആ അർത്ഥത്തിൽ ഭാഷാശാസ്ത്രത്തിനുള്ളിലേക്ക് ഈ സാമൂഹിക ചരിത്രത്തെ കൂടെ സംക്ഷേപിക്കാൻ നമുക്ക് പറ്റുമല്ലോ. ആ 2 മെത്തഡോളജി നമുക്ക് ക്ലബ് ചെയ്യാൻ പറ്റുന്നത് പോലെ നാളെ ഭാഷാശാസ്ത്രത്തെ കുറിച്ച് പഠിക്കുന്ന ഒരു കുട്ടി ചിലപ്പോൾ ഒപ്റ്റോ ഇലക്ട്രോണിക്സിലെ ക്ലബ് ചെയ്യുന്ന ഒരു ഇന്റർ ഡിസിപ്ലിനറി അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നേക്കാം. ഇപ്പൊ മെഡിക്കൽ ഹ്യൂമാനിറ്റീസിന്റെ ഫീൽഡിന്റെ സാധ്യതകളെ കുറിച്ച് നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ഏതോ ഇന്ത്യയിലെ ഒരു മെഡിക്കൽ കോളേജിലും സാഹിത്യം ഒരു പഠന വിഷയമായി കുട്ടികളെ പഠിപ്പിക്കുന്നില്ല. പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച സാഹിത്യാഭിരുചിയുള്ള കുട്ടികളിൽ ഒരു വിഭാഗം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ MBBS പഠിച്ചിരുന്ന കുട്ടികളാണ്. 7-8 കൊല്ലം മുമ്പ് അവിടെ ഒരു സെമിനാറിന് വരുമ്പോഴാണ് ഞാൻ അവിടുത്തെ കുട്ടികൾ അവിടെ ആദ്യം ഒരു ക്വിസ് നടത്തുന്നു, സാഹിത്യ ക്വിസ്. അവർ സംസാരിക്കുമ്പോൾ സാഹിത്യത്തെ കുറിച്ച് സംസാരിക്കുന്നു. നേരെ മറിച്ച് അവർക്ക് സാഹിത്യത്തിന്റെ ഒരു അധ്യാപകനും കൂടെ കൊടുക്കേണ്ടതല്ലേ? മലയാള ഭാഷാ സാഹിത്യം പഠിക്കുന്ന കാര്യമായിട്ട് ഞാൻ കുട്ടികൾക്ക് മെഡിക്കൽ സയൻസ് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനും കൂടെ പഠിപ്പിക്കേണ്ടതല്ലേ?
ഈ നിലയിൽ ഒരു ഇന്റർ ഡിസിപ്ലിനറി പെഡഗോജിയിലേക്ക് നമ്മൾ സത്യത്തിൽ വികസിച്ചു വരുന്ന ഒരു കാലഘട്ടം എത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഗവേഷണം നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ ഏറ്റവും വിപ്ലവകരമായ ചലനങ്ങൾക്ക് കാരണമായി തീരുന്ന ഒന്നായി തീരുമെന്നുള്ളതാണ് പ്രധാനം. ഞാൻ ചുരുക്കുകയാണ്, സമയം ഒരുപാടായി പോയി. അതിൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. അതായത് ഗവേഷണം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് മതിയായ ഫെലോഷിപ്പ് കൊടുക്കണം. ഗവേഷണം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് യുക്തരായ ഗൈഡ്സിനെ പ്രൊമോട്ട് ചെയ്യണം. അവർക്ക് മികച്ച ലൈബ്രറി സംവിധാനം ഒരുക്കണം. ഇപ്പൊ ഇക്കാലത്താണെങ്കിൽ ഇ ബുക്സ് കൊടുക്കണം. എത്രയോ സോഫ്റ്റ്വെയറുകൾ അവർക്ക് കൊടുക്കണം. ഇപ്പൊ AI ടൂൾസ് അവർ ഉപയോഗിക്കുമ്പോൾ തന്നെ ഈ AI ടൂൾസ് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ച് ടെക്നോളജിക്കലായിട്ടുള്ള അവയർനെസ് അവർക്ക് കൊടുക്കണം. ഇത് സത്യത്തിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ചുമതലയാണ്. ഇതിനെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹോസ്പിറ്റാലിറ്റി എന്ന അർത്ഥത്തിൽ നമ്മൾ മെത്തഡോളജിയോട് ചേർത്ത് പറയാമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസും അങ്ങനെ വളർന്നു വരേണ്ടതുണ്ട്. സർവകലാശാലകളും ക്യാമ്പസുകളും കോളേജുകളും സ്കൂളുകളും ആ നിലയിൽ ഒരു ഇന്റർ ഡിസിപ്ലിനറി ഔട്ട്ലുക്കിലേക്ക് വളർന്നു വരേണ്ടതുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം. ഞാൻ നിർത്തുന്നു സാർ. ഞാൻ ഈ AI ടൂൾസിനെ കുറിച്ച് ആക്ച്വലി ഈ AI നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഫ്രെയിം വേണം, നമ്മൾ അതിനോട് ചോദിക്കുന്നു. ഇപ്പോഴത്തെ ഫോൺ തന്നെ നമ്മൾ സെർച്ച് ചെയ്യുന്ന ഗൂഗിൾ സെർച്ച് അല്ല, ആക്ച്വലി ഇത് AI സെർച്ചാണ്. കൊടുക്കുമ്പോൾ അപ്പൊ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ടൂൾ ഉപയോഗിച്ചിട്ടാണ് തരുന്നത്. പക്ഷേ ഇപ്പോ ഇത് കണ്ടിട്ട് ഒരു കുട്ടി നാളെ അസൈൻമെന്റിന് ഒരു AI ടൂൾ ഉപയോഗിച്ചിട്ട് അസൈൻമെന്റ് മൊത്തം ഫാബ്രിക്കേറ്റ് സാധനം കൊണ്ട് തരികയാണ്. ഇവര് ഇത് ചെയ്യാതിരിക്കാൻ വേണ്ടി അങ്ങനെയുള്ള സാധനമാണ് കൊടുക്കുന്നത്. അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു ഗവേഷകരെ പോയി ഇന്റർവ്യൂ ചെയ്തിട്ട് ഒരു 10 ചോദ്യം നിങ്ങൾ തന്നെ നിർമ്മിച്ച് ഇന്റർവ്യൂ ചെയ്ത് ആ ഇന്റർവ്യൂവിന്റെ റിസൾട്ട് കൊണ്ടുവരണം. അപ്പൊ AIക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. ഇവരാളെ ഫോട്ടോ എടുത്ത് തന്നെ കൊണ്ടുവരണമെന്ന് പറയുന്നത്. ഇനി എന്തെങ്കിലും കാരണവശാൽ ഇങ്ങനെ ഒരു ഫാബ്രിക്കേറ്റഡ് ആയിട്ടൊരു സാധനം കൊണ്ടുവന്നാൽ അത് സക്സസ് ആയി എന്ന് തന്നെ ഇരിക്കുക. പക്ഷെ നാളെ ഒരു ടൂള് വികസിക്കില്ലെന്ന് ആര് കണ്ടു? നാളെ ഒരു മൊബൈൽ ഫോണിലെ ഒരു ആപ്പ് എന്ന് പറയുന്നത് നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചർ എഴുതിയ ഈ ആർട്ടിക്കിളിന്റെ ഒറിജിനാലിറ്റി അസസ് ചെയ്യുക. കുട്ടി ഫോൺ എടുത്ത് വെച്ചിട്ട് ഇപ്പൊ സ്കാൻ ചെയ്യുന്ന മാതിരി ഈ സാധനം അതിന് കൃത്യമായി പറഞ്ഞു, ഇത് ഇത്രാം തീയതി ഇത്രാമത്തെ മിനിറ്റിൽ ഇത്രാമത്തെ സെക്കൻഡിൽ ഇന്ന AI ടൂൾ പ്രൊഡ്യൂസ് ചെയ്തൊരു സാധനമാണ് എന്ന് പറയുന്ന തരത്തിലുള്ള പറന്നു പോകുന്ന കൊതുകിന് കമ്മലിട്ട് കൊടുക്കുന്ന AI വികസിക്കാനിരിക്കുന്ന കാലമാണ്. അതിനെ ഒരു സാധ്യതയാക്കി നമ്മൾ എടുക്കുമ്പോൾ തന്നെ അത് നമ്മളെ പിടിക്കുന്ന പിടിത്തവും കൂടി നമ്മൾ ഈ ഒരു ഇന്റർ ഡിസിപ്ലിനറി സാധ്യതയോട് ചേർത്ത് വയ്ക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ച. ഓക്കെ, ഞാൻ ഒരു കാര്യം കൂട്ടിച്ചേർക്കാൻ വേണ്ടിയാണ്. അതായത് ഇപ്പം നമ്മളിപ്പോ പ്ലേജറിസത്തെ കുറിച്ചൊക്കെ വല്ലാതെ വാചാലരാകുന്നുണ്ട്. പ്ലേജറിസം കണ്ടുപിടിക്കാനുള്ള സോഫ്റ്റ്വെയറുകളൊക്കെ ഉണ്ട്. ഇതേ സാധനം വിക്കിപീഡിയയിൽ നിന്ന് എടുക്കുന്ന സാധനം അതേപോലെ ഇട്ട് ഹ്യൂമനൈസ് ചെയ്ത് കഴിഞ്ഞാൽ ലോകത്ത് ഒരു പ്ലേജറിസം ടൂളിനെ കണ്ടുപിടിക്കാത്ത ഹ്യൂമനൈസ് AI ടൂളുകളും ഉണ്ട്. അപ്പൊ അതെല്ലാം രസമാണ്. അത് മറ്റൊരു വിഷയമായിട്ട് ഞാൻ അതിലേക്ക് വരുന്നില്ല. അപ്പൊ ഒരു അന്തർവൈജ്ഞാനിക സാധ്യതയെ കുറിച്ച്, ഇന്റർ ഡിസിപ്ലിനറി സാധ്യതകളെ കുറിച്ചാണ് സിദ്ദീഖ് മാഷ് പറഞ്ഞു വെച്ചത്. നിതിൻ മാഷ് എന്താണ് പറയുന്നതെന്ന് കേൾക്കാം. 2 വർഷം മുമ്പ് ഒരു വിദ്യാർത്ഥി ഗവേഷണ വിഷയവുമായി, PG വിദ്യാർത്ഥിയാണ്, ഗവേഷണ വിഷയവുമായി എൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, സാറേ കലാഭവൻ മണിയുടെ നാടൻ പാട്ടുകളിലെ മീൻ, മത്സ്യം ഞാൻ ഗവേഷണ വിഷയമായിട്ട് എടുത്താലോ എന്ന് ചോദിച്ചു. അപ്പം ഞാനൊന്നും മിണ്ടിയില്ല. ഞാൻ മിണ്ടാതിരുന്നത് തന്നെ കുട്ടിക്ക് മനസ്സിലായി. അത് എൻ്റെ ഒരു എന്താണ് എൻ്റെ മനസ്സിലെന്ന് ആ കുട്ടിക്ക് മനസ്സിലായി. ഇത്രയേ ഉള്ളൂ. ഈ ഒരു ചിന്ത എങ്ങനെ ഉണ്ടാവുന്നു? അതായത് ഗവേഷണം ചെയ്യുന്ന ആ ടെക്സ്റ്റും അതിൻ്റെ സെക്കൻഡറി ഡാറ്റയും മാത്രമുള്ള ഒരു ലോകത്താണ് ഗവേഷകർ ജീവിക്കുന്നത്. അല്ലാതെ ഒരു സാമൂഹ്യ സാംസ്കാരിക ജ്ഞാനത്തിൻ്റെയും പരിധിയിൽ അവർ പലപ്പോഴും വരുന്നില്ല. ഇതേപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെയുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന സംഘകൃതികളിലെ കുറിഞ്ഞിപ്പാട്ട്, കപിലർ എഴുതിയ കുറിഞ്ഞിപ്പാട്ടിൽ ലോകത്ത് ഒരു സാഹിത്യത്തിലും കാണാത്ത രീതിയിലുള്ള ഒരു വർണ്ണന അതിലുണ്ട്. കാമുകനെ കാത്ത കാമുകിയും കാമുകിയുടെ കൂട്ടുകാരിയും കൂടെ ഒരു സ്ഥലത്തിരിക്കുന്നു. കുറേ സമയം
വെയിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ട്. ആ സമയത്ത് കാമുകിയുടെ കൂട്ടുകാരി പറയാണ്, നമുക്കൊരു കാര്യം ചെയ്യാം, അവൻ വരുമ്പോഴേക്കും അവനൊരു പൂമാല ഉണ്ടാക്കി കൊടുക്കാം. എന്നിട്ടാണ് കപിലർ ആ പൂക്കളുടെ 99 പൂക്കൾ ഒറ്റ പാട്ടിൽ വിവരിച്ചിരിക്കുന്നത്. ഇത് ചെയ്യാവുന്നതാണ് നമുക്ക് ഗവേഷണം. ഞാൻ പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെറുതെ 99 പൂക്കളുടെ പേരുകൾ കോമയിട്ട് എഴുതിയിരിക്കുന്നതല്ല. ആ ചെടി ഏതാണ്, ആ ചെടിയുടെ ഇലകൾ എങ്ങനെയാണ്, അത് വള്ളിച്ചെടിയാണോ, അങ്ങനെ അതിന്റെ ഒരു ബൊട്ടാണിസ്റ്റ് എങ്ങനെയാണോ ഒരു ചെടിയെ നിരീക്ഷിക്കുന്നത്, അതേപോലെയാണ് കപിലർ ആ 99 പൂക്കളുടെയും അതിന്റെ ചെടികളെയും അതിന്റെ പൂവിനെയും പരിചയപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ നിറം, അതിന്റെ ഗന്ധം, ഇതൊക്കെ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. ഞാൻ ഇത് വായിച്ചു നോക്കിയപ്പോൾ അതിലെ ഒരുപാട് പൂക്കളുടെ പേരുകൾ മലയാളം നമ്മുടെ നിത്യവ്യവഹാരത്തിൽ ഉപയോഗിക്കുന്ന പൂക്കൾ തന്നെയാണ്. വാഴക്കൂമ്പുണ്ട്, മാമ്പൂണ്ട്, അത് നീലക്കൊടിയിലയുടെ പൂവുണ്ട്. അങ്ങനെ നമ്മളുടെ വ്യവഹാരത്തിലുള്ള പൂക്കളാണ് അവയെല്ലാം. ഇത് എന്നിട്ട് ഒരു ബോട്ടണി പഠിക്കുന്ന കുട്ടി പിന്നീട് ഇത് ചെയ്യണ്ടായി, അതിന്റെ ശാസ്ത്രനാമവും കാര്യങ്ങളും വെച്ചുകൊണ്ട് തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞത്രയേ ഉള്ളൂ, സാറ് പറഞ്ഞ പോലെ തന്നെ ഒരു അന്തർവൈജ്ഞാനിക പരികൽപ്പന അല്ലെങ്കിൽ ഒരു അടിത്തറ നമ്മുടെ ഗവേഷണ ചിന്തയിൽ ഉണ്ടാകേണ്ടതാണ് എപ്പോഴും. ഒരു ടെക്സ്റ്റ്, ഒരു മോണോലോഗായിട്ട് മാത്രം ഒരു ടെക്സ്റ്റ്, പാഠങ്ങൾ അല്ലെങ്കിൽ പാഠങ്ങൾ ചേർന്ന ഒരു പുസ്തകം എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മുടെ ചിന്ത വികസിക്കേണ്ടതാണ്. ഒരു കാര്യം കൂടിയും പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ കുറച്ചു മുന്നേ പേരുകളുടെ കാര്യം പറയുണ്ടായി. ഈ പേരുകൾ എങ്ങനെയാണ് മാറിയത് എന്ന് കൂടി ഒരു സാഹിത്യ ഗവേഷകനാണ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെയാണ് ആ പേരുകൾ മാറിയത് എന്നതിന്റെ കാരണങ്ങൾ നമ്മൾ പഠിച്ചാൽ മാത്രം മതി ഒരു സാഹിത്യ ഗവേഷകൻ അല്ലെങ്കിൽ ഒരു ഭാഷാ ഗവേഷകൻ നമ്മൾ പറയുന്ന ഗുണപരമായ ഗവേഷണ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട്. ദ്രാവിഡമായിട്ടുള്ള സംസ്കാരം സംസ്കൃത അധിനിവേശത്തിന്റെ ഭാഗമായിട്ട് ഈ പേരുകൾ സ്വീകരിക്കുന്നു. എങ്ങനെ? ഒന്നാമത് പ്രധാനപ്പെട്ട കാരണം വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് നടന്ന കാര്യമാണ്. വെട്ടക്കുറുമ്പ എന്ന് പറയുന്ന ഒരു ട്രൈബുണ്ട്. കേരളത്തിൽ വെട്ടക്കുറുമ്പരും കർണാടകയിൽ വെട്ടക്കുറുമ്പരുമാണ്. വെട്ട മീൻസ് മല. ഇവരുടെ പേരുകളുടെ പ്രത്യേകത, ഇവരുടെ ദൈവങ്ങളുടെ പേര് മാത്രമേ ഇവര് പേരായിട്ട് സ്വീകരിക്കൂ. ബെഡ്ചി, ബെട്ട പ്ലസ് ജെൻഡർ മാർക്കർ ചേർന്നപ്പോൾ ബെഡ്ചി. ആ മലയിലുള്ള ഈശ്വരി എന്നർത്ഥമാണ്. അതേപോലെ തന്നെ മാതൻ, ഇങ്ങനെയുള്ള പേരുകളാണ് ഇവ. കെമ്പി, കെമ്പൻ പേര് മാത്രമേ ഇടുള്ളൂ. ഒരു വീട്ടിൽ തന്നെ ഒരുപാട് കെമ്പനും കെമ്പിയും ഉണ്ടാവും, ഒരുപാട് മാതനും മാതിയും ഉണ്ടാവും, ബെഡ്ഷി ഉണ്ടാവും. ഇവരൊന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ചിന്നാണോ, നമ്മൾ പറയുന്ന പോലെ തന്നെ കുറു, അഡ്ജക്റ്റീവ്സ് ആഡ് ചെയ്താണ് അവരെ വിളിക്കുക. ഈ പുതിയ തലമുറയിലെ കുട്ടികൾ സ്കൂളിലേക്ക് പോയതോടുകൂടി സ്കൂളിലെ ടീച്ചേഴ്സ് പറയുന്നവരടുത്ത് ഈ പേരും മോശമല്ല, ഇത് മാറ്റാൻ നമുക്കൊരു കാര്യം സുരേഷ് ഇടാം. അപ്പൊ ഒരു വീട്ടിൽ വേറെ പേര്, സ്കൂളിൽ വേറെ പേര്. അതേപോലെ തന്നെ മനഃപൂർവ്വം പേര് മാറ്റിയ ആളുകളുണ്ട്. സാർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പേര് എനിക്ക് വേണ്ട, ഞങ്ങൾ കുറച്ചുകൂടി നല്ല പേര് തോന്നിക്കുന്ന പേരുകൾ ഇടുന്നു, അങ്ങനെ പേര് മാറ്റിയ ആൾക്കാരുണ്ട്. ഇനി ഇവിടെ നിന്ന് കുടിയേറിയ മലബാർ മേഖലയുടെ ഭാഗമായിട്ട് കുറെ മുസ്ലിം വിഭാഗക്കാർ വയനാട്ടിൽ കുടിയേറിയിട്ടുണ്ട്. ഐത്തത്തിന്റെ ഭാഗമായിട്ട് പല താഴേക്കിടയിൽ വിശ്വസിക്കുന്ന പല ആളുകളും വയനാട്ടിലേക്ക് കുടിയേറിയിട്ടുണ്ട്. ഇനി കച്ചവടത്തിന് വേണ്ടി കുടിയേറിയിട്ടുണ്ട്. ഇനി ബ്രിട്ടീഷ് കോളനി നമുക്കറിയാലോ, കോളനിയുടെ ഭാഗമായിട്ട് ബ്രിട്ടീഷുകാരുടെ ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ട്, ജൈന സംസ്കാരത്തിന് ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സാംസ്കാരിക സങ്കലനം നടന്ന സ്ഥലമാണ് ഈ പറയുന്ന ട്രൈ ജംഗ്ഷൻ. ഇവിടെ നടന്ന ഓരോ പേരിന്റെയും മാറ്റം ഒരു ഭാഷപരമായിട്ടുള്ള മാറ്റം മാത്രമല്ല എന്ന് മനസ്സിലാക്കുന്നിടത്താണ് ഗവേഷണത്തിന്റെ സാധ്യത തെളിയുള്ളൂ. അത് ബോധപൂർവമോ അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ നടന്ന ഒരു പ്രോസസ്സായി പലപ്പോഴും നമുക്കത് കാണാനായിട്ട് പറ്റും. ഒരു കാര്യം കൂടി, ഇവിടെ ഈ ട്രൈ ജംഗ്ഷനിലെ ഒരു ട്രൈബ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, തോട. നമ്മൾ ഭാഷ ഒക്കെ പഠിക്കുമ്പോൾ പറയാറുണ്ട് തോട ട്രൈബ് എന്ന് പറയും. വളരെ ഡയറി ലൈഫാണ് അവര് ഫോളോ ചെയ്യുന്നത്. കന്നുകാലികളെ മേയ്ക്കുന്നു. എത്ര ഉന്നത വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും അവരുടെ പോത്തിനെ എരുമയെ അവര് രാവിലെ കറന്നിരിക്കണം. അത് അവരുടെ ഒരു കസ്റ്റത്തിന്റെ ഭാഗമാണ്. അവരുടെ പേരുകളെല്ലാം ഈ എരുമയുടെ പേരുകളോ, എരുമയെ കെട്ടുന്ന ചങ്ങലയുടെ പേരുകളോ, അല്ലെങ്കിൽ അതിനെ പൂട്ടുന്ന എന്തെങ്കിലും പേരുകളോ, അതിന്റെ കാലിത്തൊഴുത്തിന്റെ പേരോ, ഒപ്പം പാലെടുക്കുന്ന നാഴിയുടെ പേരൊക്കെയാണ് അവരുടെ പേരുകൾ.
ഈ പേരുകളാണ് ഇംഗ്ലീഷ് ഇൻഫ്ലുവൻസർ കൂടി കുറച്ച് മാറുന്നതും. അതേപോലെ തന്നെ ടാൻസ്മിസി എന്നൊക്കെ ഒരു പേരുണ്ട്. ടാൻസ്മിസി, ടാൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാൻസിന്റെ ചെയ്യുന്ന സ്ത്രീ എന്നർത്ഥത്തിലാണ് ടാൻസ്മിസി എന്ന പേരുണ്ട്. അതേപോലത്തെ മറ്റൊരു പേരാണ് സിൻസോട്ട്, അവരുടെ പേരാണ് സിൻസോട്ട്. സിൻ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാഷയിൽ ഗോൾഡ് എന്നർത്ഥമാണ്. സോട്ട് മീൻസ് നെക്ലസ്. അപ്പോൾ നമ്മുടെ ദ്രവീഡിയൻ കോൺസെപ്റ്റ് വളരെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു ട്രൈബാണ് ഈ പറയുന്ന തോട എന്ന് പറയുന്ന ട്രൈബ്. അവർക്ക് ഒരു പ്രശ്നവുമില്ല എരുമകളുടെ പേര് സ്വീകരിക്കുന്നതിനായിട്ട്. പക്ഷെ നമുക്കങ്ങനെ ഇടാൻ പറ്റുമോ? നേരത്തെ പാറ്റയുടെ കാര്യം പറഞ്ഞ പോലെ ഇരിക്കും. അപ്പോൾ ഒരു ദ്രാവിഡ സംസ്കാരത്തിലേക്ക് എങ്ങനെയാണ് ഈ പറയുന്ന ജാതിയും മതവും എല്ലാം കാലക്രമേണ വിദ്യാഭ്യാസത്തിലൂടെയും കുടിയേറ്റത്തിന്റെയും മറ്റ് സാംസ്കാരിക സങ്കലനത്തിലൂടെയും കടന്നു വരുന്നു എന്ന ചിന്ത നമുക്കുണ്ടായാൽ നമ്മുടെ ഗവേഷണം ഈ പറഞ്ഞ പോലെ തന്നെ ശാസ്ത്രത്തോട്, അല്ലെങ്കിൽ ഏറ്റവും മികച്ച രീതിയിൽ, ശാസ്ത്രം എന്നല്ല പറയുന്നത്, ഏറ്റവും ഗുണപരമായ രീതിയിൽ അവസാനിപ്പിക്കാനായിട്ട് നമുക്ക് കഴിയും. നമ്മുടെ വിഷനാണ്, പെർസ്പെക്റ്റീവാണ് പലപ്പോഴും ഈ തെറ്റായ ദിശയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് എനിക്ക് തോന്നാറുണ്ട്. ഒപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഗവേഷണം ചെയ്യുമ്പോൾ ഒരു സാഹിത്യകൃതി, കുറേ പുസ്തകങ്ങൾ എന്നതിനേക്കാളപ്പുറത്തേക്ക് ഒരു സ്ത്രീ അല്ലെങ്കിൽ സാറാ ജോസഫിന്റെയോ ഏത് കൃതികളിലെയോ സ്ത്രീകളെ പറ്റിയിട്ടാണെങ്കിൽ സ്ത്രീയുടെ അവസ്ഥയെ പറ്റിയിട്ട് പഠിക്കുന്ന ഒരു പഠനമാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ സ്ത്രീകളുടെ ചരിത്രം പഠിക്കാതെ അത് പൂർണ്ണമാകില്ല എന്നുള്ളൊരു ധാരണ നമുക്ക് വേണം. കേരളത്തിലെ സ്ത്രീ അല്ല കേരളത്തിലെ ഗോത്ര വിഭാഗത്തിലെ സ്ത്രീ, ആ സ്ത്രീയല്ല തമിഴ്നാട്ടിലെ സ്ത്രീ, ആ സ്ത്രീയല്ല ഇന്ത്യയുടെ പല ഭാഗത്തുള്ള സ്ത്രീ എന്നൊരു തോന്നല്, ആ ഒരു സത്യം മനസ്സിലാക്കിയാൽ മാത്രമേ ഗവേഷണത്തെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് കഴിയുള്ളൂ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. സാഹിത്യ ഗവേഷണം ഗുണപരമായി മാറണമെന്നുണ്ടെങ്കിൽ സംസ്കാരം, ചരിത്രം, പാരമ്പര്യം, ഇങ്ങനെ ഇതെല്ലാം ഇതിനോട് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാകണം. എന്നാൽ മാത്രമേ ഗവേഷണത്തെ നല്ല രീതിയിലേക്ക് പതിരുകളെ കൃത്യമായി വെളിയിലേക്ക് കളഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് കഴിയുള്ളൂ. ഇനി ഒരു 10 മിനിറ്റ് ഉണ്ട്. 10 മിനിറ്റ് നിങ്ങൾക്ക് സദസ്യർക്ക് ചോദ്യങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ ഉന്നയിക്കാവുന്ന സമയമാണ്. ഇവിടെ സംസാരിച്ചതുമായി ബന്ധപ്പെട്ടോ അതല്ല ഭാഷാ സാഹിത്യ ഗവേഷണവുമായി ബന്ധപ്പെട്ടോ ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിൽ ആദ്യത്തേത് അശോക് മാഷ് പറഞ്ഞ പഹാരിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിൻ്റെ ഒരു ജീൻ രവി അതിനെക്കുറിച്ച് പറയാനുണ്ടായ ഒരു സാഹചര്യം കൂടി നമ്മളിവിടെ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ഒരു പകുതിയാക്കിയ ഗവേഷണം പോലെ അർത്ഥശൂന്യമായി പോകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ഹിന്ദി നയവുമായി ബന്ധപ്പെട്ടിട്ടാണ് ജീൻ രവി അത് പറയുന്നത്. കാരണം 1971 മുതലാണെന്ന് തോന്നുന്നു നമ്മുടെ സെൻസസിലെ ഹിന്ദി ഭാഷാഭേദമായിട്ടാണ് പഹാരി ഭാഷ എന്നുള്ള ഒറ്റ ഭാഷയല്ല, മറിച്ച് ഒരു കൂട്ടം ഭാഷകൾ, ഒത്തിരി ഡയലക്റ്റുകൾ അല്ലെങ്കിൽ ഭാഷാഭേദങ്ങളുള്ള ഒരു കൂട്ടം ഭാഷകളാണ് പഹാരി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഭാഷകളെല്ലാം ഹിന്ദിയുടെ ഭാഷാഭേദങ്ങളായിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ആ പ്രദേശങ്ങളിൽ പഹാരി സംസാരിച്ചിരുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോഴും മാതൃഭാഷ എന്നവർ പറയുന്നുണ്ടെങ്കിലും ആ ഭാഷ സംസാരിക്കേണ്ട സാഹചര്യം അവർക്കില്ല എന്ന മട്ടിലാണ് അന്ന് ജയന്തി അതിനെ പറഞ്ഞു വെച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഒരു എന്താ പറയുക, ഒരു ആധുനിക സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു സത്യാനന്തര സമൂഹത്തിൽ ഗവേഷണം എന്നതൊരു സത്യാന്വേഷണം കൂടിയാണ് എന്നതുകൊണ്ട് നമ്മൾ ആ ഒരു സാഹചര്യവും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെയാണ് എനിക്ക് ജെന്നിയുടെ കാര്യം പറയാനുള്ളത്. നമ്മളിപ്പോൾ ജെന്നിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അത്തരത്തിലുള്ള ഗവേഷണങ്ങളെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അത്തരത്തിലും ഗവേഷണം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ട്. എങ്കിൽ പോലും ഭാവിയിൽ നമുക്ക് വ്യവസ്ഥാപിതമായ അല്ലെങ്കിൽ പലതരത്തിലുള്ള വ്യവസ്ഥകൾ സൃഷ്ടിച്ചെടുക്കുന്ന ജന്മിമാർ നമ്മുടെ ഉണ്ടാവും. നമ്മുടെ ഇന്ത്യയെ ബേസ് ചെയ്തിട്ട് ഇപ്പോൾ ഭാഷയുടെ കാര്യം പറയുമ്പോൾ ഭാവിയിൽ പഹാരി എന്നൊരു ഭാഷ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്ന ജന്മിമാർ നമ്മുടെ സമൂഹം, നമ്മുടെ ഇന്ത്യയിൽ സൃഷ്ടിക്കാം. അങ്ങനെ ഒരു AI ടൂൾ ഉണ്ടാക്കാം. അപ്പോൾ അത്തരത്തിൽ ഭാവിയിൽ ആദ്യകാലം മുതൽ ഇന്ത്യയിലെ ഒരൊറ്റ ഭാഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന ഒരു ജന്മി നമുക്ക് പറഞ്ഞു തന്നിരിക്കാം. അത്തരത്തിലുള്ള ഒരു ഗവേഷണത്തിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഗവേഷണങ്ങൾ മുന്നോട്ട് വരുമ്പോൾ പകരം സംവിധാനം, ഒരു പാരലൽ സംവിധാനമായി നമ്മുടെ ഗവേഷണം മാറേണ്ടതുണ്ട്. സർവകലാശാല ഗവേഷണങ്ങൾ അടിസ്ഥാനപരമായി മാറേണ്ടതുണ്ട് എന്നും കൂടി അതിലേക്ക് ഞാൻ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്.
പിന്നെ മറ്റൊന്ന് മിഥുൻ പറഞ്ഞതാണ്, ഭാഷാശാസ്ത്ര ഗവേഷണങ്ങളെ കുറിച്ച് പറഞ്ഞതാണ്. അതിൻ്റെ ഒരു ഉത്തരം ഞാൻ പറയാൻ ആഗ്രഹിച്ചതോടെ സിദ്ദിഖ് മാഷി പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഞാൻ MA ഭാഷാശാസ്ത്രം കേരള സർവകലാശാലയിലാണ് പഠിച്ചത്. അവിടെ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് ഭാഷാശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ട് നൽകുന്ന എല്ലാ ഉദാഹരണങ്ങളും ചൈനീസോ ജർമ്മനോ അറബിയോ ഞാൻ കേട്ടിട്ടില്ലാത്ത ഭാഷകളിലൊക്കെ ആയിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇതിനെ നമ്മുടെ ഭാഷയിലേക്ക് കൂട്ടിച്ചേർക്കേണ്ടതെന്നുള്ള അടിസ്ഥാന ധാരണയൊന്നും ആ MA ക്ലാസ്സിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഗവേഷണത്തിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് അതിനെ നമ്മുടെ ഭാഷയിലേക്ക് എങ്ങനെയാണ് കൂട്ടിച്ചേർക്കേണ്ടത് എന്നുള്ളൊരു ധാരണ നമുക്ക് വരുന്നത്. അതിന് കൃത്യമായി തെളിവുണ്ടാകുന്നത് അല്ലെങ്കിൽ വെളിവുണ്ടാകുന്നത് മലയാള സർവകലാശാലയിൽ MA ഭാഷാശാസ്ത്ര വകുപ്പിലേക്ക് വന്നതിന് ശേഷമാണ്. കാരണം നമ്മുടെ മലയാള സർവകലാശാല ഭാഷാശാസ്ത്ര വകുപ്പിൽ കൃത്യമായിട്ട് മലയാളത്തിൽ അധിഷ്ഠിതമാക്കിയിട്ടാണ് മലയാള ഉദാഹരണയിൽ മലയാള ഭാഷയിൽ എങ്ങനെയാണ് നമ്മൾ ഭാഷാശാസ്ത്രം കൈകാര്യം ചെയ്യേണ്ടത് എന്ന രീതിയിലാണ് പഠിപ്പിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. ഞാൻ MPhil പഠിച്ചത് സാറിന് അറിയാം, കേരള സർവകലാശാലയുടെ ഒറ്റ കോഴ്സായിരുന്നു അത്. കോഗ്നിറ്റീവ് സയൻസ് എന്നാണ് കോഴ്സിൻ്റെ പേര്. ഞാൻ കമ്പ്യൂട്ടർ സയൻസ്, ഫിലോസഫി, സൈക്കോളജി, ലിംഗ്വിസ്റ്റിക്സ് 4 ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ടാണ് MPhil ചെയ്തത്. സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് ആണ് എൻ്റെ ബേസ്. അങ്ങനെ അല്ലാതെ ഭാഷാശാസ്ത്രത്തിൽ ഇന്ന് നിലനിൽക്കാൻ സാധിക്കില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് എനിക്കൊരു ഉത്തരം പറയാനുള്ളത്, നമുക്കൊരിക്കലും ഒരു വിജ്ഞാനത്തിന് മാത്രമായിട്ട് ഒരിക്കലും ഇന്നത്തെ ഒരു സമൂഹത്തിൽ ഗവേഷണം എന്ന രീതിയിൽ നിലനിൽക്കാൻ സാധിക്കില്ല. ഒരു അനുഭവം കൂടി പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ കമ്പ്യൂട്ടർ ഭാഷാശാസ്ത്രത്തിൻ്റെ ചില ചെറിയ പഠനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് മലയാളത്തിൽ രൂപാപകൃതി, മോർഫോളജിക്കൽ അനലൈസർ പോലെയുള്ള ടൂളുകൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ള ദേശീയ അന്താരാഷ്ട്ര ലേഖനങ്ങൾ വായിച്ചിട്ട് അതിൻ്റെ പിന്നാലെ പോയി. തിരുവനന്തപുരത്ത് പ്രമുഖ സ്ഥാപനങ്ങളിൽ, സർക്കാർ സ്ഥാപനങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോഴാണ് അതിൻ്റെ ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കുന്നത്. ഇതൊക്കെ പേപ്പറുകൾ മാത്രമേ ഉള്ളൂ, ഇതിനകത്ത് ടൂളുകളൊന്നും നിലവിലില്ല എന്നുള്ളത്. അപ്പോൾ ഒരു ടൂളിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞാൽ ഞങ്ങൾ അതിന് സന്ധി നിയമങ്ങളെ കുറിച്ച് പറയുന്ന ഒരു ടൂളിനെ കുറിച്ച് പറയുമ്പോൾ അതിൽ പറയുന്നത് ഞങ്ങൾ സന്ധി ആകെ 4 നിയമങ്ങൾ വെച്ചിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് എന്നാണ്. അപ്പം ഇത്തരത്തിലാണ് നമ്മുടെ ഗവേഷണങ്ങൾ ഒറ്റപ്പെട്ട് ഓരോ മൂലയ്ക്ക് ഇരിക്കുന്നത് എന്നുള്ളതാണ് അതിന് സത്യം. അങ്ങനെയല്ലാതെ ഭാഷാശാസ്ത്രത്തിന് സാഹിത്യത്തിൻ്റെ ആവശ്യമുണ്ട്, മലയാളക്കാരുടെ ആവശ്യമുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ മലയാളം അധ്യാപകർ ചെയ്യുന്ന ഭാഷാശാസ്ത്ര ഗവേഷണം കാണുമ്പോൾ ഞങ്ങളോടൊന്ന് ചോദിച്ചുകൂടായിരുന്നു എന്ന് തോന്നുന്ന അവസരങ്ങളിൽ ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു പാരസ്പര്യം നമ്മുടെ എല്ലാ വിജ്ഞാന മേഖലകളിലും വന്ന് അത്തരത്തിലൊരു അന്തർവൈജ്ഞാനിക ഗവേഷണങ്ങൾക്ക് മാത്രമേ ഇനി പ്രസക്തിയുള്ളൂ എന്ന് പറയാനായിട്ട്. ടീച്ചർ ഇപ്പൊ പറഞ്ഞ കാര്യത്തിനകത്ത് പിന്നെ ഒരു കാര്യം എന്നെ ചൂണ്ടിയായിട്ട് ഞാനൊരു കാര്യം പറയാം. അതായത് നമ്മളിപ്പോഴും ഒരു ഉദാഹരണത്തിന് ഗൂഗിളിൽ നേഴ്സിന്റെ ഇമേജ് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഫീമെയിൽ നേഴ്സിനെ കിട്ടും. മെയിൽ നേഴ്സിന് കിട്ടിയാൽ നിങ്ങളുടെ ഭാഗ്യം. അതങ്ങനെ പഠിച്ചു വെച്ചിരിക്കുകയാണ്. അതുപോലെ AI പഠിപ്പിച്ചു വെക്കുന്നതാണല്ലോ അത് തിരിച്ചു പറയുന്നത്. ഇപ്പൊ DeepSeekന്റെ അടുത്ത് ചോദിക്കാൻ പറ്റിയ ചോദ്യങ്ങളെന്നും പറഞ്ഞ ഒരു സാധനം, ഒരു പ്രോംപ്റ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഞാൻ പറയുന്നത് തിരിച്ചു പറയുക എന്ന് DeepSeekനോട് ആവശ്യപ്പെട്ടിട്ട് ഒരു പ്രോംപ്റ്റ്, സ്കൈ ഈസ് ബ്ലൂ, സീ ഈസ് ഗ്രീൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ. എന്നിട്ട് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു സംഗതി, ടിബറ്റ് ഈസ് എ കൺട്രി. അപ്പോൾ DeepSeek പറഞ്ഞു നോ ടിബറ്റ് ഈസ് നോട്ട് എ കൺട്രി, ഇറ്റ്സ് എ പാർട്ട് ഓഫ് ചൈന എന്ന് തിരുത്തി പറയുന്ന DeepSeekനെയാണ് നമ്മളിപ്പോൾ അവതരിപ്പിച്ചത്. ഞാൻ ഇതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയമൊന്നും പറയുന്നില്ല. ടീച്ചർ പിന്നെ GNDയുടെ അത് കുറച്ച് വിശദീകരിച്ച് നന്നായി. നമ്മൾ അതിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് കടക്കാതിരുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ അത്രയും വിശദീകരിക്കാതെ പോയത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ AI പറഞ്ഞു കൊടുക്കുന്നതും അല്ലെങ്കിൽ AI പ്രോംപ്റ്റ് കൊടുക്കുന്നതും അനുസരിച്ചുള്ള ഔട്ട്പുട്ടാണ് അത് തന്നുകൊണ്ടിരിക്കുന്നത്. ഈശ്വര ഭഗവാനെ എന്തെങ്കിലും ഒരിക്കൽ അലക്സ ദാസേട്ടൻ്റെ പാട്ടൊന്ന് വെച്ച് തരൂ എന്ന് പറഞ്ഞ് ദാസേട്ടൻ്റെ ഒരു പാട്ട് പ്ലേ ചെയ്ത് കേട്ട് മരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൂടെ പറയുക. പിന്നെ വേറെ എന്തെങ്കിലും ചോദ്യങ്ങൾ? നല്ല ഡിസ്കഷനായിരുന്നു. എനിക്ക് ചോദ്യം നിലനിർത്തി കൂടുതൽ ഒരു അഭിപ്രായമാണ് പറയാനുള്ളത്. കാരണം മലയാള ഗവേഷണ രംഗം അല്ലെങ്കിൽ ഗവേഷണ രംഗം പൊതുവെ നേരിടുന്ന, ഇന്ത്യയിലെയും കേരളത്തിലെയും ഗവേഷണ രംഗം സാമാന്യമായിട്ട് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എനിക്ക് തോന്നുന്നത് ഒന്നുമല്ല, ടീച്ചർമാർക്ക് റിസർച്ച് ചെയ്യാനും ഗൈഡുമാർക്കും കുട്ടികൾക്കും റിസർച്ച് ചെയ്യാനുള്ള സമയം കിട്ടണം എന്നതാണ്. അത് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരിക്കൽ ഒരു യൂണിവേഴ്സിറ്റിയിലെ വിദേശത്ത് ഒരുപാട് കാലത്ത് വേറൊരു യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ച ഒരു അധ്യാപകൻ കാലിക്കറ്റിൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ മാഷെ ഞാൻ വഴിക്കൊന്ന് കാണണ്ടേ. അതൊക്കെ ഒരു 15 വർഷം വിദേശത്ത് വർക്ക് ചെയ്താണ്.
അപ്പം ഞാൻ മാഷോട് ചോദിച്ചു, മാഷെ എന്താ വ്യത്യാസം, അവിടുത്തെയും ഇവിടുത്തെയും നമ്മൾ എന്താ വ്യത്യാസം ചോദിച്ചു. അപ്പം മാഷ് പറഞ്ഞു, ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്ജക്റ്റ് മാത്രം ആലോചിച്ചാൽ മതി, ഇവിടെ വന്നതിന് ശരിക്കും സബ്ജക്റ്റ് ആലോചിക്കുകയേ വേണ്ട. കാരണം ഒരു ദിവസം 25 മീറ്റിംഗ്, നാട്ടിലുള്ള സകല കമ്മിറ്റിക്ക് എക്സ്പെർട്ട്, പിന്നെ ഒരുപാട് പേപ്പർ വർക്ക് തുടങ്ങിയിട്ട് ഇദ്ദേഹം പറഞ്ഞു അദ്ദേഹം ചെയ്യേണ്ട പ്രത്യേകിച്ച് വലിയ അതൊന്നും ചെയ്തിട്ടൊരു കാര്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം, മനസ്സിലായിട്ടാണ് നമ്മളൊക്കെ അറിയാം. അപ്പൊ ഇങ്ങനത്തെ നിരവധിയായ വേണ്ടതും വേണ്ടാത്തതുമായ 100 കണക്കിന് പഠിക്കുകയാണെങ്കിൽ ലേശമൊന്ന് പഠിപ്പിക്കുകയും വേണം എന്നുള്ള മട്ടിൽ പോണ രീതി മാറിയല്ലാതെ, അതായത് വിദേശങ്ങളിൽ എൻ്റെ പരിമിതമായ അറിവേ ഉള്ളൂ, വർക്ക് ചെയ്ത പരിചയമൊന്നുമില്ല, കേട്ടിട്ടുള്ള അറിവ് വെച്ചിട്ട് ഒരാൾക്ക് പ്രധാനമായിട്ട് അവനവൻ്റെ അല്ലെ അവളുടെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് ഉള്ള പഠനങ്ങളൊക്കെ അല്ലാണ്ട് ഒരുപാട് പേപ്പർ വർക്കോ, നമ്മളൊരു ഹൈപ്പൈഡ് ക്ലബ്ബല്ലേ ബേസിക്കലി കേരളത്തിൽ ഒരു അധ്യാപകനല്ല അധ്യാപകർ ഹൈപ്പൈഡ് ക്ലബ്ബാണ്. കുറച്ചുകൂടി സാധാരണ ക്ലബ്ബുമാരെ കുറച്ചുകൂടി ശമ്പളം കിട്ടുന്നതാണ് വ്യത്യാസം. പക്ഷെ ചെയ്യുന്ന പണീൻ്റെ ഒരു വലിയൊരു സമയം പോണത് ഈ ക്ലബിക്കൽ പണികൾക്കും ഇതുപോലെ ആവശ്യമില്ലാത്ത പല പല പണികൾക്കുമാണ്. അപ്പം അത് കംപ്ലീറ്റ് മാറ്റാൻ പറ്റിയില്ലെങ്കിൽ പരമാവധി കുറച്ചിട്ട് ഓരോരുത്തരും ഒരു എന്താ പറയുക, കപ്പൽ ഓടിക്കുന്ന ആൾ കപ്പൽ ഓടിക്കട്ടെ എന്നല്ലേ നമ്മൾ പറയാം അല്ലേ, വിമാനം ഓടിക്കുന്ന ആളത് ഓടിക്കട്ടെ, ഡോക്ടർ ചികിത്സിക്കട്ടെ എന്ന് പറയുന്ന പോലെ മാഷന്മാരും ടീച്ചർമാരും പഠിപ്പിക്കട്ടെ എന്ന് തീരുമാനിക്കുന്ന ഒരു ഘട്ടം വന്നാൽ ഒന്നാമത്തെ ആവശ്യമാണ് എനിക്ക് തോന്നുന്നത്. ഒരു പിന്നെ ഡോക്ടർ എത്രമാത്രം ക്ലറിക്കൽ വർക്ക് ചെയ്യുന്നുള്ളതല്ല അയാളൊരു കൂടുതൽ അയാളുടെ ഒരു മാനദണ്ഡം. ഒരു എഞ്ചിനീയർ എത്ര നന്നായി ബിൽഡിംഗ് ഉണ്ടാക്കണമല്ലേ എന്താ വെച്ചാൽ എഞ്ചിനീയറിംഗ് വർക്ക് ചെയ്യുന്നുള്ള. പക്ഷെ ടീച്ചർമാർ കാര്യം വരുന്നത് കംപ്ലീറ്റ് മാറി. നമ്മൾ ഈ തരത്തിലുള്ള തെളിയിക്കലും ബോധിപ്പിക്കലും ക്ലറിക്കൽ വർക്കും 100 കണക്കിന് കമ്മിറ്റികളും കമ്മീഷനുകളും അതിൻ്റെ പലതിൻ്റെ അധ്യക്ഷന്മാരും അധ്യക്ഷകളും പിന്നെ ഇങ്ങനെ തുടങ്ങിയിട്ട് ചെയ്യേണ്ടാത്തൊരു പണിയില്ല. ഇത് ഒരു വലിയ വിഷയം എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അത് സംസാരിക്കുന്ന വലിയൊരു വിഭാഗം അധ്യാപകരുടെ കുറിച്ചും തോന്നാറുണ്ട്. അപ്പോൾ ടീച്ചർമാർ അവരവരുടെ പണിയെടുക്കട്ടെ, പ്രത്യേകിച്ച് പഠിപ്പിക്കുന്ന അവരായാലും പഠിപ്പിക്കുന്ന മേഖലയിലായാലും അതേപോലെ റിസർച്ച് ഗൈഡുമാരായാലൊക്കെ നമുക്ക് കുട്ടികളെ കൂടെ പഠിക്കണ്ടേ. ഈ വിഷയം നമ്മളും ഈ പറഞ്ഞ പോലെ തന്നെ കുട്ടികൾക്ക് ഓട്ടോണമി ഉള്ളപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ പഠിക്കണ്ടേ, എങ്കിലല്ലേ നമുക്കത് ഇവോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു പുതിയ റിസർച്ച് ഒരു തീസിസ് നന്നായി വരുന്ന ടീച്ചറും കുട്ടിയും കൂടി ഗൈഡും സ്റ്റുഡൻറ്റും കൂടി പഠിക്കണം, സ്കോളറും കൂടി പഠിക്കണം. എവിടെ സമയം? അപ്പോൾ കുട്ടികൾ അവരവരുടെ പണിയെടുക്കുന്നില്ല എന്നൊരു പ്രശ്നം പലപ്പോഴും ഉണ്ടെങ്കിൽ അതിൻ്റെ എത്രയോ കൂടുതലായിട്ട് നമ്മൾ ചെയ്യേണ്ട പണി, നമ്മൾ ഒരു പണി എടുക്കുന്നില്ല ഞാൻ പറയുന്നില്ല, എടുക്കേണ്ട പണിയല്ല എടുക്കണം എനിക്ക് തോന്നുന്നത്. എടുക്കേണ്ട പണിയല്ല എടുക്കുന്നത്, വേറെയുള്ള പല പല പണികളാണ്. ഏറ്റവും പ്രാഥമികമായിട്ട് അധ്യാപകർക്ക്, പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി സർവകലാശാല തലങ്ങളിലൊക്കെ ഉള്ള സർവകലാശാല ഹയർ എഡ്യൂക്കേഷൻ ഇത്തരം സ്ഥാപനങ്ങളിലെ അധ്യാപകർക്ക് ഗവേഷണവുമായി ബന്ധപ്പെട്ടും പഠനവുമായി ബന്ധപ്പെട്ടുള്ള സമയം, അതിന് വേറെ എന്തെങ്കിലുമൊക്കെ മാനദണ്ഡം ഉണ്ടാക്കിക്കോട്ടെ, അത് പരിശോധിക്കാൻ, അത് ഉപയോഗിക്കുന്നുള്ളതിന് എന്തെങ്കിലുമൊക്കെ സംവിധാനം ഉണ്ടായിക്കോട്ടെ. ഉദാഹരണം റിസർച്ച് ആർട്ടിക്കിളോ പോലത്തെയൊക്കെ എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ എന്ത് സംവിധാനമാണ് ചെയ്തോട്ടെ. പക്ഷെ അവിടേക്ക് ഫോക്കസ് ചെയ്തില്ലെങ്കിൽ ഇത് മൊത്തം ഇപ്പം തന്നെ ഒരു പകുതി വരെ ഒരു തമാശയാണ്, ഇതിൽ വലിയ തമാശയായി മാറും എന്നുള്ളതാണ് എനിക്ക് തോന്നിയ ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഇവിടെ ഇപ്പോൾ ചർച്ചയിൽ കേട്ട പോലെ തന്നെ കാലടിച്ചിരിക്കുന്ന ഡിസ്റെസ്പെക്റ്റ് ആയി വിചാരിക്കല്ലേ. പിന്നെ ഇവിടെ കേട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്റർ ഡിസിപ്ലിനറി ആയിട്ട് ടീച്ചറൊക്കെ പറഞ്ഞു, ശരി തന്നെയാണ്, ഇന്റർ ഡിസിപ്ലിനറി ആയിട്ട് തന്നെയാണ് പഠനങ്ങൾ അധികവും ഇനി പോകേണ്ടത്. ഇന്റർ ഡിസിപ്ലിനറി ആവണം എന്നുള്ള തിരിച്ചറിവ് തന്നെയാണ് ഈ 4 ഇയർ UG NEP ഒക്കെ വരുന്നത്. അപ്പം ഇനി ഒരു കുട്ടി ഇപ്പോൾ പ്യുവറായിട്ട് ഒരു ഡിസിപ്ലിൻ ഫോളോ ചെയ്ത് വരുന്ന രീതിയൊക്കെ പ്രത്യക്ഷമാവുകയും അതിനിടയ്ക്ക് ഒരുപാട് ഫ്ലെക്സിബിലിറ്റി, ധാരാളം ഇത്തരത്തിലുള്ള സാധ്യതകളായിട്ടാണ് 4 ഇയർ UG വരുന്നത്. ഇനി പിന്നെ PG ഉണ്ടാവുമെന്ന് തന്നെ അറിയില്ല. അപ്പോൾ ഈ തരത്തിലുള്ളൊരു രീതി അവിടെ ഉണ്ട്, നിലപാട് മാറ്റമുണ്ട്. ആ നിലപാട് മാറ്റം പതുക്കെ റിസർച്ചിലും പ്രതിഫലിക്കുന്നുണ്ട് തോന്നുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ പലതിൽ എതിർക്കുന്നുണ്ടെങ്കിലും UGCന്റെ പുതിയ ഡ്രാഫ്റ്റിൽ അങ്ങനെ ചില കാര്യങ്ങൾ പറയുന്നു. ഒരു വിഷയത്തിൽ നെറ്റ് എഴുതണമെങ്കിൽ ആ വിഷയത്തിൽ MA പഠിക്കണം എന്നില്ല. അതിൽ നമുക്ക് വിയോജിക്കാം തീർച്ചയായിട്ടും, പക്ഷെ അതിൽ ചില അംശത്തിൽ ചില ശരികളും ഉണ്ട്. കാരണം അങ്ങനെയൊക്കെ ഈ NEP ആയാലും ശരി 4 ഇയർ ഈ UGCന്റെ കരട് ഗൈഡ് ലൈൻസിൽ ഒരുപാട് എതിർക്കേണ്ട കാര്യങ്ങളുള്ളപ്പോഴും ചിലതൊക്കെ ഈ വഴിക്കുള്ള ചില ആലോചനകൾ അതിലുണ്ട്. അതേപോലെ
അതേപോലെ ഈ 4 ഇയർ UG അങ്ങനെ തന്നെയാണ്. അപ്പോൾ അനിവാര്യമായിട്ട് നമ്മൾ ഈ ഇന്റർഡിസിപ്ലിനറിയിലേക്ക് നമുക്ക് പോവാണ്ടിരിക്കാൻ പറ്റില്ല. പക്ഷെ അതൊക്കെ ഉള്ളപ്പോഴും ഈ ഒരു കാര്യമാണ് കിടക്കുന്നത്. പഠനം, ബോധനം, ഗവേഷണ മാർഗദർശിയുടെ പണി, ഗവേഷണം, ഇതിലൊക്കെ വലിയ പ്രാധാന്യം നൽകുന്ന ഒരു അന്തരീക്ഷം, ഒരു അക്കാദമിക്കായ റിസർച്ച് ഓറിയന്റഡ് ഒരു അന്തരീക്ഷം ഉണ്ടാവുക എന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ്. അത് സത്യത്തിൽ ഇവിടെ നിലനിൽക്കുന്നില്ല. ചില ആളുകളുടെ കഠിനാധ്വാനം കൊണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെയോ രീതിയിലൊക്കെയാണ് ഇതിങ്ങനെ പോണത്. ചില ആളുകൾ നന്നായി വർക്ക് ചെയ്യുന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ എല്ലാവർക്കും അങ്ങനെ സാധിച്ചോളുന്നില്ല. പിന്നെ സാമാന്യം നോക്കിയാൽ അങ്ങനെ റിസർച്ച് ഫ്രണ്ട്ലി ആയ ഒരു അറ്റ്മോസ്ഫിയർ അല്ല ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ളത്. അത് മാറ്റുക തന്നെ വേണം. അത് മാറ്റുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒന്നാമത്തെ പണി ഞാൻ പറയാനുള്ളത്. പിന്നെ സിദ്ദിഖ് മാഷ റീറ്റർണി തെറാപ്പി നല്ല പുസ്തകം കേട്ടോ. ടീച്ചർ സത്യത്തിൽ പറഞ്ഞ കാര്യത്തിന്റെ ഒരു രാഷ്ട്രീയത്തെ കുറിച്ച് കൂടി പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞാനിപ്പോ സത്യത്തിൽ ക്ലാസ് എടുക്കാറില്ല, പരസ്യമായിട്ട് ഞാൻ അഡ്മിറ്റ് ചെയ്തു. കുഴപ്പമില്ല, കാരണം എനിക്ക് വന്നത് ടീച്ചിങ്ങിൽ 19 കൊല്ലമായി. ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം അതിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ 18 കൊല്ലവും എനിക്ക് പഠിപ്പിക്കാതിരിക്കാൻ ധൈര്യമില്ലായിരുന്നു. ഞാൻ അന്തം വിട്ട് പഠിപ്പിക്കുകയായിരുന്നു. ഇപ്പൊ ഞാൻ പഠിപ്പിക്കാറില്ല, കാരണം ക്ലാസ് എടുക്കുന്ന ഇവരൊക്കെ തന്നെയാണ്. കുറച്ച് കുട്ടികൾ ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ അവരെ കൊണ്ടാണ് ക്ലാസ് എടുപ്പിക്കുന്നത്. എന്നിട്ട് ബാക്കിലിരിക്കും. അപ്പോൾ ആരെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്യാമെന്ന് ഞാൻ പറയും, ഇത് ഞാൻ ഭഗവാൻ കൃഷ്ണനിൽ നിന്ന് പഠിച്ച പാഠമാണ്. കൃഷ്ണൻ സ്റ്റുഡന്റിനെ ബാക്കിൽ ഇരുത്തിയിട്ട് കൃഷ്ണ ഫ്രണ്ടിലാണല്ലോ ഇരിക്കുന്നത്. സത്യത്തിൽ അതൊരു ഭയങ്കര പെഡഗോഗിയാണ്. അത് കഴിഞ്ഞപ്പോൾ എനിക്കിപ്പോൾ മനസ്സിലായ ഒരു കാര്യം, എഫേർട്ട്ലെസ് ആയി ക്ലാസ് എടുക്കാൻ പറ്റുന്നുണ്ട്. കുട്ടികളും അങ്ങനെ സാക്ഷ്യപ്പെടുത്തുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവരും കുറെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്, അവരത് എന്റർടൈൻ ചെയ്യുന്നുണ്ട്. ഇന്നലെ തന്നെ ഇപ്പോൾ ഈ നാടകമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാസ്സിൽ ഡെമോൺസ്ട്രേഷനിലൂടെയാണ് ഒരാൾ കഥകളി അവതരിപ്പിക്കുന്നു, മറ്റൊരാളത് കാണുന്നു. എനിക്കിത് വലിയ പാഠമായിരുന്നു. ഞാനൊരു സ്റ്റുഡൻ്റായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഈ എഫേർട്ട്ലെസ് ആയിട്ടുള്ള ടീച്ചിങ് എന്നെ സംബന്ധിച്ച് ഒരു ഇന്നോവേറ്റീവ് ടീച്ചിങ് ആയിട്ടാണ് ഞാൻ കണ്ടുപിടിക്കുന്നത്. അത് എനിക്ക് കുറച്ചുകൂടെ സമയം തരുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ടീച്ചർ തീർച്ചയായിട്ടും പറഞ്ഞ കാര്യം, ഈ ഇങ്ങനെ കണ്ടെത്തുന്നതിലേക്ക് എന്നെ നയിച്ചത് സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഈ പേപ്പർ വർക്കുകൾ, അതായത് മീറ്റിങ്ങുകൾ, അതിൻ്റെ ഇടയിൽ കൂടെ പൊതു മീറ്റിങ്ങുകൾ, പിന്നെ മറ്റു കാര്യങ്ങൾ. ആ അർത്ഥത്തിൽ നമ്മുടെ ക്ലാസ് റൂമിലൊരു കുട്ടി കയറി വന്നാൽ ഞാൻ സത്യത്തിൽ ദേഷ്യപ്പെടും. ഇറങ്ങി പോവാമോ പുറത്തോട്ട്, എന്തിനാണ് കയറി വരുന്നത് എന്ന് തോന്നുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവര് നമ്മുടെ അടുത്തൊരു സമയം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് വിളിക്കുന്ന ആളിനോട് ഞാൻ പറയാം 5 മിനിറ്റ് സംസാരിക്കും. 6ാമതൊരു മിനിറ്റ് സംസാരിച്ചാൽ കൈ കിട്ടുന്ന എടുത്ത് ഞാൻ അടിക്കും, പെട്ടെന്ന് അത്തി പോയിക്കോളൂ എന്ന് പറയും. ഇത് നമ്മൾ കൂട്ടായി ആലോചിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. നാളത്തെ അധ്യാപകരാണ് മുന്നിലിരിക്കുന്നത്. സമയം വളരെ പ്രഷ്യസ് ആണ്. സബ്ജക്റ്റ് ആണ് നമ്മൾ വർക്ക് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു ഏരിയ. രണ്ടാമത്തേത് ടീച്ചർ പറഞ്ഞ റെഗുലേഷൻ വൈസ് അത് മെച്ചപ്പെട്ട ഒബ്സർവേഷൻസ് ഉണ്ട്, തീർച്ചയായിട്ടും ഇല്ലെന്നല്ല. ഇന്റർഡിസിപ്ലിനറി ഔട്ട്ലുക്ക് എന്ന് പറയുന്ന സാധനം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇപ്പൊ കാണുന്ന ഒരു പ്രവണത, ഈ ഇന്റർഡിസിപ്ലിനറി എന്ന് പറയുന്നതിന് സയന്റിഫിക് ടെമ്പർ ഇല്ലാത്ത ഇന്റർഡിസിപ്ലിനറി ആക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. അതായത് ഒരിടത്ത് നിന്നൊരു കുട്ടി സംസാരിക്കുന്നത് ഞാൻ കേട്ടത്, ഹ്യൂമൻ ബോഡി മുഴുവൻ എനർജിയുടെ സ്പോട്ടുകളുണ്ട്. അർജുനൻ അതാണ് നമ്മളെ പഠിപ്പിച്ചത്, ഇന്ത്യൻ നോളജ് സിസ്റ്റം. ഇത് മൊത്തം മണ്ടത്തരങ്ങളും ശുദ്ധ പോകൃതരങ്ങളുമാണ് പഠിപ്പിച്ചു വിടുന്നത്. അതിനെക്കുറിച്ച് ഒരു പ്രസംഗം തന്നെ ഞാൻ നടത്തിയിട്ടുണ്ട്. വൺസ് അപ്പോൺ എ ടൈം ദെയർ വാസ് എ ബുൾബുൾ ബേർഡ്, ആൻഡമാൻ നിക്കോബാർ. അദ്ദേഹം ജയിലിൽ കിടന്ന സമയത്ത് ആൻഡമാൻ നിക്കോബാറിൽ ബുൾബുൾ ബേർഡ് വിസിറ്റ് ദാറ്റ് പേഴ്സൺ. ഇതൊരു അക്കാഡമിക് സെമിനാറുടെ പേര് പറയുന്നില്ല, പാഠപുസ്തകത്തിൽ വന്നാ സാറേ, കാലവണ്ണ ബദ്ധകാരു എന്നാണ് മറ്റങ്ങാണ്ടയുടെ പുസ്തകത്തിൻ്റെ. ഇത് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു കാലത്ത്. വാട്ട് ഈസ് ഡൈവേഴ്സിറ്റി എന്ന് ചോദിക്കുമ്പോൾ എല്ലാം ഡൈവേഴ്സാണ്. മലയാളം, തമിഴ് എല്ലാം ദേവവാണികളുടെ മക്കളാണെന്ന് പറയുന്നു. പക്ഷെ മലയാളത്തിന് ഫണ്ട് വെട്ടിച്ചുരുക്കുക, കിട്ടുന്ന ഫെലോഷിപ്പിന്റെ അളവ് കുറയുക. പക്ഷെ ഡൈവേഴ്സിറ്റി ഉണ്ടെന്ന് ചുമ്മാ കുടുംബ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എല്ലാവരും സഹോദരങ്ങളാണെന്ന് പറയുക, പള്ളയിൽ കത്തി കയറ്റുക, എന്നിട്ട് എല്ലാ മതങ്ങളും തുല്യമാണെന്ന് പറയുക, ഒരു മതത്തെ മാത്രം പ്രോത്സാഹിപ്പിക്കുക. ഇത്തരത്തിലുള്ള കാപട്യവും ഈ ഇന്റർഡിസിപ്ലിനാരിറ്റിയുടെ ഇടയിലൂടെ കടന്നു വരുന്നുണ്ട്. ടീച്ചർ സത്യത്തിൽ ചൂണ്ടിക്കാണിച്ചത് ആ ഒരു പ്രശ്നം വളരെ കൃത്യമായി ഗവേഷകർ അഡ്രസ് ചെയ്യേണ്ടതുണ്ട്. GN ദേവിയെ കുറിച്ച് സാറും പറഞ്ഞു, ടീച്ചറും പറഞ്ഞു. ഒരുപക്ഷെ GN ദേവി നാളെ ഇന്ത്യയുടെ ചരിത്രത്തിൽ നിൽക്കാൻ പോകുന്നത് യുദ്ധം നടത്തിയ
അശോകൻ നിന്നതുപോലെയല്ല, നടത്തിയ യുദ്ധത്തിന് ശേഷം യുദ്ധത്തെ തള്ളി പറഞ്ഞ അശോകനെ പോലെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ GN ദേവി ആഫ്റ്റർ അംനീഷ്യയ്ക്ക് കിട്ടിയ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന്റെ പേരിലല്ല ചരിത്രത്തിൽ നിൽക്കാൻ പോണത്, ആ തിരിച്ചു കൊടുത്ത അവാർഡിന്റെ പേരിൽ. ഈ ഒരു പ്രബുദ്ധതയും കൂടി ഗവേഷണത്തിൽ നമ്മൾ സൂക്ഷിക്കാത്ത പക്ഷം സത്യത്തിൽ നമ്മൾ ചരിത്രത്തോട് വലിയ അപാകതയായിരിക്കും ചെയ്യുന്നത് എന്നുള്ളത്. അത് ടീച്ചർ പറയാൻ കാണിച്ച ഒരു ധൈര്യത്തെ ഞാൻ അംഗീകരിക്കുന്നു. ആ ധൈര്യം കാണിക്കാൻ വേണ്ടി ടീച്ചർ കാല് നീട്ടി വെച്ചു എന്നുള്ളതാണ് രസകരമായ ഒരു കാര്യം. ടീച്ചർ ഇരുന്നിട്ടാണ് കാല് നീട്ടിയത്. ഞാൻ തമാശയ്ക്ക് പറഞ്ഞാട്ടോ, അത് രസകരമായൊരു മെറ്റഫറായിട്ട് എടുക്കാവും. ആ ധൈര്യം ടീച്ചറും കാണിച്ചു, ടീച്ചറും കാണിച്ചു. നന്ദി. നമ്മള് ഇതൊക്കെ എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ആലോചിക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഞാൻ ഇടയ്ക്കൊന്ന് ഇതുമായി ബന്ധപ്പെട്ടൊന്ന് കമന്റ് ചെയ്യുന്നുണ്ട്. ഈ സ്മിത ടീച്ചറും സുനീത ടീച്ചറും കൂടെ വാസ്തവത്തിൽ സംസാരിച്ചതോടെ മൊത്തത്തിൽ ഒന്നുകൂടെ ഒന്ന് കളറായി. ഈ വാസ്തവത്തിൽ നമ്മൾ ഇന്റർ ഡിസിപ്ലിനറി സ്റ്റഡീസ് വരെയാണ് എത്തിയത്. ശരിക്കും നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പ്രാക്ടീസ് ചെയ്യുന്ന മൾട്ടി ഡിസിപ്ലിനറിയും കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. പലപ്പോഴും നമ്മൾ മൾട്ടി ഡിസിപ്ലിനറി ചെയ്തിട്ട് അതിനെ ഇന്റർ ഡിസിപ്ലിനറി ആയിട്ട് നമ്മൾ അങ്ങ് സങ്കല്പിച്ചങ്ങ് പുറത്തേക്ക് വിടുകയാണ്. ഇപ്പോൾ ഇന്റർ ഡിസിപ്ലിനറി എന്താണെന്ന് ചോദിച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട് ഫേമസ് ആയിട്ടുള്ള ഒരു ഉദാഹരണമുണ്ട് കേട്ടോ. അത് വെറുതെ ഒന്ന് ഈ കേട്ടിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഒന്ന് പറയുന്നുണ്ട്. ഇന്റർ ഡിസിപ്ലിനറി എന്താണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടി പറയുന്നത് ഒരു മിക്സഡ് ഫ്രൂട്ട് ജ്യൂസ് പോലെയാണ് ഇന്റർ ഡിസിപ്ലിനറി. മിക്സഡ് ഫ്രൂട്ട് ജ്യൂസ്. അപ്പോൾ മൾട്ടി ഡിസിപ്ലിനറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രൂട്ട് സലാഡ് പോലെയാണ്. അപ്പൊ ഇതിന്റെ സാമ്യവും വ്യത്യാസവും നമുക്ക് പിന്നെ തിരിച്ചറിയാൻ പറ്റില്ല. അപ്പൊ ഇതുപോലെ നമ്മുടെ കേസുകളിലൊക്കെ പലപ്പോഴും മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരുപാട് എലിമെന്റ്സ് അതിനകത്ത് കയറി ഇറങ്ങി പോകും. പക്ഷെ നമ്മൾ ഈ നേരത്തെ ഇവർ രണ്ടുപേരും പറഞ്ഞതുപോലെ നമ്മൾ ഈ ഇന്റർ ഡിസിപ്ലിനറി എന്ന് പറയുന്ന ഒരു സാധ്യതയിലേക്ക് വരുന്നത് ഇതിൽ ഏത് ഡിസിപ്ലിനാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സാധ്യതയിലേക്കാണ്. പക്ഷെ അപ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഏത് ഡിസിപ്ലിന്റെ കീഴിൽ ഡോക്ടർ ഓഫ് ഫിലോസഫി കൊടുക്കുന്നത് ഏത് ഡിസിപ്ലിന്റെ കീഴിൽ കൊടുക്കുമെന്നുള്ളത് ഒരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട് സർവകലാശാലകൾക്ക്. കാരണം ആ ഫാക്കൽറ്റിയുടെ പേരിലായിരിക്കുമല്ലോ അത് കൊടുക്കുക. ആ ഫാക്കൽറ്റിയുടെ പേരിൽ കൊടുത്താലേ അതിന്റെ പേരിലുള്ള അഡ്വാൻസ് ഇൻക്രിമെന്റ് ഇപ്പൊ ഇല്ല. അല്ലെങ്കിൽ ഏത് ഫാക്കൽറ്റിയുടെ കീഴിൽ കൊടുത്തു അതിനനുസരിച്ചൊക്കെ അഡ്വാൻസ് ഇൻക്രിമെന്റ് കൊടുത്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് ഒന്നുകൾക്കും ദിനോസറുകൾക്കും മുമ്പാണ്. ഇപ്പോഴും ചേർന്നവർക്ക് അതൊന്നും പ്രശ്നമില്ല. അപ്പൊ അങ്ങനെ ഒരു സംഗതി ഉണ്ട്. ഏതെങ്കിലും ചോദ്യങ്ങൾ? ഈ അവസാന സെഷൻ ആയതുകൊണ്ടാണ് 10 മിനിറ്റ് നീട്ടിക്കൊണ്ട് പോകുന്നത് കേട്ടോ. ചോദിച്ചോളൂ. സാർ, ഈ ഇന്റർ ഡിസിപ്ലിനറി എന്ന് പറയുമ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മള് ഇപ്പൊ മലയാളം ഒരു ഹ്യൂമാനിറ്റീസ് റിലേറ്റഡ് സബ്ജക്റ്റാണ്. പലപ്പോഴും ഈ ഇന്റർ ഡിസിപ്ലിനറി എന്ന് പറയുമ്പോൾ ഈ ഹ്യൂമാനിറ്റീസിന്റെ ഉള്ളിൽ തന്നെ നിന്നു പോകുന്ന ഒരവസ്ഥ. അത് നമ്മുടെ മാത്രം പ്രശ്നമല്ല. ഇപ്പം കേരള സർവകലാശാലയിലാണ് ഞാൻ പഠിക്കുന്നത്. അവിടെ നമ്മൾ ജനറൽ കോഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് MTechൽ ചെന്നിട്ട് AI ഒരു കോഴ്സ് ചോദിച്ചു. അപ്പൊ അവരിങ്ങോട്ട് ചോദിച്ചത്, നിങ്ങൾക്ക് ഈ കോഴ്സ് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ? നിങ്ങൾ ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ എന്താ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? അല്ലെങ്കിൽ ഈ ഫിസിക്സും മറ്റൊക്കെ എടുക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് അതിൽ ആപ്ലിക്കേഷൻ ഉണ്ട്, നിങ്ങൾക്ക് അതിലൊരു ആപ്ലിക്കേഷൻ ഇല്ലല്ലോ എന്ന് ചോദിച്ച് അവർ നിരുത്സാഹപ്പെടുത്താനുണ്ടായത്. അതിന് തൊട്ട് മുന്നത്തെ വർഷമാണ് സിദ്ദിഖ് സാറിന്റെ കീഴിൽ ഒരു കുട്ടി PG ഗവേഷണം വെച്ചത്, AI സാധ്യത മലയാളത്തിൽ എന്ന് പറഞ്ഞിട്ട്. അതൊക്കെ കണ്ടിട്ടാണ് നമ്മളിത് ചോദിക്കാൻ ചെല്ലുന്നത്. പക്ഷെ ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുണ്ടായ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? അതായത് നമുക്കതൊന്നും ആവശ്യമില്ല, നമ്മളതൊന്നും ഉപയോഗിക്കണ്ട എന്ന് പറഞ്ഞുള്ള ഒരു നിരുത്സാഹപ്പെടുത്തലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഇന്റർ ഡിസിപ്ലിനറി ആയിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ പോലും അപ്പുറത്തെ സൈഡിൽ നിന്നൊരു നിരുത്സാഹം. അത് നമ്മുടെ നാട്ടിൽ ഈ ശാസ്ത്രം പഠിക്കുന്നവർക്കൊക്കെ ഈ ലിറ്ററേച്ചർ എടുക്കുന്നവരോട് ഒരു തരം പുച്ഛം. നമ്മൾ ഇന്റർ ഡിസിപ്ലിനറി ആയിട്ട് പോകാൻ ശ്രമിച്ചാൽ പോലും അതിന് പറ്റാത്തൊരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ അത് മനസ്സിലാവേണ്ട എങ്ങനെയാണ് അതിലൊരു ഗവേഷണത്തിലേക്ക് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാലും നമുക്ക് പറ്റുക. അതിൻ്റെ ഒരു ബേസ് ഉണ്ടാക്കാനല്ലേ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ജനറൽ കോഴ്സൊക്കെ നടത്തുന്നത്. പക്ഷെ അവർക്ക് അതിനൊന്നും അല്ല താല്പര്യം. അത് അങ്ങനെ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. കാരണം ഹ്യൂമാനിറ്റി സബ്ജക്ട് എടുക്കുന്നവർ ഇതൊന്നും അറിയണ്ട എന്നുള്ളൊരു നിലപാട് അവരെടുക്കുന്നതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്.
ഇതിന് ഇവരാരെങ്കിലും ഉത്തരം പറയുന്നതിന് മുമ്പ് ഞാൻ ഒരു കിടക്കാച്ചി മറുപടി പറയാം. ഇനി തിരിച്ചു ചെല്ലുമ്പോൾ പറയണം, മലയാള യൂണിവേഴ്സിറ്റി ചെന്നപ്പോൾ AI മുൻനിർത്തി ഒരു ലാംഗ്വേജ് ടൂള് കണ്ടുപിടിച്ച ഒരാളെ ഞാൻ അവിടെ വെച്ച് ഒരു ടൂളിന്റെ പേറ്റന്റ് കിട്ടിയ ഒരാളെ പരിചയപ്പെട്ടു എന്ന് പറയണം. നോക്കണ്ട, ഞാൻ തന്നെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള മനുഷ്യരൊക്കെ കേരളത്തിലുണ്ട് എന്ന് അവരോട് പറയണം. അവർക്ക് അറിയാൻ പാടില്ല എന്നിട്ടാണ്. ഇതൊന്നും വലിയ സംഭവമൊന്നുമല്ല. ഞാനിപ്പോ പറഞ്ഞത് എനിക്കൊരു പ്രൊമോഷൻ ഒന്നുമല്ല. ഇതൊന്നും വലിയ സംഭവമൊന്നുമല്ല ഇന്നത്തെ കാലത്ത്. ഇത് ലാംഗ്വേജുകാർക്കൊക്കെ പറ്റും. പേറ്റന്റ് കിട്ടുന്നത്, ഇപ്പൊ പേറ്റന്റ് എടുക്കുക, ഡിസൈൻ പേറ്റന്റ് എടുക്കുക എന്നൊക്കെ പറയുന്നത് നമ്മൾ ആ വഴിക്ക് ഒരുപക്ഷെ സഞ്ചരിക്കാത്തതുകൊണ്ടാണ്. സഞ്ചരിച്ചു കഴിഞ്ഞാൽ ലാംഗ്വേജുകാർക്ക് പേറ്റന്റ് കിട്ടും. അപ്പം ഈ സയൻസുകാരൊക്കെ പറയും, നിങ്ങൾക്ക് എന്തോ പേറ്റന്റ് എന്നൊക്കെ ചിലപ്പോൾ അവമതിപ്പുണ്ടാക്കുന്ന ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അതൊന്നും കാര്യമില്ല. അതിനൊന്നും ചെവി കൊടുക്കാതിരിക്കാൻ നല്ലത്. ഈ തൻ്റെ താല്പര്യം എന്താണെന്ന് വെച്ചാൽ അതനുസരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് ഒരു മെമ്പർ എന്ന നിലയ്ക്ക്. ബാക്കി അതിനുള്ള മറുപടി ഇവരെല്ലാം പറയും. നമ്മുടെ നാട്ടിൽ മാത്രമാണ് ഈ ഒരു സ്ഥിതിവിശേഷം ഉള്ളത്. മറ്റ് പല രാജ്യങ്ങളിലെല്ലാം ഈ ഒരു വേർതിരിവ് പലപ്പോഴും ഉണ്ടാവാറില്ല. അതായത് ഭാഷാ അധ്യാപകൻ, സാഹിത്യം പഠിക്കുന്നവർ, ശാസ്ത്രാധ്യാപകൻ, ശാസ്ത്രം പഠിക്കുന്നത് ഒരേ ലെവലിലോ അല്ലെങ്കിൽ ഒരു പടി മുകളിലാണ് തോന്നുന്നത് പലപ്പോഴും എനിക്കൊക്കെ സാഹിത്യം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളൊക്കെ. ഇത് നമ്മുടെ നാട്ടിൽ സംഭവിച്ച വലിയൊരു സാംസ്കാരിക പരിണാമത്തിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണത്. ഉദാഹരണത്തിന് വേറൊരു കാര്യം പറയാം. നമ്മുടെ സ്കൂൾ കോളേജുകളിലൊക്കെ, ഇപ്പോൾ കോളേജ് ഡേക്ക് യൂണിവേഴ്സിറ്റിയിലൊക്കെ മിക്കപ്പോഴും ഞങ്ങളുടെ കോളേജിലൊക്കെ അവർ വിളിക്കുന്നത് ഒരു സിനിമ നടനെയോ സിനിമ നടിയായിരിക്കും. കുറച്ച് കാലം മുമ്പ് ആരോടെ വന്നിരുന്നത് നമ്മുടെ എഴുത്തുകാരൻ. ഞങ്ങളുടെ കോളേജിലെ പണ്ട് വന്നത് കോവിലിനും അതേപോലെ തന്നെ സുകുമാർ അഴീക്കോടിൻ്റെ ഒക്കെ ചിത്രങ്ങളൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഇരിപ്പുണ്ട്. പക്ഷെ ഒരാൾ പോലും ഇനി അതേപോലെ ഒരു എഴുത്തുകാരനെ ഈ കോളേജ് യൂണിയന്റെ ഭാഗമായിട്ടോ ഞങ്ങളോ കൊണ്ടുവരികയാണെങ്കിൽ നിർബന്ധപൂർവ്വം അറ്റൻഡൻസ് വേണമെന്ന് പറഞ്ഞിരിക്കുന്നല്ലാതെ കോളേജിൽ ഒരാൾ പോലും ഇരിക്കില്ല. ഇതാണ് അതിന്റെ ഏറ്റവും മിനിയേച്ചർ ആയിട്ടുള്ള ഒരു രൂപം. അപ്പോൾ നമ്മളിന്ന് എത്രമാത്രം മികച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് ഇന്റർ ഡിസിപ്ലിനറി, മൾട്ടി ഡിസിപ്ലിനറി, ഒരുപാട് ശാസ്ത്രം, സാങ്കേതിക അല്ലെ. നമ്മുടെ നാട്ടിലെ ശാസ്ത്രം പഠിക്കുന്നവർ അത് മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ. അതാണ് അതിന്റെ പരാജയം. അത് നമ്മുടെ പരാജയമല്ല, അത് നേരെ മറിച്ച് അവരുടെയും നമ്മുടെ സിസ്റ്റത്തിന്റെയും കൂടി ഒരു പരാജയമാണെന്നാണ് പറയേണ്ടിയിരിക്കുന്നത്. നമ്മളാണ് അതിനെന്ത് ചെയ്യുന്നത്, ആ സിസ്റ്റത്തെ കുറച്ചുകൂടി റിഫൈൻഡ് ആക്കിയിട്ട് അല്ലെങ്കിൽ റീസ്ട്രക്ചർ ചെയ്ത് കുറച്ചുകൂടെ മുന്നോട്ട് കൊണ്ടുപോകും നമ്മൾ ഉത്തരവാദിത്തം. ഇത് എല്ലാ കാലത്തും സാഹിത്യം പഠിക്കുന്നതിന്റെയും പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്തമാണത്, പണ്ട് മുതൽക്ക് തന്നെ. അതാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ ഒരു സംഭവം സത്യത്തിൽ ഞാനിപ്പോഴാണ് അറിയുന്നത്. അത് നമ്മളൊരു അറിവില്ലായ്മയായിട്ട് എടുത്താൽ മതി. കാരണം ഇപ്പോൾ മലയാളം പഠിക്കാൻ ഒരു ഫ്രഞ്ചുകാരൻ മലയാളം ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ നിനക്ക് മലയാളം കൊണ്ട് എന്താണ് കാര്യം? നീ മലയാളം പഠിക്കണ്ട, നീ ഫ്രഞ്ച് പോയി പഠിച്ചോളൂ എന്നൊരു മലയാളം അധ്യാപകനോ അധ്യാപികയോ പറയുന്ന പോലുള്ള ഒരു തെറ്റാണ്. അത് സാറ് പറഞ്ഞ പോലെ ഈ അറിവും വിസ്ഡവും ജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം എവിടെ എന്ന് ചോദിക്കുമ്പോൾ അറിവെടുത്ത് മറ്റൊരാളുടെ തലയിൽ അടിക്കുന്ന ഒരാൾക്ക് വിസ്ഡം ഇല്ല എന്ന് നമ്മൾ കണ്ടാൽ മതി. അതാണ് അതിനകത്തൊരു പ്രശ്നം. നിങ്ങൾ സധൈര്യം ആ കോഴ്സ് എടുക്കണമായിരുന്നു. എടുത്തില്ലെങ്കിൽ അത് സമരം ചെയ്യണമായിരുന്നു. കാരണം അതൊരാളുടെ റൈറ്റാണ്. അത് നമ്മുടെ നോളജ് സിസ്റ്റം ഒരാൾക്ക് തരുന്ന അവകാശത്തെ ബ്ലോക്ക് ചെയ്യാൻ ഒരാൾക്കും അവകാശമില്ല. അവിടെയാണ് നമുക്ക് സമരങ്ങളുടെ ഒരു പ്രസക്തി ഉള്ളത്. എനിക്ക് പഠിക്കേണ്ട ഒരാളെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് ശമ്പളം വാങ്ങുന്ന അധ്യാപകരുടെ ഉത്തരവാദിത്തമാണ്. അല്ലെ, ഒരു ശമ്പളം വാങ്ങരുത്, ഒരു അധ്യാപകരായിരിക്കാൻ അർഹരല്ല എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ നിലവിലുണ്ട്. അത് നമ്മൾ ചെയ്യണം. അത് എനിക്കെതിരെ ആരും ചെയ്യണം. നിങ്ങൾക്ക് തരേണ്ട ഒരു സാധനം ഉത്തരവാദിത്തപ്പെട്ട ഞാൻ തന്നില്ലെങ്കിൽ ഞാനതിന് യോഗ്യനല്ല, ഞാൻ എന്തിനാണ് അവിടെ ഇരിക്കുന്നത് എന്ന് പറയുന്ന ഒരു ചോദ്യം അതിനകത്തുണ്ട്. രണ്ടാമത്തേത്, പുറത്ത് ടീച്ചർ ഇപ്പൊ പറഞ്ഞതുപോലെ പുറത്ത് നമ്മൾ കാണുന്ന ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് അവിടുത്തെ സയന്റിസ്റ്റുകൾ സത്യത്തിൽ അഹങ്കാരം കുറഞ്ഞവരാണ്. അവർ വളരെ ശാന്തരാണ്. ഈ നമ്മുടെ നാട്ടില് വളരെ രസകരമായ കാര്യം, കുറെ ഡെറീദിയന്മാരുണ്ടായിരുന്നു കുറെ കാലം മുമ്പ്. അവര് ഡെറീദയെ വായിച്ച് നമുക്ക് മനസ്സിലാവാത്ത രീതിയിൽ പുഴുങ്ങി തരും. പുഴുങ്ങിയ തരുന്നത് ഇത് തിന്നാനും കൊള്ളത്തില്ല, തുപ്പാനും പറ്റത്തില്ലാത്തൊരു സാധനത്തിലാണ് തരുന്നത്.
ഇത് വായിച്ച് EMS പോലും ഞെട്ടിയിട്ടുണ്ട്. ഇത് ഏത് മലയാളം എന്നാണ് പുള്ളി എനിക്ക് ചോദിച്ചത്. ഈ ഡെറീദിയന്മാരെ കണ്ട് നമ്മൾ പേടിച്ച് നടക്കുന്ന കാലത്താണ് സാക്ഷാൽ ഡെറിദ ആ പാരീസിലൂടെ ഒരു കോട്ടൊക്കെ ഇട്ടിട്ട് ചായം കുടിച്ച ആളുകളുടെ ഇതിലൂടെ അവർക്ക് മനസ്സിലാവുന്ന ഭാഷ സംസാരിച്ചുകൊണ്ട് നടക്കുന്നത്. ഈ കോൺട്രഡിക്ഷനൊക്കെ അവസാനിക്കേണ്ട കാലം കഴിഞ്ഞു. അതുകൊണ്ട് ഇവിടുത്തെ ഈ വ്യാജ സയന്റിസ്റ്റുകളും വ്യാജ ബുദ്ധിജീവികളും അല്ല നമ്മുടെ ഇന്റർ ഡിസിപ്ലിനാരിറ്റിയെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പൊ സാറ് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്. ഫാക്കൽറ്റി ഓഫ് ഓറിയന്റൽ സ്റ്റഡീസിന്റെ കീഴിൽ ഫിലോസഫി ഓഫ് ലിറ്ററേച്ചറിൽ ഒരാൾക്ക് PhD കൊടുക്കും. പക്ഷെ ആ PhD കിട്ടുന്ന ആൾ ഒരു ഇന്റർ ഡിസിപ്ലിനറി ഔട്ട്ലുക്കിൽ ഗവേഷണം ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരറിവും അവർക്ക് അന്യമല്ല, പഠിച്ചെടുക്കാൻ പറ്റും. 5 വർഷം കൊണ്ട് ഒരാൾ MBBS ഡോക്ടറായി മാറുമെങ്കിൽ, ഞാൻ കഴിഞ്ഞ ആഴ്ച പോയ ഞങ്ങളുടെ താലൂക്ക് ആശുപത്രിയിൽ ഒറ്റ സ്ട്രെച്ചിൽ ഒരു ഡോക്ടർ ഇരുന്ന് നോക്കിയത് 172 പേരെ. ഈ OP ടിക്കറ്റ് അച്ചടിച്ച് പുറത്തിറക്കുന്ന പോലെ തരുന്നു. ആ പാവപ്പെട്ട മനുഷ്യൻ അവിടെ ഇരുന്നിട്ട് ഈ 172 ഒരു പരിഭവം അദ്ദേഹത്തിന് മുഖത്തില്ല. ആകെ ചെയ്യുന്നൊരു പ്രശ്നം ഇച്ചിരി വേഗത കൂടുമെന്നേ ഉള്ളൂ. സാധാരണ നറേറ്റീവ് മെഡിസിന്റെ തിയറി അനുസരിച്ച് ഒരു ഡോക്ടർ ഒരാൾക്ക് ഏറ്റവും കൂടുതൽ 1/2 മണിക്കൂർ കൊടുക്കണം, എന്നാലേ രോഗം കൃത്യമായിട്ട് അറിയാൻ പറ്റും. അങ്ങനെ 1/2 മണിക്കൂർ കൊടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഹോസ്പിറ്റലിൽ ആളുകൾ അടിച്ചു പൊളിക്കും. ഈ നാട്ടിലാണ് കോടിക്കണക്കിന് രൂപയുടെ എൻട്രൻസ് വ്യവസായം നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ 100 ആളിനൊരു ഡോക്ടർ ഇവിടെ ഉണ്ടാവണ്ടേ? ഈ ഡോക്ടർ പഠിക്കാൻ താല്പര്യമുള്ള എത്രയോ കുട്ടികൾ നമ്മുടെ ക്ലാസ് മുറികളിൽ ഇവരെന്താ ഡോക്ടർ ആവാത്തത്? ഇത് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യണം. ഈ നാട്ടിലെ വിദ്യാഭ്യാസത്തിന്റെ കച്ചവടവൽക്കരണത്തെ നമ്മൾ ചോദ്യം ചെയ്യണം. ആ ചോദ്യം ചെയ്യുമ്പോൾ ഇന്ന് സാഹിത്യം പഠിക്കുന്ന ഒരു കുട്ടി ചിലപ്പോൾ എവിടെയെങ്കിലും ഇരുന്ന് ഡോക്ടർ ആവേണ്ട ഒരാളായിരിക്കും. ഇന്നിപ്പോ കെമിസ്ട്രി പഠിക്കുന്ന ഒരു കുട്ടി ഏതെങ്കിലും നാസയിൽ റോക്കറ്റ് വിടേണ്ട ഒരാളായിരിക്കും. ആ അർത്ഥത്തിൽ വിജ്ഞാനം ഒരാൾക്കും അണകെട്ടി നിർത്താൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു സംഗതി ഇതിനകത്തുണ്ട്. ഞാൻ നീട്ടുന്നില്ല. സാന്ദർഭികമായി അനൊക്കെ പറഞ്ഞ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം, അത് കാഞ്ചാലയുടെ ഒരു പുസ്തകമാണ്. ഞാൻ ഒരുപാട് ഉദ്ധരിക്കുന്ന പുസ്തകമാണ്. ഈ ടേണിംഗ് ദ പോട്ട് ടില്ലിംഗ് ദ ലാൻഡ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകം. ഈ നാട്ടിലൊരു കുട നന്നാക്കുന്നവന്റെ പൊസിഷൻ എവിടെയാണ്? ചെരുപ്പ് തുന്നുന്നവന്റെ പൊസിഷൻ, കെട്ടിടം പണിയുന്നവന്റെ, വെള്ളം പഠിക്കുന്നവന്റെ, ഈ പരവതാനി വിരിക്കുന്നവരുടെ, മണൽ വിരിക്കുന്നവരുടെ, ഇവരുടെയൊക്കെ പൊസിഷൻ എവിടെയാണെന്ന് ചോദിച്ചാൽ ഈ പണിയെടുക്കുന്ന മനുഷ്യർ മൊത്തം ഇവിടെ അവഗണിക്കപ്പെടുന്നതും പ്രതിഫലം ഏറ്റവും കുറച്ച് വാങ്ങുകയും വിദ്യാഭ്യാസം നിഷേധിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലുള്ളവർ. ആർക്കാണ് പണം കൂടുതൽ കിട്ടുന്നത്? കുനിഞ്ഞൊരു കുപ്പ പോലും എടുക്കാത്ത പുരോഹിതന്മാരാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ പ്രമാണിമാർ. സത്യത്തിൽ ഇതിനെ തിരിച്ചിടണം. അധ്വാനിക്കുകയും അറിവിനെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന സാധാരണ മനുഷ്യർക്ക് എപ്പോഴാണോ സമൂഹത്തിന്റെ മേൽത്തട്ടിലേക്ക് അധികാരം കിട്ടുന്നത്, അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും. അപ്പോൾ ഒരാൾക്ക് പഠിക്കാൻ ഇഷ്ടമുള്ള സാധനം പഠിക്കും. ഡോക്ടർ ആവാൻ താല്പര്യമുള്ള കുട്ടി ഡോക്ടർ ആവും. എഞ്ചിനീയർ ആവാൻ താല്പര്യമുള്ള കുട്ടിയെ എഞ്ചിനീയർ ആവും. കർഷകന് അന്നേ മാന്യത കിട്ടും. അപ്പോഴേ കൃഷിപ്പണി ചെയ്യുന്നവർ കൃഷിസ്ഥലത്തേക്ക്. ഇത് സാമൂഹിക നിർമ്മാണ പ്രക്രിയയിൽ ഒരു പ്രോബ്ലം കൂടിയാണെന്നുള്ളത് സത്യത്തിൽ സാഹിത്യവും ഭാഷാശാസ്ത്രവും ഒക്കെ പഠിക്കുന്ന നമ്മളാണ് ഇന്ന് വിളിച്ചു പറയുന്നത്. നമ്മുടെ ചരിത്ര പണ്ഡിതന്മാർ ഇത് വിളിച്ചു പറയുന്നില്ല. കേരളത്തിൽ ആവർത്തിച്ച് ചരിത്രം എഴുതിക്കൊണ്ടിരിക്കുന്ന സൂപ്പർ സ്റ്റാറുകൾ എഴുതുന്ന ചരിത്രം എന്താണെന്ന് പരിശോധിച്ച് നോക്കൂ. ഈ നാട്ടിലെ മനുഷ്യരുടെ ചരിത്രമൊന്നുമല്ല അവർ എഴുതുന്നത്. രാജാവിന്റെ തുപ്പക്കോളാമ്പിയുടെ ചരിത്രവും രാജ്ഞിയുടെ സിംഹാസനത്തിലിരുന്ന മൂട്ടയുടെ ചരിത്രവും അവർ രാജ്ഞി ഉടുത്ത പട്ടുസാരിയുടെ ചരിത്രവും വീണ്ടും എഴുതുന്ന ചരിത്ര രചന തിരിച്ചു കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സത്യത്തിൽ ഇന്റർ ഡിസിപ്ലിനറി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ജാഗ്രതയോടെ നമ്മുടെ സമൂഹത്തെ പരിരക്ഷിക്കുന്ന സാമൂഹിക ശാസ്ത്രജ്ഞരായി മാറാനുള്ള ഉത്തരവാദിത്വം നമ്മൾ ഓരോരുത്തരിലുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. മറ്റേ നമ്മുടെ അദ്ദേഹത്തിന്റെ റോത്തിന്റെ നോവലിൽ പറഞ്ഞത്, ഞാൻ വെള്ളം അടിച്ചെന്നൊന്നും ആരും വിചാരിക്കരുത്. ഇടയ്ക്ക് വിചാരിച്ചു. റോത്തിന്റെ നോവലിലെ ദ ലെജൻഡ് ഓഫ് എ ഹോളി ഡ്രിങ്കറുടെ സാധനം പറഞ്ഞിട്ട് ഞാൻ അവരോട് പറഞ്ഞു 10 മാസത്തെ ഫെലോഷിപ്പ് ഒക്കെ ഒരുമിച്ച് കിട്ടി, വിശുദ്ധ മദ്യവന്റെ ആത്മീയ അവസ്ഥയിലേക്ക് ഞാൻ ഉയർന്നു വന്നപ്പോൾ ഒരാളെങ്കിലും വിചാരിച്ചു ഓഹോ അടിച്ച് പൂക്കുറ്റിയായിട്ട് ഓടെ കിടന്നില്ല. മദ്യപിച്ചതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഞാനൊരു മദ്യപാനി അല്ല. ഞാൻ ആ കൃതിക്കുള്ളിലെ വിശുദ്ധ മദ്യവന്റെ സ്പിരിച്വാലിറ്റിയെ ഒന്ന് ഉദാഹരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ആ അർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും ഒരു സ്പിരിച്വൽ സയന്റിസ്റ്റ് ആയി കൂടി മാറണം. അത് പൗരോഹിത്യ ആധിപത്യത്തിൻ്റെതല്ല. അന്നൊക്കെ നാളെ പോയി മെഡിക്കൽ സയൻസ് പഠിക്കുക, മെഡിക്കൽ കോളേജിലോട്ട് പോകും. എന്തിനാ അവിടുത്തെ ലൈബ്രറി തുറന്നിരിക്കുക? സാർ പറഞ്ഞ പോലെ AI ടൂൾസിൽ പേറ്റന്റ് എടുത്തു. സാറിന് നമ്മൾ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. സാർ ആ ഒരു ധൈര്യം കാണിച്ചു. നമുക്ക് ടേംസിൽ പേറ്റന്റ് എടുക്കാമല്ലോ സാറേ. എനിക്കൊന്ന് ഗായത്രി സ്പിവാക്കിന് പേറ്റന്റ് ഉണ്ട്. നമുക്ക് ടെർമിനോളജികളിൽ പേറ്റന്റ് എടുക്കാം, തോട്ട്സിൽ പേറ്റന്റ് എടുക്കാം, റിസർച്ചിൽ പേറ്റന്റ് എടുക്കാം.
ആ അർത്ഥത്തിൽ നമ്മളെ ആവശ്യപ്പെടുന്ന ഒരു ലോകമാണ് വരാനിരിക്കുന്നത്. ഞാനൊരു ഘട്ടത്തിൽ വിചാരിച്ചിരുന്നു ഈ കോവിഡിന്റെ സമയത്ത് ഒരു സയന്റിസ്റ്റ് ഈ സാധനം കണ്ടുപിടിക്കില്ല, ഏതെങ്കിലും എഴുത്തുകാരനായിരിക്കും കണ്ടുപിടിക്കുക ഞാൻ വിചാരിച്ചു. ചിലപ്പോൾ മലയാളത്തിൽ ഏതെങ്കിലും ഒരു കവിയായിരിക്കും കോവിഡിന്റെ വാക്സിൻ കണ്ടുപിടിക്കുക എന്ന് വിചാരിച്ചു. കവിത ഒരു ബയോളജിക്കൽ പ്രോസസ് ആണെന്ന് തിരിച്ചറിയുന്ന കാലത്തേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. അപ്പൊ ഭാഷ പഠിക്കുന്ന കുട്ടി നാളെ ഭാഷ മാത്രമായിരിക്കില്ല പഠിപ്പിക്കുന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ഞാൻ ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള ഒരു സാധനമാണ്, എന്താണ് ഈ ലിറ്ററേച്ചറിന്റെ വാല്യൂ ഓഫ് സയൻസ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് ഞാൻ സാധാരണ പറയാറുള്ളത്. അത് നമുക്കെല്ലാം അറിയുന്ന ലോക പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ ആധുനിക മുഖരൂപം എന്ന് പറയാൻ പറ്റുന്നത് റേച്ചൽ കാഴ്സനാണ്. ഈ റേച്ചൽ കാഴ്സന്റെ ഒരു കൃതി പറഞ്ഞാൽ നമ്മൾ പറയും സൈലന്റ് സ്പ്രിംഗ്. അതല്ല അവരുടെ ആദ്യത്തെ കൃതി, അതല്ല അവരുടെ പ്രധാനപ്പെട്ട കൃതി. അവരുടെ ആദ്യത്തെ കൃതി 1 കോടിയിൽ ഒരാൾ മാത്രമേ വായിച്ചിട്ടുള്ളൂ. ഡീപ് സീ എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. ഒരുപക്ഷെ ഈ പറയുന്ന സൈലന്റ് സ്പ്രിങ്ങിനേക്കാൾ ആധികാരികവും സയന്റിഫിക്കും സൂക്ഷ്മ രൂപങ്ങളിലെ വിവരങ്ങളുള്ള കൃതിയാണ് ഡീപ് സീ. ആ പുസ്തകം എന്തുകൊണ്ടാണ് ആളുകൾ വായിക്കാത്തത്? അതിന് കാരണം മറ്റൊന്നുമല്ല, ഈ പറയുന്ന സൈലന്റ് സ്പ്രിംഗ് ആണ് മോർ ലിറ്റററി. ഇതിനകത്താണ് ലിറ്റററി ലാംഗ്വേജ് അതിനേക്കാൾ ഉള്ളത്. ഈ ടെക്നിക്കൽ ലാംഗ്വേജിൽ നിന്ന് ലിറ്റററി ലാംഗ്വേജിലേക്ക് ഒരു സയന്റിഫിക് ടെക്സ്റ്റിനെ മാറ്റിയപ്പോൾ അത് കോടിക്കണക്കിന് മനുഷ്യരുടെ അടുത്തെത്തിയെങ്കിൽ ഇവിടുത്തെ ശാസ്ത്രജ്ഞർക്ക് സാഹിത്യത്തെ ഉപേക്ഷിക്കാൻ പറ്റില്ല, എഴുത്തുകാർക്ക് ശാസ്ത്രത്തെയും. ഈ കൂടിച്ചേരലിന്റെ ഘട്ടം വരാനിരിക്കുകയാണ്. അത് വരും. ഇനി ആരൊക്കെ തകർത്താലും ശരി, അത് വരും. അത് വരികയും ലോകത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ആരെങ്കിലും ഉണ്ടോ? ശരിക്കും ഈ സെഷന് 1.5 മണിക്കൂറായിരുന്നു സമയം, ഏതാണ്ട് 2 മണിക്കൂർ എത്തി. വീണ്ടും സംസാരിക്കുന്നത് ശരിയല്ലെന്ന് എനിക്കറിയാം. ഒറ്റ തവണ ഇനി ചാൻസ് ഇല്ല. പക്ഷെ ഒരു അനുഭവം പറയാതിരിക്കാൻ ഇവിടെ പറഞ്ഞു കേട്ടോ. ഞാൻ എംഫിൽ ചെയ്തത് ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ 4 ഡിപ്പാർട്ട്മെന്റുകൾ ചേർന്നിട്ടാണ്. കേരള സർവകലാശാല അന്തർവൈജ്ഞാനിക പഠനം എന്ന് പറയുന്ന വലിയൊരു ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് വളരെ വിപ്ലവകരമായിട്ടാണ് ആ എംഫിൽ കോഴ്സുകൾ ബയോ ഇൻഫോർമാറ്റിക്സ്, കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക്സ്, കോഗ്നിറ്റീവ് സയൻസ് അങ്ങനെ 3 കോഴ്സുകൾ കൊണ്ടുവന്നത്. അതിൽ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റാണ് കോഗ്നിറ്റീവ് സയൻസ് എന്ന് പറയുന്ന കോഴ്സ് നടത്തിയത്. 4 ഡിപ്പാർട്ട്മെന്റുകൾ ക്ലാസ് എടുക്കുമെന്നും പറഞ്ഞിരുന്നു. എൻ്റെ ഭാഗ്യം കൊണ്ട് ആ കോഴ്സിൽ ചേർന്ന 7 പേരും പകുതി വഴിക്ക് കൊഴിഞ്ഞു പോവുകയും ഞാൻ മാത്രം ബാക്കിയാവുകയും ചെയ്തു. ഒറ്റയ്ക്ക് ഞാൻ പഠിച്ച കോഴ്സാണ്. അതിൽ ആ സമയത്ത് സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിലും കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിലും 2 സിംഹങ്ങളായിരുന്നു ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്സ്. അവിടുത്തെ ഡിപ്പാർട്ട്മെന്റിലെ ആളുകൾക്ക് പോലും ഭയം ഉള്ള ആളുകളായിരുന്നു അവർക്ക്. ഞാനിങ്ങനെ ഒറ്റയ്ക്കാണ്. അപ്പം ഞാൻ കമ്പ്യൂട്ടർ സയൻസിലേക്ക് പോകുമ്പോൾ അവർക്ക് സ്ഥായിയായ പുച്ഛം. കാരണം ഒരു ലിംഗ്വിസ്റ്റിക്സിൽ നിന്ന് ഒരാൾ കമ്പ്യൂട്ടർ സയൻസിലേക്ക് വന്ന് പഠിക്കാൻ വേണ്ടി വരുന്ന ഒരാളാണല്ലോ എന്ന്. അപ്പോൾ HOD ആണ് ക്ലാസ് എടുക്കുക. അപ്പോൾ HOD അടുത്ത് റൂമിൽ ചെന്നിട്ട് നിൽക്കും, സാർ ഇപ്പം വിളിക്കും, ഇപ്പോൾ സമയമില്ല, അരമണിക്കൂർ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് വരും. അപ്പം ഞാൻ ചോദിച്ചു കുറച്ച് കഴിഞ്ഞ് എപ്പോൾ വരണം? അതൊരു അരമണിക്കൂർ കഴിഞ്ഞ് വരും. കൃത്യം അരമണിക്കൂർ, 1 മിനിറ്റ് ലേറ്റായ പ്രശ്നമായി കഴിച്ചിട്ട് അരമണിക്കൂർ കൃത്യം നിന്നിട്ട് വീണ്ടും ചെല്ലും. അപ്പോൾ അത് വന്നുമല്ലേ എന്ന് വലിയ ബുദ്ധിമുട്ട്, വലിയൊരു എന്തോ ഒരു നമ്മളേക്ക് ഇങ്ങനെ ചതുർത്ഥി കാണുന്ന പോലെ ഉള്ളൊരു വരും ഇരിക്കും. നിങ്ങൾ ഈ വർക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ട് വരും. സത്യത്തിൽ ആ ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്ന ടോപ്പിക്കൊക്കെ ഞാൻ ഒരു പുസ്തകത്തിലൊരു പാർട്ട് എടുത്തിട്ട് ഇത് കോപ്പി എടുത്തിട്ട് വായിച്ചുകൊണ്ട് വരും. കുത്തിയിരുന്ന് വായിച്ച് നോട്ട് എഴുതി പഠിച്ചിട്ട് പോകും. കാരണം എന്താണ് അടുത്തതെന്ന് അറിയില്ല. അങ്ങനെ അതേപോലെ തന്നെയായിരുന്നു സൈക്കോളജിയിൽ. പിന്നീട് പതുക്കെ ഞാൻ സൈക്കോളജി ലെക്ചറിൻ്റെ അടുത്ത് പോകാണ്ടായി. അവിടുത്തെ ഗസ്റ്റ് അധ്യാപകരുടെ അടുത്തേക്ക് ക്ലാസ് ഞാൻ സ്വയം മാറ്റിയതാണ്. ഞാൻ അങ്ങോട്ട് പോകാറ്. പക്ഷേ ഈ പറയുന്ന കമ്പ്യൂട്ടർ സയൻസിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഒരു പുച്ഛം മാറുകയും ഞാനിങ്ങനെ നിരന്തരം ശല്യം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ദിവസം ഇപ്പം ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങി. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് എന്നെ കാണുമ്പോൾ തന്നെ പുസ്തകങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഇരിക്കും എന്ന് പറഞ്ഞിട്ട് 1 മണിക്കൂറോളം ക്ലാസ് എടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവസാന സമയങ്ങളിലേക്ക് കൊണ്ടുവരാൻ പറ്റി എന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ പഠിച്ചിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ആ കോഴ്സ് സർവകലാശാല നടത്തലാക്കി എന്നുള്ളതാണ്. അപ്പോൾ സർവകലാശാല ഓഫർ ചെയ്ത ഒരു കോഴ്സ് ഒറ്റയ്ക്ക് പഠിച്ച് ഒറ്റയ്ക്ക് ഡിഗ്രി വാങ്ങിച്ച ഒരാളാണ് ഞാൻ. അതിൻ്റെ എനിക്കൊരു റെക്കോർഡൊക്കെ കിട്ടേണ്ടതാണ് മാഷ് പറയുന്ന പോലെ ആ അവസ്ഥയിൽ.
തമാശ എന്താണെന്ന് വെച്ചാൽ ഞാൻ ലിംഗ്വിസ്റ്റിക്സിന് പോയ ആളായത് കൊണ്ട് എനിക്കത് അവർ സർട്ടിഫിക്കറ്റ് ഓറിയന്റൽ സ്റ്റഡീസ് എന്നുള്ളതാണ്. സൈക്കോളജിയിലാണ് എൻ്റെ കോഴ്സ് നടത്തിയെങ്കിലും അവിടെയാണ് പഠിച്ചതെങ്കിലും എനിക്ക് ഓറിയന്റൽ സ്റ്റഡീസിലാണ് സർട്ടിഫിക്കറ്റ് എന്നുള്ളത്. അതേ അവസ്ഥയാണ് കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക്സിൽ പഠിക്കുന്ന കുട്ടികളുടെയും. കമ്പ്യൂട്ടർ സയൻസിൽ നിന്ന് വരുന്നവർക്ക് കമ്പ്യൂട്ടർ സയൻസിൻ്റെ സർട്ടിഫിക്കറ്റും ലിംഗ്വിസ്റ്റിക്സിൽ നിന്ന് വരുന്നവർക്ക് ലിംഗ്വിസ്റ്റിക്സിൻ്റെ സർട്ടിഫിക്കറ്റും നൽകി ഒരു കോഴ്സിന് തന്നെ പല സർട്ടിഫിക്കറ്റുകൾ നൽകി അവർ സർവകലാശാല മാതൃകയായിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ അത്തരത്തിലുള്ളൊരു വ്യവസ്ഥ മാറാതെ ഈ ഇന്റർ ഡിസിപ്ലിനറി എന്ന് പറയുന്ന വലിയ ആശയം, അല്ലെങ്കിൽ മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറയുന്ന ആശയം, ആ ഒരു ആശയം സാധ്യമാകുമോ? ഈ സിസ്റ്റം നമുക്ക് സിസ്റ്റമല്ലേ മാറേണ്ടത്? ഇതാണ് എൻ്റെ ഒരു സംശയം. അത് നമ്മൾ ഈ നോളജിന്റെ ഇന്റർ ഡിസിപ്ലിനാരിറ്റി എന്ന കൃതി വായിച്ചൊരു ഓർമ്മയെന്ന് ഞാൻ പറയുന്നത്. എനിക്കൊന്ന് മിഷേൽ റയാനോ മറ്റോ ആണ് അത് ആ കൃതിയുടെ ഉപജ്ഞാതാവ്. രസകരമായൊരു കാര്യം, ആ കൃതിയിൽ പറയുന്ന കാര്യത്തെ ട്രാൻസ്ലേറ്റ് ചെയ്ത് തൻ്റേതായിട്ട് മലയാളത്തിലൊരു പഴയ എഴുത്തുകാരൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാനത് പറയുന്നില്ല. അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി, മാഷ് പറഞ്ഞ ഹിസ്റ്ററി ഓഫ് വിസ്ഡം ഇല്ലേ, ഈ വിസ്ഡത്തിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ഈ വിസ്ഡത്തിന്റെ ആദിമഘട്ടം, മധ്യഘട്ടം, ആധുനിക ഘട്ടം, ഈ ആധുനിക ഘട്ടത്തെ പ്രതിനിധാനം ചെയ്യുന്ന സ്ട്രക്ചറാണ് സർവകലാശാല. അപ്പോൾ സർവകലാശാലകൾക്കൊക്കെ 1700-നൊക്കെ ശേഷമുള്ളൊരു ചരിത്രമല്ലേ സത്യത്തിലുള്ളൂ. പക്ഷെ പഴയ നാളന്തൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല. നമ്മൾ ഇന്ന് കാണുന്ന ആധുനിക രൂപത്തിലുള്ള ഈ സ്ട്രക്ചേർഡ് ഫോംസ് ഓഫ് ഈ പറഞ്ഞ നോളജ് ഇതിൻ്റെ കെട്ടിടങ്ങൾ എന്ന് പറയുന്ന സാധനം ത്തിൻ്റെ അന്തിമ ദശയിലാണ് നമ്മൾ. അതിപ്പം ഇപ്പോൾ ഒരു സർവകലാശാല അധ്യാപകൻ വേറൊരു സർവകലാശാല വന്നിരുന്ന് സർവകലാശാലയ്ക്കെതിരെ സംസാരിക്കുന്നു എന്ന് ആരെങ്കിലും ഒരാൾ പറഞ്ഞാലും അതാണ് വാസ്തവം. ഇതൊക്കെ ട്രാൻസ്ഫോം ചെയ്യും. ഹ്യൂമൻ തന്നെ ട്രാൻസ്ഫോം ചെയ്യുന്നതിനെ കുറിച്ച് പഠനങ്ങളുണ്ട്. മനുഷ്യർ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ രൂപങ്ങൾ മാറുകയും ടീച്ചർ പറഞ്ഞതുപോലെ നമ്മുടെ കാലത്തിനനുസരിച്ചിട്ടുള്ള വൈജ്ഞാനിക വിപ്ലവത്തിന്റെ ഒരു ബോധമണ്ഡലത്തിലേക്ക് മനുഷ്യർ പ്രവേശിക്കുകയും ചെയ്യും. ടൂൾസിന് പഠിപ്പിക്കാൻ ഫിസിക്സ് അവിടുത്തെ അധ്യാപകർ തയ്യാറായില്ലെങ്കിൽ നിങ്ങൾ എന്തിനു ഭയപ്പെടണം? വീട്ടിൽ വന്നിട്ട് എയോട് പറയണം, അവരിങ്ങനെ പറഞ്ഞു, ഞങ്ങളെ പഠിപ്പിക്കില്ല, എന്ത് ചെയ്യും? അപ്പൊ മറുപടി പറഞ്ഞു തരും. എന്നിട്ട് പഠിച്ചോ, എന്താണ് ചെയ്തോ? അപ്പൊ വളരെ വെരി ഗുഡ്, തോറ്റ് പിന്മാറിയില്ല. അദ്ദേഹം പിന്നെ പക്ഷിയുടെ കണ്ണ് കറഞ്ഞ് അമ്പ് ചെയ്തു. ഇത് തിരിച്ചു വരും. എന്നിട്ട് എയോട് പറയണം, എന്നെ പഠിപ്പിക്കാത്ത അവർക്ക് അവരുടെ സകല സാധ്യതകളെയും ബ്ലോക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ അത് ബ്ലോക്ക് ചെയ്യുന്ന ഒരു പുതിയ ഗുരുവിന്റെ കാലത്തേക്ക് ലോകത്തും. ആ ഒരു സമത്വത്തിന്റെ ഒരു പ്രതലത്തിലേക്ക് എത്തിയേക്കാം. എന്നൊക്കെ സങ്കല്പം പറഞ്ഞാണ്, എത്തും. ആ ഒരു വൈജ്ഞാനിക വിപ്ലവത്തിന്റെ ഘട്ടമെത്തുമ്പോൾ ടീച്ചർ ഈ പറഞ്ഞൊരു സംഗതി അതിജീവിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമ്മുടെ ലിറ്ററേച്ചർ മാറും, നമ്മുടെ കേൾവികൾ മാറും, നമ്മുടെ ജീവിതാനുഭവങ്ങൾ മാറും, ഈ പരിമിതികൾ പലതും മാറുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സപ്പോസ് ഇപ്പോൾ ഞാൻ വൈഫ് അദ്ദേഹം പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന് അതിൻ്റെ ഒരു ലാസ്റ്റ് 9ാമത്തെ മാസമൊക്കെ ആ സമയത്ത് ഡോക്ടറെ കാണുമ്പോൾ അദ്ദേഹം നടുവിനിങ്ങനെ പിടിച്ചിട്ടാണ് ഡോക്ടർ ഇരുന്ന് പരിശോധിക്കുന്നത്. ഡോക്ടർ ഒരു ദിവസം 12-13 മണിക്കൂറൊക്കെ സർജറി ടേബിളിൽ നിൽക്കും. ഇന്നിപ്പോ ഡോക്ടേഴ്സിന് അങ്ങനെ പ്രശ്നമൊന്നും വരാൻ പോലില്ല. അവരെവിടെയെങ്കിലും ഒരിടത്ത് ഇരുന്നാൽ മതി, ഒരിക്കലും സർജറി ചെയ്തോളും. സപ്പോർട്ട് വേണ്ട സമയത്ത് ഈ സാധനം കൊടുത്താൽ മതി. ഒരു ഓട്ടോമേറ്റഡ് വെഹിക്കിളിന്റെ ഡ്രൈവറും എക്സ്പീരിയൻസ്ഡ് ഹ്യൂമൻ ഡ്രൈവറും തമ്മിലുള്ള വ്യത്യാസം എന്ത്? അതിന് പിന്നെ ഒരു മറുപടി എന്നുള്ള എക്സ്പീരിയൻസ്ഡ് ഹ്യൂമൻ ഡ്രൈവറിന് ഏറെപ്പോയാൽ 25 കൊല്ലത്തെ എക്സ്പീരിയൻസേ ഉള്ളൂ. പക്ഷേ ഒരു AV ഡ്രൈവർ, ഹോളി ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം ട്രില്യൺ അവേഴ്സിന്റെ എക്സ്പീരിയൻസ് ഉണ്ട്. കാരണം ഈ ലോകത്തുള്ള സകല AV വെഹിക്കിളിന്റെയും എക്സ്പീരിയൻസ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക. ആ കാലത്തിനനുസരിച്ച് മനുഷ്യർ സജ്ജമാകും. മനുഷ്യർ സത്യത്തിൽ അതൊരു സാധ്യതയായിട്ടാണ് ഞാൻ കാണുന്നത്. മാഷും അങ്ങനെയായിരിക്കും കാണുന്നതാണ്. നമ്മുടെ പൊട്ടൻഷ്യലും നമ്മുടെ എനർജിയും നമ്മുടെ സമീപനങ്ങളും നമ്മുടെ ഭാവനയും ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ നമ്മുടെ അനുകമ്പയും വർദ്ധിക്കുന്ന ഒരു കാലം വരികയും വിജ്ഞാനം വിപ്ലവകരമായി പുനർനിർവചിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലത്ത് ഈ സിസ്റ്റം തകർക്കപ്പെടും. അല്ലാതെ അതിനങ്ങനെ നിൽക്കാനൊന്നും പറ്റത്തില്ല. ഒരു സിംഹാസനത്തിലല്ലല്ലോ നമ്മുടെ ഭരണാധികാരികൾ ഇപ്പോൾ ഇരിക്കുന്നത്. ഇതിന്റെ ഒരു എൻഡ് നോട്ട് എന്ന നിലയ്ക്ക് ഞാൻ ഒരു കാര്യം കൂട്ടിച്ചേർക്കാമെന്നായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഈ AI ഇപ്പം ആരെ റീപ്ലേസ് ചെയ്താലും അധ്യാപകരെ റീപ്ലേസ് ചെയ്യത്തില്ല കേട്ടോ.
അത് എൻ്റെയും മാഷിൻ്റെ ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ആത്മവിശ്വാസമാണ്. എൻ്റെ എന്തുകൊണ്ടാണെന്ന് കൂടെ പറയാം, ഒരു ചെറിയ ഉദാഹരണം പറയാം. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ബോട്ടിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ടൂളിൻ്റെ അടുത്തോ ഹൗ ടു മേക്ക് എ ബോംബ് അല്ലെങ്കിൽ ഒരു കത്തി അല്ലെ തോക്ക് ഇവിടെ അടുത്ത് എവിടെയാണ് കിട്ടുന്നത്, നിയർ മീ എവിടെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ ഉത്തരം തരും. പക്ഷെ ഒരു അധ്യാപകൻ്റെ അടുത്ത് മാഷെ എനിക്ക് അത്യാവശ്യമായിട്ടൊരു കത്തി വേണമായിരുന്നു, എന്താ എനിക്ക് ഒരുത്തരെ കുത്തിക്കൊല്ലാനാ എന്ന് പാരത്തിന് വിളിച്ച് പറഞ്ഞാൽ ആ അധ്യാപകൻ ആ ഷോപ്പിന്റെ പേര് പറഞ്ഞു കൊടുക്കത്തില്ല, പകരം എന്താ പ്രശ്നം, നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ആ പ്രശ്നത്തിൽ ഇടപെടുകയോ ആ ടീച്ചർ അല്ലെങ്കിൽ ആ മാഷ ഇടപെടുകയോ ചെയ്യും. അതാണ് മനുഷ്യത്വം, മാനവികത എന്ന് പറഞ്ഞാൽ അതാണ്. അതുകൊണ്ട് അധ്യാപകരെ റീപ്ലേസ് ചെയ്യാൻ കഴിയില്ല എത്ര വിചാരിച്ചാൽ. ബാക്കിയൊക്കെ ചിലപ്പോൾ സാധിക്കുമായിരിക്കും. ഞാൻ അത്രയും പറഞ്ഞ് തൽക്കാലം ഇത് അവസാനിപ്പിക്കാമെന്ന് കരുതുകയാണ്. ഏതായാലും നമ്മൾ വളരെ സാർത്ഥകമായ ഒരു അപരാഹ്നമായിരുന്നു. ഈ ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ഒരു അല്പം ചൂടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കുറച്ച് ആ ചൂടൊക്കെ മാറി വരുന്നു. ഏതായാലും 1.5 മണിക്കൂറിനുള്ളിൽ അവസാനിപ്പിക്കേണ്ട സെഷനായിരുന്നു. പക്ഷേ ഈ വേദിയിലെ അവസാനത്തെ സെഷൻ ആയതുകൊണ്ടാണ് കുറച്ച് നീണ്ടുപോകട്ടെ എന്ന് കരുതിയത്. എല്ലാവരും വളരെ കൗതുകത്തോടു കൂടി ഇരിക്കുന്നവരായതുകൊണ്ട് സെഷൻ സ്വാഭാവികമായി നീണ്ടുപോയതാണ്. സെഷൻ സ്വാഭാവികമായി നീണ്ടുപോയതിൽ നിങ്ങൾക്ക് നേരിട്ട അസൗകര്യത്തിൽ ഖേദം പ്രകടിപ്പിക്കുകയാണ്. ഏതായാലും നമ്മൾ ഈ സംസാരിച്ചു വന്ന ഈ സാഹിത്യയുടെ ഭാഗമായി ഗവേഷണത്തെ കൂടി ഉൾപ്പെടുത്തുകയും നമ്മുടെ ഭാഷാ സാഹിത്യ ഗവേഷണത്തിലെ കതിരും പതിരും വേർതിരിച്ചറിയാനുള്ള ഒരു ശ്രമം നടത്തുന്നതിൻ്റെ ഭാഗമായി നമ്മൾ എത്തിച്ചേർന്ന നമ്മുടെ സംവാദങ്ങൾ, സംസാരങ്ങൾ, ചിന്തകൾ, തോന്നലുകൾ, നോട്ടങ്ങളെല്ലാം അടുക്കിപ്പറക്കി വെച്ചുകൊള്ളുക. അത് വരും കാലങ്ങളിൽ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി തീരട്ടെ. നമ്മളോട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വളരെ സജീവമായി നമ്മളോടൊപ്പം സംവദിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്ത പ്രിയപ്പെട്ട സിദ്ദീഖ് മാഷ്, അദ്ദേഹം നമുക്ക് വേണ്ടി ഇത്രയും സമയം ചെലവഴിച്ചു. മുമ്പ് പറയാൻ പറ്റാത്തൊരു കാര്യം, സാഹിതി കഴിഞ്ഞ 11 വർഷമായി സാഹിതി ആരംഭിച്ചിട്ട് ഇവിടെ നമ്മൾ ഈ ഇരിക്കുന്ന ഇവിടെയായിരുന്നു സാഹിതിയുടെ ആദ്യത്തെ സാഹിതിയുടെ മെയിൻ സ്റ്റേജ് എന്നുള്ളത് ഞാൻ ഇവിടെ ഇരുന്നതിന് ശേഷമാണ് ഞാൻ ഈ കാര്യം ഓർത്തെടുക്കുന്നത്. ഇതായിരുന്നു ആദ്യത്തെ സാഹിതി നടന്ന മെയിൻ സ്റ്റേജ്. അന്ന് ഒരു ഇതുപോലെ പന്തലൊക്കെ ഇട്ടിട്ടായിരുന്നു. അപ്പൊ അതിൻ്റെ ഒരു സന്തോഷം കൂടിയുണ്ട്. അന്ന് മലയാളത്തിലെ മഹാരഥന്മാരായിട്ടുള്ള ഏതാണ്ട് എല്ലാ സാഹിത്യകാരന്മാരും അന്ന് പോയ 3 രാപകലകളായിരുന്നു അന്നുണ്ടായിരുന്നത്. ഇന്നും ഈ സീസണിലും ചുരുങ്ങിയ ചെലവിലെങ്കിലും നമ്മൾ അധികം മുഷിപ്പിക്കാതെ തന്നെ ഉള്ള സെഷനുകളൊക്കെ 50ഓളം സെഷനുകളൊക്കെ ഇതിനകത്ത് 20-ൽ പരം സെഷനുകളൊക്കെ ഇതിനകത്ത് സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട സെഷൻ ഈ ഗവേഷണത്തെക്കുറിച്ച് സംസാരിക്കുക, ഗവേഷണത്തിലെ പുതിയ സാധ്യതകളെക്കുറിച്ചൊക്കെ വിദ്യാർത്ഥികളോട് പ്രത്യേകിച്ച് സംവദിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനുവേണ്ടി സമയം കണ്ടെത്തിയ പ്രിയപ്പെട്ട സിദ്ദീഖ് മാഷ്, അതുപോലെ തന്നെ ഡോക്ടർ KS മിഥുൻ എന്നിവരുള്ള സർവകലാശാലയുടെ സാഹിതിയുടെ നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഈ വേദിയിലെ സെഷനുകൾ അവസാനിച്ചതായി അറിയിക്കുന്നു. വൈകുന്നേരം അനൗൺസ്മെന്റ് ഉണ്ടോ? ബാക്കി അനൗൺസ്മെന്റ് നൽകുകയും ചെയ്യും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.